നമ്മൾ ഇന്ന് 7ാം ക്ലാസ്സിലെ 11th ചാപ്റ്റർ മാത്സ് സ്ക്വയേഴ്സ് ആൻഡ് റൈറ്റ് ട്രയാങ്കിൾസ് എന്ന ചാപ്റ്ററിലെ പ്രോബ്ലംസ് ആണ് സോൾവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 149 കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്, കുറച്ച് ബേസിക് കാര്യങ്ങളുണ്ട് അറിയാൻ. അത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം, അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഈ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിന് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഏരിയ ഓഫ് സ്ക്വയർ. സ്ക്വയർ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 4 സൈഡും തുല്യമായിട്ട്, ഈ സൈഡും ഈ സൈഡും ഈ സൈഡും ഈ സൈഡും 4 സൈഡും തുല്യമായിട്ട് വരുന്നതാണ് സ്ക്വയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്ക്വയറിൻ്റെ ഏരിയ എന്ന് വെച്ചാൽ ഈ ഇന്നർ പാർട്ട്, ഇത്രയും ഭാഗം, അതായത് ഈ അകത്തുള്ള ബൗണ്ടറിക്ക് അകത്ത് കിടക്കുന്ന ഇത്രയും ഭാഗം, ഇതാണ് അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഏരിയ ഓഫ് എ സ്ക്വയർ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്ന് വെച്ചാൽ എന്ത് ചെയ്താൽ മതി? സൈഡിൻ്റെ സ്ക്വയർ എടുത്താൽ മതി. അപ്പോൾ ഇക്വേഷൻ നോക്കുക. ഏരിയ ഓഫ് എ സ്ക്വയർ, ഒരു സ്ക്വയറിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ എന്താണ് ഇക്വേഷൻ? സൈഡ് ഇൻറ്റു സൈഡ് ചെയ്താൽ മതി. അപ്പോൾ സൈഡ് ഇൻറ്റു സൈഡ് എന്ന് പറഞ്ഞാൽ സൈഡ് സ്ക്വയർ. അപ്പോൾ സൈഡിൻ്റെ സ്ക്വയർ എടുത്താൽ മതി. എന്താണ്? സ്ക്വയറിൻ്റെ ഏരിയ ആയി. ഓക്കെ, അപ്പോൾ സൈഡ് ഇൻറ്റു സൈഡ്, സൈഡിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അറിയാലോ, സൈഡ് ഇൻറ്റു സൈഡാണ് സൈഡിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞ് നമ്മൾ എഴുതുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം അറിഞ്ഞിരുന്നാൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ പേജ് നമ്പർ 149 പോവാം. അവിടെ പറയുന്ന ഇതാണ്. നൗ ഇപ്പോൾ കമ്പ്യൂട്ട് ദ ലെങ്ത്സ് ഓഫ് ദ സൈഡ്സ് ഓഫ് സ്ക്വയേഴ്സ്. അപ്പോൾ കുറച്ച് സ്ക്വയറുകൾ തന്നിട്ടുണ്ട്, അതിൻ്റെ സൈഡ്സിൻ്റെ ലെങ്ത്. അപ്പോൾ ഈ ലെങ്ത് എത്രയെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ലെങ്ത് ഓഫ് ദ സൈഡ്സ് ഓഫ് സ്ക്വയേഴ്സ് വിത്ത് ഏരിയ ഗിവൻ ബിലോ. അപ്പോൾ നമുക്ക് ഏരിയ തന്നിട്ടുണ്ട്, നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ലെങ്ത് ഓഫ് സൈഡ്. ഓക്കെ, അപ്പോൾ ഏരിയ തന്നിരിക്കും, നമ്മൾ ഈ ലെങ്ത് ഓഫ് സൈഡ് കണ്ടുപിടിക്കണം. ഓക്കെ, ലെങ്ത് ഓഫ് സൈഡ് ഒരു സൈഡ്, അപ്പോൾ നമുക്കറിയാം ഒരു സ്ക്വയറിൻ്റെ 4 സൈഡും തുല്യമാണ്. അപ്പോൾ നമുക്ക് ഏരിയ തന്നാൽ ഏതെങ്കിലും ഒരു സൈഡ് കണ്ടുപിടിക്കേണ്ട എങ്ങനെയെന്നാണ് നമുക്കിതിനകത്ത് നോക്കേണ്ടത്. റൈറ്റ് ദ ആൻസേഴ്സ് യൂസിങ് സ്ക്വയർ റൂട്ട്സ്. അപ്പോൾ സ്ക്വയർ റൂട്ട് ഉപയോഗിച്ച് വേണം ഇതിൻ്റെ ആൻസർ എഴുതാനെന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ ഒന്നാമത് തന്നിരിക്കുന്നത് എന്താണ്? 49 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ്. 49 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതെന്താ തന്നിട്ടുള്ളത്? അതുമല്ല, ഈ സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് വെച്ചാൽ സെൻറ്റിമീറ്റർ സ്ക്വയർ ഇങ്ങനെ എഴുതാം. അതായത് സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് തന്നാൽ നമ്മൾ മനസ്സിലാക്കിക്കോണം അത് ഏരിയ ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഏരിയ ഓഫ് എ സ്ക്വയർ തന്നിട്ടുണ്ട്. അപ്പോൾ ഏരിയ നമുക്ക് എത്രയും തന്നിട്ടുണ്ട്? ഏരിയ ഓഫ് ദ സ്ക്വയർ തന്നിട്ടുണ്ട്. എന്തെഴുതാം? 49 സ്ക്വയർ സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഏരിയ ഓഫ് ദ സ്ക്വയർ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്താ? സൈഡ് സ്ക്വയർ. നമ്മൾ നേരത്തെ പഠിച്ചല്ലേ, സൈഡിൻ്റെ സ്ക്വയർ ആണ് ഏരിയ. അപ്പോൾ ഏരിയ ഇവിടെ എത്ര എന്താണ്? സൈഡിൻ്റെ സ്ക്വയർ ആണ് ഏരിയ. എത്ര തന്നിട്ടുണ്ട്? 49. നമുക്ക് ഒരു സൈഡല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ സൈഡ് എന്ന് പറഞ്ഞാൽ, ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായത്? ഈ സ്ക്വയർ മാറ്റണം. ഈ സ്ക്വയർ സമത്തിനപ്പുറത്ത് പോകുമ്പോൾ, അപ്പോൾ അത് ഓർക്കുക, നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. പ്ലസ് സമത്തിനപ്പുറത്തോട്ട് പോകുമ്പോൾ മൈനസ് ആവും, മൈനസ് എന്താവും? സമത്തിനപ്പുറത്തോട്ട് പോകുമ്പം പ്ലസ് ആവും. മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് സമത്തിനപ്പുറത്ത് പോകുമ്പോൾ എന്താവും? ഈക്വൽ സൈനിനപ്പുറത്ത് പോകുമ്പോൾ അത് ഡിവിഷൻ ആവും. ഡിവിഷൻ സമത്തിനപ്പുറത്ത് പോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ, ഗുണിക്കും. അതുപോലെ സ്ക്വയർ നമ്മൾ എന്ത് ചെയ്യും? സമത്തിനപ്പുറത്ത് പോകുമ്പോൾ എന്താവും? റൂട്ട് ആവും. ഓക്കെ, അപ്പോൾ ഇവിടെ സൈഡിൻ്റെ സ്ക്വയർ, നമുക്ക് സൈഡ് മാത്രം മതി. ഒരു സ്ക്വയറിൻ്റെ ഏരിയ തന്നിട്ടുണ്ട്, ഒരു സൈഡ് കണ്ടുപിടിക്കുക. ലെങ്ത് ഓഫ് ദ സൈഡാണ് കണ്ടുപിടിക്കുക. അപ്പോൾ സൈഡ് കണ്ടുപിടിക്കാൻ നമുക്ക് ഇവിടെ അധികം പറ്റായിട്ട് കിടക്കുന്നത് ഈ സ്ക്വയർ സമത്തിനപ്പുറത്ത് പോകുമ്പോൾ എന്താവും? റൂട്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് റൂട്ട് 49 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ സൈഡ് ഇസ് ഈക്വൽ ടു റൂട്ട് 49. 49 എന്ന് വെച്ചാൽ റൂട്ട് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ സംഖ്യകൾ തമ്മിൽ ഗുണിക്കുമ്പോഴാണ് നമുക്ക് 49, ഏതൊക്കെ 2 സെയിം സംഖ്യകൾ തമ്മിൽ ഗുണിക്കുമ്പോഴാണ് 49 കിട്ടുന്നത്. 49 റൂട്ട് 49 എന്ന് വെച്ചാൽ എത്രയാണ്? നമ്മൾ 7ൻ്റെ ടേബിൾ പറയും. 7 എത്രയാണ്? 7 49 കിട്ടുന്നത് അല്ലേ? അപ്പോൾ 49 റൂട്ടിന് പുറത്ത് വരുമ്പോൾ എന്താണ്? 7. ഓക്കെ, അതായത് വേറൊന്നുമല്ല, ഈ റൂട്ട് 49നെ നമുക്ക് 7 × 7 എന്ന് എഴുതാം.
നമുക്ക് രണ്ട് സെയിം സംഖ്യ വന്നാൽ റൂട്ടിന് പുറത്ത് വരുമ്പോൾ എത്ര എഴുതത്തുള്ളൂ? റൂട്ടില്ലാതെ ഒരു സംഖ്യ എഴുതത്തുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ 49 നമുക്ക് എങ്ങനെ എഴുതാം? റൂട്ട് 49 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 7 ആണ്. ഓക്കെ, അപ്പോൾ സൈഡ് ലെങ്ത് ഓഫ് സൈഡ് കിട്ടി 7. യൂണിറ്റ് എന്താ എഴുതും? സെൻറ്റിമീറ്റർ. ഏരിയ ആണ് സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സിൽ എടുക്കുന്നത്. അപ്പോൾ സൈഡ് എന്ന് പറഞ്ഞാൽ 7 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? അപ്പോൾ നമുക്ക് എഴുതാം സോ ലെങ്ത് ഓഫ് ദ സൈഡ് ഓഫ് സ്ക്വയർ, ലെങ്ത് ഓഫ് ദ സൈഡ് ഓഫ് ദ സ്ക്വയർ ഈക്വൽ ടു 7 സെൻറ്റിമീറ്റർ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ആൻസർ ആയി. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ നോക്കാം. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എത്ര തന്നിട്ടുള്ളത്? 169 സ്ക്വയർ സെൻറ്റിമീറ്റർ. 169 സ്ക്വയർ സെൻറ്റിമീറ്റർ. 169 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ് ആണ് രണ്ടാമത്തത്. അപ്പോൾ നമുക്ക് എന്താണ് തന്നിട്ടുള്ളത്? എന്താണ് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാം. ഏരിയ എന്ന് പറഞ്ഞാൽ 169 സ്ക്വയർ സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് ഏരിയ എന്ന് പറഞ്ഞാൽ എത്രയാണ്? സൈഡ് അല്ലേ? സൈഡിൻ്റെ സ്ക്വയറാണ്. സ്ക്വയറിൻ്റെ സൈഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് എന്താണ്? അപ്പോൾ സൈഡ് എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് സൈഡ് എങ്ങനെ എടുക്കാം? വീണ്ടും എപ്പോഴും എഴുതണ്ട. ഓക്കെ, വേണമെങ്കിൽ സൈഡ് സ്ക്വയർ എന്ന് വെച്ചാൽ എത്രയാണ്? 169. അതാണ് സൈഡിൻ്റെ സ്ക്വയറാണ് ഏരിയ എന്ന് പറയുന്നത് അല്ലേ? ഒരു സ്ക്വയറിൻ്റെ സൈഡിൻ്റെ സ്ക്വയറാണ് ഏരിയ. അപ്പോൾ നമുക്ക് സൈഡ് എങ്ങനെ എടുക്കാം? സൈഡ് എന്ന് പറഞ്ഞാൽ റൂട്ട് 169 എന്ന് എടുക്കാം. റൂട്ട് 169 എങ്ങനെ കണ്ടുപിടിക്കാം എളുപ്പത്തിന്? ലാസ്റ്റത്തെ നമ്പർ നോക്കാം. 9 എത്രേൻ്റെ റൂട്ടാണ്? 3 അല്ലേ? 3 3 9. അപ്പോൾ നിങ്ങൾ ഒന്നുകിൽ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കണം. എത്ര കിട്ടുമ്പോൾ 12 12 144 അങ്ങനെ. അപ്പോൾ 7 7 49 8 8 64 9 9 81 അങ്ങനെ അങ്ങനെ ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിന് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ലാസ്റ്റത്തെ ഡിജിറ്റ് നോക്കുക 9 ആണ്. അപ്പോൾ 9 എന്ന് പറഞ്ഞാൽ ഏതിൻ്റെ റൂട്ടാണ്? 3. അപ്പോൾ നമുക്ക് 3ൻ്റെ ഇതെന്ന് പറഞ്ഞാൽ 3 × 3 9 ആണ്. അപ്പം നമുക്ക് 169 വേണ്ട. അപ്പോൾ നമുക്ക് അടുത്ത 3 കഴിഞ്ഞ് അടുത്ത 3 അവസാനിക്കുന്ന ഏതാണ്? 3ൽ അവസാനിക്കുന്ന നമ്പർ ഏതാണ്? 13. അപ്പോൾ നമുക്ക് 13 ചെയ്ത് നോക്കാം. ഇനി അപ്പോൾ 13 × 13 ചെയ്ത് നോക്കാം. 13 × 13 3 3 9 1 3 3 1 3 3 1 1. ഓക്കെ, 9 3 3 6. അപ്പോൾ 169 കിട്ടിയില്ലേ? എളുപ്പത്തിൽ കിട്ടും. ഓക്കെ, അപ്പോൾ റൂട്ട് 169 എന്ന് പറഞ്ഞാൽ എത്രയാണ്? സൈഡ് നമുക്ക് കിട്ടും 13 സെൻറ്റിമീറ്റർ ആണെന്ന് കിട്ടും. അപ്പോൾ വീണ്ടും നമ്മൾ എന്ത് എഴുതണം? അപ്പോൾ നമ്മൾ അവസാനം ആൻസർ എഴുതുമ്പോൾ ലെങ്ത് ഓഫ് ദ സൈഡ് ഓഫ് ദ സ്ക്വയർ, ലെങ്ത് ഓഫ് ദ സൈഡ് ഓഫ് ദ സ്ക്വയർ ഈക്വൽ ടു എത്ര? 13 സെൻറ്റിമീറ്റർ എന്ന് എഴുതുക. ഓക്കെ, ആൻസറായി. അപ്പോൾ ഇനി നമുക്ക് പെട്ടെന്ന് ചെയ്യാം. തേർഡ് ക്വസ്റ്റ്യൻ. തേർഡ് എന്ന് പറയുന്നത് 400 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ്. എത്രയാണ്? 400 സ്ക്വയർ സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങനെ എഴുതാം? ഏരിയ തന്നിട്ടുണ്ട് 400 എന്ന്. അപ്പോൾ ഏരിയ ഓഫ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ സൈഡ് സ്ക്വയർ ആണ്. അപ്പോൾ സൈഡിൻ്റെ സ്ക്വയർ തന്നിട്ടുണ്ട് 400 സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് നമുക്ക് സൈഡ് എങ്ങനെ എഴുതാം? സൈഡ് കണ്ടുപിടിക്കാൻ റൂട്ട് ഓഫ് 400 ചെയ്യുക. ഓക്കെ, ഇവിടെ ഇനി റൂട്ട് കണ്ടുപിടിക്കാൻ എപ്പോഴും റൂട്ടിനകത്ത് 2 0 ഉണ്ടെങ്കിൽ അത് റൂട്ടിന് പുറത്ത് വരുമ്പോൾ 1 0 ആയിട്ട് മാറും. ഓക്കെ, റൂട്ടിനകത്ത് 2 0 ഉണ്ടെങ്കിൽ അത് റൂട്ടിന് പുറത്ത് വരുമ്പോൾ 1 0 ആണ്. ഓക്കെ, ഇനി എന്താണ് 2? ഇനി അടുത്ത് 4 ഉണ്ട്. 4 ഏതിൻ്റെ റൂട്ടാണ്? 2 2 4 അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് കിട്ടി 20 ആണെന്ന്. ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ വേണമെങ്കിൽ 20 × 20 ചെയ്ത് നോക്കാം. 0 0 0 എത്ര? 2 × 2 4. അപ്പോൾ നമുക്ക് 400 തന്നെ വയ്ക്കാം. അപ്പോൾ 400 എന്ന് പറഞ്ഞാൽ എത്രേൻ്റെ റൂട്ടാണ്? 20ൻ്റെ റൂട്ടാണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ലെങ്ത് ഓഫ് ദ സൈഡ് ഓഫ് ദ സ്ക്വയർ, ലെങ്ത് ഓഫ് ദ സൈഡ് ഓഫ് ദ സ്ക്വയർ ഈക്വൽ ടു 20 സെൻറ്റിമീറ്റർ എന്ന് എഴുതാം. ഓക്കെ, ഇനി നാലാമത്തെ നോക്കാം. നാലാമത്തെ എത്ര തന്നിട്ടുള്ളത്? 225 സ്ക്വയർ സെൻറ്റിമീറ്റർ. 225 സ്ക്വയർ സെൻറ്റിമീറ്റർ. 225 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ് ആണ് നാലാമത്തെ തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്താണ്? ഏരിയ ആണ് തന്നിട്ടുള്ളത്. ഏരിയ ഈസ് ഈക്വൽ ടു 225 സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഏരിയ ഓഫ് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ സൈഡ് സ്ക്വയർ ആണ്. സൈഡ് സ്ക്വയർ എന്ന് വെച്ചാൽ 225 സെൻറ്റിമീറ്റർ സ്ക്വയർ തന്നിട്ടുണ്ട്, സ്ക്വയർ സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ സൈഡ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? റൂട്ട് 225 ചെയ്താൽ മതി. ഓക്കെ, ഇവിടെയും എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ 25 നോക്കുക. 25 ഏതിൻ്റെ റൂട്ടാണ്? 5 5 25 അല്ലേ? അപ്പോൾ 5 5 25 ആയതുകൊണ്ട് 5 ഇവിടെ നമുക്ക് എഴുതാം. ഇനി 5 5 25 ആണ്. ഇനി അടുത്ത് നമുക്ക് അപ്പോൾ 5 5 പിന്നെ 5 അവസാനിക്കുന്ന ഡിജിറ്റ് ഏതാണ്? 15. അപ്പോൾ നമുക്ക് 15 ചെയ്ത് നോക്കാം. 15 × 15. ഓക്കെ, 5 5 25 5 2 ശിഷ്ടം 5 6 7. ഓക്കെ, 1 5 5 1 1.
5 5 5 10 12 2 1 ശിഷ്ടം 1 1 2 225 കിട്ടിയില്ലേ? സെയിം ആണ്. ഓക്കെ, അപ്പോൾ √225 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 15 സെൻറ്റിമീറ്റർ. 15 ആണ് √225 എന്ന് പറയുന്നത്. അപ്പോൾ ലെങ്ത് ഓഫ് ദ, വീണ്ടും എഴുതുക, ലെങ്ത് ഓഫ് ദ സൈഡ് ഓഫ് ദ സ്ക്വയർ ഈക്വൽ ടു 15 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇനി അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ 1.69 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ്. 1.69 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ്, അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഏരിയ തന്നിട്ടുണ്ട്. ഏരിയ ഈസ് ഈക്വൽ ടു 1.69 സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് ഏരിയ ഓഫ് എ സ്ക്വയർ എന്താണ്? സൈഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 1.69 സ്ക്വയർ സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ നമുക്ക് സൈഡാണ് കണ്ടുപിടിക്കുന്നത്. ഒരു സൈഡാണ് കണ്ടുപിടിച്ചത്. ഒരു സൈഡ് കണ്ടുപിടിച്ചാൽ മതി, ലെങ്ത് ഓഫ് സ്ക്വയർ ആയി കഴിഞ്ഞില്ലേ. അപ്പോൾ സൈഡ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? സ്ക്വയർ പുറത്ത് വരുമ്പോൾ 1.69 എന്ന് കിട്ടും. ഇനി റൂട്ട് 1.69 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ എങ്ങനെ ചെയ്യാം? നമുക്ക് 169ൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചു. 169 എത്രയായിരുന്നു? 169ൻ്റെ എന്ന് വെച്ചാൽ 13 × 13 ആണ് അല്ലേ? അപ്പോൾ 1.69 എത്ര? 13 × 13 ആണ് 169. അപ്പോൾ 1.69 ഇതൊക്കെ നമ്മൾ മുമ്പത്തെ ചാപ്റ്ററുകളിൽ പഠിച്ചതാണ്. അപ്പോൾ ഈ പോയിൻ്റ് കഴിഞ്ഞ് എത്രയാണ്? 2 ഡിജിറ്റ് ഉള്ളതാണ് അല്ലേ? അപ്പോൾ നമുക്കിതെങ്ങനെ എഴുതാം? ഇതിനെ മാറ്റി എങ്ങനെ? 1.69 ആകുമ്പോൾ നമുക്കിവിടെയും ഇവിടെ പോയിൻ്റ് കഴിഞ്ഞ് 2 ഡിജിറ്റാണുള്ളത്. നമ്മൾ മുമ്പത്തെ ചാപ്റ്ററിൽ പഠിച്ചു. അപ്പോൾ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു, നോക്കിയാൽ മതി. അപ്പോൾ 1.69 വരുമ്പോൾ എങ്ങനെ എഴുതും? നമുക്കിതിനെ എങ്ങനെ എഴുതാം? മാറ്റി എഴുതാം. പോയിന്റിന് ശേഷം, അതായത് നമ്മൾ ഇവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പോയിന്റിന് ശേഷം 2 ഡിജിറ്റ് വരണം. ഓക്കെ, അപ്പോൾ ഇതിന് നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 1.3 × 1.3 എന്ന് എഴുതിയാൽ തെറ്റാണോ? ഇല്ല, പോയിന്റിന് ശേഷം 2 ഡിജിറ്റ്. ഇവിടെ ഒരു ഡിജിറ്റ്, ഇവിടെ ഒരു ഡിജിറ്റ്. ഇവിടെ പോയിന്റിന് ശേഷം എത്രയാണ്? ഒരു ഡിജിറ്റ്. അപ്പോൾ ഇവിടെ മൊത്തം 2 ഡിജിറ്റ്. അപ്പോൾ ഇത് എത്രയാണ്? 1.69 എന്ന് വെച്ചാൽ 1.3 × 1.3 ആണ്. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത്? 13 × 13 പോയിന്റ് സംഖ്യകൾ വന്നാൽ എങ്ങനെയാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്? പോയിന്റ് ഇല്ലാതെ ഗുണിക്കും. 13 × 13 എത്രയാ? 169. എന്നിട്ട് പോയിന്റിന് ശേഷം എത്ര ഡിജിറ്റ് ഉണ്ട്? 1 2 ഡിജിറ്റ്. അപ്പോൾ 2 ഡിജിറ്റ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റുമ്പോൾ നമ്മൾ മുൻപത്തെ ചാപ്റ്റർ പഠിച്ചു. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ഒരു ഡിജിറ്റ് 2 ഡിജിറ്റ്. അപ്പോൾ ഇവിടെ വരും. കറക്റ്റായിട്ട് കിട്ടില്ലേ? 1.69 എന്ന് കിട്ടത്തില്ലേ? അപ്പോൾ 1.69 എന്ന് വെച്ചാൽ അതിൻ്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1.3 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ലെങ്ത് ഓഫ് ദ സൈഡ് ഓഫ് ദ സ്ക്വയർ ഈക്വൽ ടു 1.3 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇനി അടുത്ത ആറാമത്തെ ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യനിലെ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ, ആറാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 6 1/4 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ്. ഓക്കെ, ആറാമത്തെ ക്വസ്റ്റ്യൻ 6 1/4 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ്. അപ്പോൾ ഇവിടുത്തെ ഏരിയ എത്രയാണെന്ന് തന്നിട്ടുണ്ട്? ഏരിയ 6 1/4 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമുക്കിതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യണം. അപ്പോൾ 6 1/4. അപ്പോൾ ഈ 1/4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? നമുക്കറിയാം 0.25 ആണ്. 1/2 0.5. ഓക്കെ, അപ്പോൾ നമുക്ക് 1/4ന് 0.25 എന്ന് എടുക്കാം. ഇനി ഈ 1/4 ഒക്കെ ഇതെങ്ങനെ വന്നു എന്ന് അറിഞ്ഞുകൂടെങ്കിൽ നമുക്ക് അതെങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഇനി അതറിയത്തില്ലെങ്കിൽ ഈ 1/4 ചെയ്താൽ മതി. 1/4 എന്ന് പറയുമ്പോൾ 4ന് ടേബിൾ നമുക്ക് 1 എന്ന് പറയുമ്പോൾ കിട്ടുമില്ല. അപ്പോൾ നമുക്കൊരു പോയിന്റ് ഇടാം. എന്നിട്ട് എന്ത് ചെയ്യും? 0 ഇറക്കും അല്ലേ? അപ്പോൾ 1 4 2 4 8. 10ന് 8 പോയാൽ എത്രയാ? 2. പിന്നെ എന്ത് ചെയ്യും? അവിടെ ഒന്നും ഇറക്കാനില്ല, നമ്മൾ ഓൾറെഡി പോയിന്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു 0 ഇറക്കും. അപ്പോൾ 5 4 20. ഇനി ഇങ്ങനെ 1/4 0.25 ആണെന്ന് അറിയാത്തവർ 1/4 അങ്ങ് ചെയ്താൽ മതി. ഓക്കെ, ഇല്ലെങ്കിൽ എന്താ വേറൊരു കാര്യം പഠിക്കാൻ വെച്ചിരുന്നോളും. നമ്മൾ 4ആയിട്ട്, അതായത് 1 രൂപ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ 25 പൈസ 50 പൈസ 75 പൈസ 1 രൂപ എന്ന് പറയുന്ന പോലെ 4 എന്ന് പറയുമ്പോഴാണ് 4 ഭാഗമാണ് നമ്മുടെ 1. അപ്പോൾ 4ൽ 3 മുക്കാൽ, അതെന്ന് പറഞ്ഞാൽ 4ൽ 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.75 ആണ്. ഓക്കെ, ഇനി 4ൽ 2 എന്ന് പറയുമ്പോൾ അത് തന്നെയാണ് എന്താ? 1/2 എന്ന് പറഞ്ഞാലും 0.5 ആണ്. ഇനി എത്രയാണ്? 4ൽ 1 എന്ന് പറഞ്ഞാൽ 0.25. ഓക്കെ, അപ്പോൾ ഇത്രയും നിങ്ങളൊന്ന് പഠിച്ചു വെച്ചാൽ മതി. അപ്പോൾ 1/4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.25.
അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ മാറ്റി എഴുതാം? ഏരിയ ഈസ് ഈക്വൽ ടു 6.6 പ്ലസ്, അപ്പോൾ ഇതെന്ന് വെച്ചാൽ 6 + 1/4, 6 1/4 എന്ന് പറഞ്ഞാൽ 6 + 1/4 ആണ്. അപ്പോൾ 6 + 1/4 എത്രയാണ്? 0.25. അപ്പോൾ 6 + 0.25 എന്ന് വെച്ചാൽ 6 + 0 6.25 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ ഇതെങ്ങനെ എഴുതാം? 6.25 സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അപ്പോൾ ഏരിയ എന്ന് വെച്ചാൽ സൈഡിൻ്റെ സ്ക്വയർ അല്ലേ? സൈഡിൻ്റെ സ്ക്വയർ നമുക്ക് വേണ്ടത് സൈഡാണ്. അപ്പോൾ സൈഡ് ഇസ് ഈക്വൽ ടു എന്താണ്? സ്ക്വയർ പുറത്ത് പോകുമ്പോൾ റൂട്ട് ആവും. റൂട്ട് 6.25 ആണ്. നേരത്തെ വന്ന പോലെ പോയിൻ്റ് സംഖ്യ വന്നു റൂട്ട് എടുക്കാൻ. അപ്പോൾ പോയിൻ്റ് ഇല്ല നോക്കുക. 625 എന്ന് പറഞ്ഞാൽ എത്രേൻ്റെ റൂട്ടാണ്? നമുക്കിവിടെ നോക്കുക. 5ൻ്റെ റൂട്ടാണ് 25 അല്ലേ? 5 5 25. അപ്പോൾ ഇവിടെ നമുക്ക് 5 5 25, 5 പറ്റില്ല. പിന്നെ ഇനി 5ൻ്റെ കൂടെ 5 ലാസ്റ്റ് വരുന്ന ഏതാണ്? 15. നമുക്ക് 15 നോക്കാം. നേരത്തെ 15 × 15 ചെയ്തപ്പോൾ 225 ആണ് കിട്ടിയത് അല്ലേ? അപ്പോൾ 15 ഇല്ല. അടുത്ത് നമുക്ക് എന്ത് ചെയ്യാം? 25 നോക്കാം. 25 × 25 ചെയ്യുമ്പോൾ എത്ര? 5 5 25, 2 ശിഷ്ടം 5 2 10 12, 5 2 10 0 1 ശിഷ്ടം 2 2 4 1 5. ഓക്കെ, അപ്പോൾ എത്ര കിട്ടും? 5 2 5 4 625 അല്ലേ? അപ്പോൾ 625 എന്ന് പറഞ്ഞാൽ, അപ്പോൾ 625 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 625 എന്ന് വെച്ചാൽ 25 × 25 ആണ്. അപ്പോൾ നമുക്ക് 6.25 എങ്ങനെ എഴുതാം? പോയിൻ്റ് കഴിഞ്ഞ് 2 ഡിജിറ്റ് വേണം അല്ലേ? അപ്പോൾ 2.5 × 2.5 എന്ന് എഴുതിക്കൂടെ? അപ്പോൾ എത്രയായിരിക്കും? 25 × 25 625 തന്നെയായിരിക്കും കിട്ടുന്നത്. നമ്മൾ പോയിന്റിന് ശേഷം 2 ഡിജിറ്റ് ഉള്ളതുകൊണ്ട് ഇവിടെ ഇങ്ങോട്ട് 2 ഡിജിറ്റ് ആക്കുമ്പോൾ 6.25 എന്ന് കിട്ടും. ഇത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ്. അപ്പോൾ റൂട്ട് 6.25 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 2.5 സെൻറ്റിമീറ്റർ ആയിരിക്കും റൂട്ട് 6.25 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതാം ലെങ്ത് ഓഫ് ദ സൈഡ് ഓഫ് ദ സ്ക്വയർ എന്ന് പറഞ്ഞ് എഴുതാം ഈക്വൽ ടു എന്തെഴുതാം? 2.5 സെൻറ്റിമീറ്റർ എന്ന് ആൻസർ എഴുതാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 150 നോക്കാം. അവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. നൗ കാൻ യു ഡ്രോ സ്ക്വയേഴ്സ് ഓഫ് ഏരിയാസ് ആസ് ബിലോ. ഓക്കെ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഏരിയ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏരിയ ആണെന്നല്ലാതെ നമുക്ക് മനസ്സിലാക്കാം. യൂണിറ്റ് സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് തന്നു കഴിഞ്ഞാൽ അതിനർത്ഥം ഏരിയ എന്നാണ്. അപ്പോൾ നമുക്കിവിടെ ചോദിച്ചിട്ടുള്ളത് നൗ ഇപ്പോൾ കാൻ യു ഡ്രോ, നിങ്ങൾക്ക് വരയ്ക്കാൻ കഴിയില്ലേ എന്നാണ്. സ്ക്വയേഴ്സ് ഓഫ് ഏരിയാസ് ആസ് ബിലോ. അപ്പോൾ എന്താണ്? കുറച്ച് ഏരിയ തന്നിട്ടുണ്ട്. ആ ഏരിയ വെച്ചിട്ടുള്ള ആ ഏരിയ കിട്ടുന്ന സ്ക്വയർ വരയ്ക്കാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 32 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ എങ്ങനെ 32 സ്ക്വയർ സെൻറ്റിമീറ്റർ വരയ്ക്കുക എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഇതിവിടെ കുറച്ച് ബേസ് നമ്മൾ ഇതിന് തൊട്ട് മുമ്പ് തന്നിട്ടുണ്ടായിരുന്നു. തൊട്ട് മുകളിലത്ത് നോക്കിയാൽ അറിയാം. ദാ ഇവിടെ ഒരു 18 സ്ക്വയർ സെൻറ്റിമീറ്ററുള്ള വലിയൊരു സ്ക്വയറും അതിൻ്റെ ഹാഫ് 9 സ്ക്വയർ സെൻറ്റിമീറ്ററുള്ള വേറൊരു ചെറിയ സ്ക്വയർ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ബേസ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എത്രയാണോ സ്ക്വയർ വരയ്ക്കേണ്ടത്, അപ്പോൾ 32 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് ഏരിയയിലുള്ള സ്ക്വയർ വരയ്ക്കണമെങ്കിൽ അത് നമ്മൾ അതിൻ്റെ പകുതിയിലുള്ള ഒരു, ഇപ്പോൾ ഇവിടെ 18 ആയപ്പോൾ 18ൻ്റെ പകുതി എത്രയാണ്? 9 അല്ലേ? അപ്പോൾ അതിൻ്റെ പകുതിയിലുള്ള ഒരു ചെറിയ സ്ക്വയർ വരച്ചിട്ട് അതിൻ്റെ ഡയഗണൽ എടുത്ത് എന്താണ്? ആ ഡയഗണലായിരിക്കും വലിയ സ്ക്വയറിൻ്റെ സൈഡായിട്ട് വരുന്നത്. അപ്പോൾ അതിവിടെ തൊട്ട് ബാക്കിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആവേണ്ട. നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അത് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യന് പോകാം. ഓക്കെ, 32 സ്ക്വയർ സെൻറ്റിമീറ്ററിന് അത് വരയ്ക്കാം. 32 സ്ക്വയർ സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ 32 സ്ക്വയർ സെൻറ്റിമീറ്റർ ഏരിയ ഉള്ള സ്ക്വയർ വേണം. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് ചെയ്യേണ്ടത് ഈ 32ൻ്റെ ഹാഫ് എടുക്കുക, പകുതി. അപ്പോൾ എങ്ങനെയാണ്? ഹാഫ് ഓഫ് 32 സ്ക്വയർ സെൻറ്റിമീറ്റർ. 32 സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ എത്രയാണ്? 32 / 2 ചെയ്താൽ മതി. 32 / 2 എന്ന് പറയുമ്പോൾ എത്രയാണ്? ഒന്നിൽ വെട്ടി ചെയ്യാം, അല്ലെങ്കിൽ വെട്ടി ചെയ്യാൻ അറിയാത്തവർക്ക് 32 / 2 എന്ന് ചെയ്യാം. അപ്പോൾ 32 / 2 എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഒരു 2 2 3 2 പോയാൽ 1, ഈ 2 6 2 12. ഓക്കെ, അപ്പോൾ നമുക്ക് 32 / 2 എന്ന് പറഞ്ഞാൽ 16 സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ചെറിയ സ്ക്വയർ. അപ്പോൾ ആദ്യം നമ്മൾ ഈ ചെറിയ സ്ക്വയർ 16 സ്ക്വയർ സെൻറ്റിമീറ്റർ ഏരിയ ഉള്ള ഒരു സ്ക്വയർ വരയ്ക്കണം. അപ്പോൾ നമുക്ക് ഈ 16 സ്ക്വയർ സെൻറ്റിമീറ്റർ ഉള്ള ഏരിയ വെച്ച് വരയ്ക്കാൻ പറ്റുമോ? ഇനി നമ്മൾ എന്ത് ചെയ്യണം? അതിന് സൈഡ് വേണം. സൈഡ് ഉണ്ടെങ്കിലല്ലേ നമുക്ക് വരയ്ക്കാൻ പറ്റൂ. അപ്പോൾ ഇതിൻ്റെ സൈഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ റൂട്ട് എടുക്കണം.
അപ്പോൾ ഹാഫ് ഓഫ് 32 സ്ക്വയർ കണ്ടുപിടിക്കുക. അപ്പോൾ കിട്ടുന്ന അതിൻ്റെ എന്താണ് റൂട്ട് എടുക്കുക. അപ്പോൾ നമുക്ക് സൈഡ് കണ്ടുപിടിക്കാൻ റൂട്ട് 16 ചെയ്താൽ മതി. റൂട്ട് 16 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 അല്ലേ? നമുക്കറിയാം 4 × 4. അപ്പോൾ റൂട്ട് 16 നമുക്ക് എങ്ങനെ എഴുതാം? റൂട്ട് 4 × 4 എന്ന് എഴുതാം. ഓക്കെ, 4 4 16 അല്ലേ? അപ്പോൾ റൂട്ടിന് പുറത്ത് വരുമ്പോൾ ഒരു 4 എടുക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് റൂട്ട് 16 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 ആണ് അവിടെ ആൻസർ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, അതായത് 4ൻ്റെ സ്ക്വയറാണ് 16. അപ്പോൾ 4 × 4. അപ്പോൾ ഒരു റൂട്ടിന് വെളിയിൽ വരുമ്പോൾ ഒരു പ്രാവശ്യം ഒരു നമ്പർ എടുത്താൽ മതി. അങ്ങനെ റൂട്ട് 16 4 ആണ്. അപ്പോൾ ആദ്യം ചെയ്തു നമ്മൾ 32 സ്ക്വയർ തന്നു, അതിൻ്റെ പകുതി എടുത്തിട്ട് അതിൻ്റെ വർഗ്ഗമൂലം റൂട്ട് കണ്ടു, റൂട്ട് കിട്ടി. അപ്പോൾ ഇതാണ് ഒരു സൈഡ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ സ്കെയിലെടുത്ത് എങ്ങനെയാണ് 4 സെൻറ്റിമീറ്റർ വരയ്ക്കുക. അപ്പോൾ ഇവിടെ ഒരു 0 തുടങ്ങി 4 വരെ വരയ്ക്കണം. 0 തുടങ്ങി 1 2 3 4 ഏകദേശം ഇവിടെ ആയിരിക്കും. ഇതാണ് 4 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ നമ്മൾ 0 ഇവിടെ വരെയുള്ള 4 സെൻറ്റിമീറ്റർ വരയ്ക്കുക. 4 സെൻറ്റിമീറ്റർ വരച്ചിട്ട് അതായത് 4 സെൻറ്റിമീറ്റർ സൈഡുള്ള ഒരു സ്ക്വയർ വരയ്ക്കുക. അപ്പോൾ സ്ക്വയർ വരയ്ക്കണമെങ്കിൽ നമുക്കറിയാം, ഇനി നമുക്ക് നേരെ വെച്ച് ഇങ്ങനെ 4 4 4 എന്ന് വരയ്ക്കാം. പക്ഷേ 4 4 എന്ന് അങ്ങനെ വരയ്ക്കുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിഞ്ഞ് മാറിയാലോ എന്തെങ്കിലും ഒരു കോണിൽ എന്തെങ്കിലും വ്യത്യാസം, ആംഗിളിൽ എന്തെങ്കിലും വ്യത്യാസം വരുമെന്ന് കൺഫ്യൂഷൻ ഉള്ളവർക്ക് എന്ത് ചെയ്യണം? നമുക്ക് നേരെ പ്രൊട്രാക്ടർ എടുക്കുക, അതിനകത്ത് പോയി ഈ ലൈനിൽ ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ അറ്റത്തുനിന്ന്, അതായത് നമ്മൾ വരച്ച ആ 4 സെൻറ്റിമീറ്ററിന് മുകളിൽ വെച്ചിട്ട് അതിൻ്റെ ഈ ഇങ്ങേ അറ്റത്ത് ഇവിടെ ഈ പ്രൊട്രാക്ടറിൻ്റെ പോയിൻ്റ് വരുന്ന ക്രമത്തിൽ വെച്ചിട്ട് ഇവിടെ 90 ഡിഗ്രിയിലൊരു മാർക്കിംഗ് കൊടുക്കുക. അതുപോലെ ഇങ്ങറ്റത്തുനിന്നും എത്രയാണ്? അതായത് നമ്മൾ ഈ പ്രൊട്രാക്ടറിൻ്റെ ഈ ലൈനും ഒപ്പത്തിനിരിക്കണം, ഒന്നിനൊന്നിന് മുകളിലായിട്ടിരിക്കണം, മാറ്റം വരാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് 90 ഡിഗ്രി ഇവിടെയും ഒരു പോയിൻ്റ് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഈ പോയിൻറ്റിനെയും ബന്ധിപ്പിച്ചിട്ട് നമുക്കൊരു ലൈൻ അങ്ങ് തിന്നായിട്ട് കട്ടി കുറഞ്ഞ രീതിയിൽ നേരിയ രീതിയിൽ വരച്ചു കൊടുക്കുക. അതുപോലെ ഇവിടെയും ഈ പോയിൻറ്റിനെയും ഈ 90 ഡിഗ്രി നമ്മൾ മാർക്ക് ചെയ്ത പോയിൻറ്റിനെയും തമ്മിൽ യോജിപ്പിച്ച് വെച്ചിട്ട് ഒരു ലൈൻ വരയ്ക്കുക. ഓക്കെ, ഇനി എന്താ വേണ്ടത്? നമുക്ക് 4 സെൻറ്റിമീറ്ററാണ് വേണ്ടത് അല്ലേ? ഇനി സ്കെയിലെടുത്തിട്ട് എത്രയോ 1 2 3 4 4 ഇവിടെ വരും. ഓക്കെ, 4 സെൻറ്റിമീറ്റർ ഇങ്ങനെ മാർക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് നമുക്കിവിടെ 4 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇനി ഇവിടെ വരും. ഓക്കെ, 4 സെൻറ്റിമീറ്റർ. ഇനി ഇവയെ തമ്മിൽ അങ്ങ് യോജിപ്പിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതാണ് നമ്മുടെ, എന്നിട്ട് ബാക്കിയുള്ള ഭാഗം അങ്ങ് റബ്ബ് ചെയ്ത് കളഞ്ഞാൽ മതി. ഓക്കെ, ഈ ബാക്കി വന്നിരിക്കുന്ന ആ സാധനം നിങ്ങൾ മാച്ച് കളഞ്ഞാൽ മതി. അപ്പോൾ ഇത് 4 സെൻറ്റിമീറ്ററുള്ള സൈഡ് കിട്ടി. ഇതിൻ്റെ ഏരിയ ആണ് 16 സ്ക്വയർ സെൻറ്റിമീറ്റർ. അപ്പോൾ എത്രയാണ്? 16 സ്ക്വയർ സെൻറ്റിമീറ്റർ കിട്ടി. നമുക്ക് 16 സ്ക്വയർ സെൻറ്റിമീറ്റർ അല്ല വേണ്ടത്, നമുക്ക് 32 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് വേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇനി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഈ കിട്ടുന്ന ഈ സ്ക്വയറിൻ്റെ ഡയഗണലിൻ്റെ ലെങ്താണ് അടുത്ത ഈ 32 സ്ക്വയർ സെൻറ്റിമീറ്ററിലെ സ്ക്വയറിൻ്റെ ആ ഏരിയ ഉള്ള സ്ക്വയറിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? നേരെ പോവുക, കോമ്പസ് എടുത്തിട്ട് ഈ അറ്റത്തുനിന്ന് ഏതെങ്കിലും ഡയഗണൽ, ഒന്നിൽ ഇവിടെ നിന്നാണെങ്കിൽ ഇവിടെ അല്ലെങ്കിൽ ഇവിടെ, അപ്പോൾ ഈ അറ്റത്തുനിന്ന് നമ്മൾ ഈ ഡയഗണലിൻ്റെ ലെങ്ത് നോക്കുക. ഇതാണ് ഡയഗണൽ അല്ലേ? ഈ കോർണറിൽ നിന്ന് അതിൻ്റെ ഓപ്പോസിറ്റ് കോർണർ ആ ലെങ്ത്തിലോട്ട് നമ്മൾ കോമ്പസ് അഡ്ജസ്റ്റ് ചെയ്യുക. എന്നിട്ട് അവിടെ നിന്ന് നമ്മളൊരു സർക്കിൾ അങ്ങ് വരയ്ക്കുക. ഓക്കെ, ഒരു സർക്കിൾ ഫുൾ വരയ്ക്കണ്ട, ഒരു പകുതി ഒരു സർക്കിളിൻ്റെ ഫോമിലുള്ളത് വരയ്ക്കുക. എന്നിട്ട് ഈ ആർക്ക് മുട്ടിയ ആ ഭാഗങ്ങളൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. ഇവിടെ നിന്ന് ഇവിടെ അല്ല, ഈ സർക്കിളിൻ്റെ ഈ ഭാഗത്ത് വന്ന് മുട്ടി. ഇവിടെ എന്ത് ചെയ്യും? ഇവിടെ നിന്ന് ഈ സർക്കിളിൻ്റെ ഈ ഭാഗത്ത് മുട്ടുന്നത് ഇവിടെയാണ് വന്നത് ജോയിൻ ചെയ്ത് മുട്ടിയത്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും അങ്ങ് വരച്ചു കൊടുക്കുക. ഇനി നമുക്ക് എന്താണ്, ഇനി 2 സൈഡ് കൂടെ വേണം അല്ലേ സ്ക്വയറിന്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ കോമ്പസ് എടുത്ത് ഇത്രയും തന്നെ നമുക്ക് വേണ്ടത്, ഈ സെയിം തന്നെ ആയിരിക്കും. അത് ഇവിടെ നിന്ന് ഈ സർക്കിളിൻ്റെ ഇവിടെ മുട്ടിയ ഭാഗത്തുനിന്നും പോയിൻ്റ് ചെയ്ത് ഇൻ്റർസെക്റ്റ് ചെയ്ത് ആ ഭാഗത്തുനിന്ന് ഇവിടെ നിന്ന് ആർക്ക് വരച്ചു കൊടുക്കുക. അതുപോലെ ഈ സൈഡിൽ നിന്ന് ഈ സർക്കിളുമായി ജോയിൻ ചെയ്ത് മീറ്റ് ചെയ്ത ആ ഭാഗത്തുനിന്ന് ഇവിടെ നിന്ന് ഒന്നും അങ്ങ് വരച്ചു കൊടുക്കുക, ഒരു ആർക്ക് വരയ്ക്കുക. അപ്പോൾ ഇവ തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യും, കൂട്ടിമുട്ടുന്ന ഒരു പോയിൻ്റ് കാണത്തില്ലേ? അപ്പോൾ ആ പോയിൻറ്റിനെ ഈ എൻഡുമായിട്ട് അങ്ങ് യോജിപ്പിച്ച് കൊടുത്താൽ മതി. ഓക്കെ, ഇവിടെയും യോജിപ്പിച്ചു, അടുത്ത് അതുപോലെ ഇവിടെ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ
32 സ്ക്വയർ സെൻറ്റിമീറ്റർ ഏരിയ ഉള്ള സ്ക്വയർ. ഓക്കെ, ഇവിടെ ഞാൻ കുറച്ച് വരച്ചപ്പോൾ തെറ്റിപ്പോയി, നിങ്ങളതൊന്ന് നോക്കി വരച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ ചെയ്യേണ്ടത്, ഒന്നും നിങ്ങളെ ടെൻഷൻ അടിക്കേണ്ട. ആദ്യം തരുന്ന ഏരിയയുടെ പകുതി എടുക്കുക, അതിൻ്റെ റൂട്ട് കണ്ടുപിടിക്കുക, റൂട്ട് എത്രയെന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് സൈഡ് കിട്ടും. ആ സൈഡ് വെച്ച് നമ്മൾ എന്താണ് ഒരു സ്ക്വയർ വരയ്ക്കുക. ആ സ്ക്വയറിൻ്റെ ഡയഗണൽ എന്ന് പറയുമ്പോൾ എന്താ ഇത്രയും ഭാഗം, ഈ ലെങ്ത് എടുത്ത് ഈ ലെങ്ത്തിൽ വെച്ച് ഒരു ആർക്ക് ഇങ്ങനെ വരച്ചു കൊടുക്കുക. എന്നിട്ട് അവ തമ്മിൽ ഈ ചെറിയ സ്ക്വയറിൻ്റെ അറ്റത്തു നിന്ന് ഈ ആർക്കിലോട്ട് മീറ്റ് ചെയ്യുന്ന പോയിൻറ്റ്സ് അതിനെ ഒന്ന് വലിച്ചു നീട്ടി ആർക്കിൽ മീറ്റ് ചെയ്യുന്ന ഒരു പോയിൻറ്റിലോട്ട് എത്തിക്കുക. ഇവിടെയും അതുപോലെ ചെയ്യുക. എന്നിട്ട് ഈ ലെങ്ത്ത് തന്നെ കോമ്പസ് വെച്ച് 2 ആർക്ക് വെച്ച് ഇവിടെ നിന്ന് വരച്ച് ആർക്ക് വെച്ച് മീറ്റ് ചെയ്യുന്ന ഭാഗം തമ്മിൽ കൂട്ടിമുട്ടിക്കുക. അപ്പോൾ ഇത്രയും നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആൻസറായി. ഓക്കെ, ഇനി അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് 50 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ്. 50 സ്ക്വയർ സെൻറ്റിമീറ്റർ. അപ്പോൾ 50 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ അതും വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ ഹാഫ് എടുക്കുക. അപ്പോൾ ഹാഫ് ഓഫ് 50 സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞിട്ട് ഹാഫ് ഓഫ് 50 സ്ക്വയർ സെൻറ്റിമീറ്റർ എത്രയാണ്, 50 ഡിവൈഡ് ബൈ 2. നമുക്ക് ഡിവൈഡ് ചെയ്യുന്നതിനെക്കാട്ടിലും എളുപ്പത്തിൽ വെട്ടി ചെയ്യാൻ അറിഞ്ഞുള്ളതൊരു ശ്രദ്ധിച്ചാൽ മതി, മനസ്സിലാവും. ഇവിടെ നോക്കുക, മുകളിലും താഴെയും അവസാനത്തെ നമ്പേഴ്സ് എന്താണ്, ഡിജിറ്റ് ഇരട്ട സംഖ്യകളാണ് അല്ലേ, ഈവൻ നമ്പേഴ്സാണ്. അപ്പോൾ നമുക്കിവിടെ 2ൻ്റെ ടേബിൾ പറയാം. 2ൻ്റെ ടേബിൾ എത്ര പ്രാവശ്യം പറയുമ്പോഴാണ് 2 കിട്ടുന്നത്, ഒരു പ്രാവശ്യം. ഓക്കെ, ഇവിടെയാണെങ്കിൽ 2ൻ്റെ ടേബിൾ എത്ര പ്രാവശ്യം പറയുമ്പോഴാണ് 50 കിട്ടുന്നത്. അങ്ങനെ ഒരുമിച്ച് നോക്കാൻ അറിയാത്തവർ ഓരോ ഡിജിറ്റായിട്ട് നോക്കണം. ആദ്യം 5. 2ൻ്റെ ടേബിൾ എത്ര പ്രാവശ്യം പറയുമ്പോഴാണ് 5 കിട്ടുന്നത്, 1 2 2 2 2 4 3 2 6 5 ഉണ്ടോ, ഇല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, 1 2 2 2 2 4 4 എന്ന് പറഞ്ഞാൽ അവിടെ അങ്ങ് സ്റ്റോപ്പ് ചെയ്യുക. അപ്പോൾ 2 പ്രാവശ്യം പറഞ്ഞപ്പോൾ 5നെ വെട്ടുക, 2 പ്രാവശ്യം 1 2 2 2 2 4 2 പ്രാവശ്യം പറഞ്ഞപ്പോൾ 4 കിട്ടിയത്. അപ്പോൾ എന്ത് ചെയ്യണം, എന്നിട്ട് എന്ത് ചെയ്യണം, 5ൽ നിന്ന് എന്താണ് ആ 4 അങ്ങ് കുറയ്ക്കണം. നമുക്ക് കിട്ടിയ 5 മൈനസ് 4. അപ്പോൾ 5 4 പോയി എത്ര, 1. ആ 1നെ ഇവിടെ എഴുതുക. എന്നിട്ട് ഇതിനെ രണ്ടും കൂടെ ഒരുമിച്ച് ചേർത്ത് വായിക്കുക. അപ്പോൾ എങ്ങനെ വായിക്കും, 1ഉം 0ഉം 10 എന്ന് വായിക്കുക. അപ്പോൾ 10 ആയി. ഇനി ഇതിനെ വീണ്ടും 2ൻ്റെ ടേബിൾ എത്ര പ്രാവശ്യം പറയുമ്പോഴാണ് 10 കിട്ടുന്നത് നോക്കുക. 2ൻ്റെ ടേബിൾ എത്ര പ്രാവശ്യം പറയുമ്പോഴാണ് 10 കിട്ടുന്നത്, 1 2 2 2 2 4 3 2 6 4 2 5 2 10. അപ്പോൾ ഇതിനെ വെട്ടിച്ച് 5 2 10. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 25. അല്ലെങ്കിൽ നമുക്ക് ഒറ്റയടിക്ക് അറിയാം 50 ഡിവൈഡ് ബൈ 2 എത്രയാണ്, 25 ആണെന്ന് നമുക്കറിയാം. ഓക്കെ, ഇനി വെട്ടി ചെയ്യാൻ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എത്രയാണ്, ഹാഫ് ഓഫ് 50 സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് വെച്ചാൽ 25 സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഇനി എന്ത് ചെയ്യും, അതിൻ്റെ റൂട്ട് എടുക്കും അല്ലേ. അപ്പോൾ നമുക്കിനി സൈഡ് കണ്ടുപിടിക്കണം. അതിൻ്റെ സൈഡ് കണ്ടുപിടിക്കാൻ റൂട്ട് എടുക്കണം. റൂട്ട് 25 എന്ന് പറഞ്ഞാൽ ഏതാണ് റൂട്ട് 25, 5 × 5 ആണ് 25 അല്ലേ. അപ്പോൾ 5ൻ്റെ റൂട്ടാണ് 5ൻ്റെ സ്ക്വയർ അല്ലേ, 5 സ്ക്വയർ, 5 × 5. അപ്പോൾ റൂട്ട് 25 എന്ന് പറഞ്ഞാൽ എത്ര ആൻസർ, 5 ആണ് അവിടെ കിട്ടുന്നത്. അതായത് 5 സെൻറ്റിമീറ്റർ ആണ് സൈഡ്. അപ്പോൾ നമ്മൾ വീണ്ടും സ്കെയിൽ എടുക്കുക, എന്ത് ചെയ്യണം, 5 സെൻറ്റിമീറ്റർ വരയ്ക്കണം. ഓക്കെ, അപ്പോൾ എവിടെ വരയ്ക്കാം, ഇതാ ഇവിടെ തന്നെ നമുക്ക് നേരത്തെ വരച്ച പോലെ വരയ്ക്കാം. 1 2 3 4 5 1 2 3 4 5. ഓക്കെ, 5 എന്ന് പറയുമ്പോൾ ഏകദേശം ഇവിടെ വരും. ഓക്കെ, ഇനി ഇവിടെയും വന്നു ഈ 0യിൽ നിന്ന് ഇതിനെ തമ്മിൽ യോജിപ്പിക്കുക. ഓക്കെ 5 സെൻറ്റിമീറ്റർ കിട്ടും. ഇനി എന്ത് ചെയ്യണം, നേരത്തെ പറഞ്ഞതുപോലെ എന്ത് ചെയ്യണം, നമുക്ക് സ്ക്വയർ 5 സെൻറ്റിമീറ്റർ സ്ക്വയർ വരയ്ക്കണം. പ്രൊട്രാക്ടർ എടുക്കുക, അതിൻ്റെ പുറത്ത് വെച്ച് 90 ഡിഗ്രിയിൽ ഇവിടെ മാർക്ക് ചെയ്യുക. അതുപോലെ ഇവിടെ നിന്നും എത്രയാണ്, പ്രൊട്രാക്ടർ ഇതിൻ്റെ പുറത്ത് വെച്ച് ഇങ്ങ് അറ്റത്തുനിന്ന് ഇവിടെയും 90 ഡിഗ്രി മാർക്ക് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നമുക്ക് എത്രയാണ് വേണ്ടത്, നമുക്ക് 5 ആണ് വേണ്ടത്. അപ്പോൾ ഇതിന് ജസ്റ്റ് ഒന്ന് എന്താണ്, നമുക്ക് ഇവ തമ്മിൽ വെച്ചിട്ട് ആദ്യം നൈസായിട്ട് ഇവ തമ്മിൽ അങ്ങ് ചേർത്തൊരു വര അങ്ങ് വരച്ചു കൊടുക്കുക. ഓക്കെ, നീട്ടി അങ്ങ് വരയ്ക്കുക. ബാക്കി വന്നത് റബ്ബ് ചെയ്ത് കളഞ്ഞാൽ മതി. അതുപോലെ ഇവിടെയും ഇത് തമ്മിൽ അങ്ങ് നീട്ടി വരയ്ക്കുക. നമുക്ക് എത്രയാണ് വേണ്ടത്, 5 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇങ്ങനെ നോക്കും, 1 2 3 4 5. അപ്പോൾ ഇവിടെ 5. ഈ സ്കെയിൽ ഇച്ചിരി മാർക്കിംഗ് ഒക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് നിങ്ങളുടെ നല്ല സ്കെയിലൊക്കെ വെച്ചങ്ങ് വരയ്ക്കുക. അപ്പോൾ ഇവിടെയും പിന്നെ ഇവിടെ വരും 1 2 3 4 5 ഇവിടെയായിട്ട് കിട്ടും. ഇനി ഇവ തമ്മിൽ യോജിപ്പിച്ച് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ സ്ക്വയർ. ബാക്കിയുള്ള ഭാഗങ്ങൾ എന്ത് ചെയ്താൽ മതി, റബ്ബ് ചെയ്താൽ മതി. ഇനി അടുത്ത പ്രൊസീജിയർ എന്താ, ഈ കോർണറോട് കോർണർ. അപ്പോൾ ഇവിടെയും നേരത്തെ വരച്ചിട്ടുണ്ടായിരുന്നു ഈ ഓപ്പോസിറ്റ് കോർണേഴ്സ്. അപ്പോൾ ഇതാണ് 5 സെൻറ്റിമീറ്ററിൻ്റെ. അപ്പോൾ ഇവിടുത്തെ ഏരിയ നമുക്ക് എങ്ങനെ എഴുതാം, 5 സെൻറ്റിമീറ്റർ 25 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, ആ ഏരിയ ആണ്. അപ്പോൾ നമുക്ക് 50 ആണ് വേണ്ടതെങ്കിൽ എന്ത് ചെയ്യണം, 50 വേണമെങ്കിൽ നമ്മൾ ഈ അറ്റത്തുനിന്ന് ഇവിടെ എടുക്കുക.
എന്താണ്, എന്നിട്ട് കോമ്പസ് വെച്ചതിനെ മാർക്ക് ചെയ്യാം. എന്താണ്, കോമ്പസ് വെച്ചിട്ട് നമുക്കൊരു സർക്കിളിൻ്റെ ഒരു ഹാഫ് പോർഷൻ വരെ വരയ്ക്കുക. വരച്ചിട്ട് ഇതിനെ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചാൽ മതി. ഓക്കെ, ഈ സർക്കിളിൻ്റെ അതിൽ ഈ സ്ക്വയറിൻ്റെ ഈ സൈഡിൽ നിന്ന് ഈ സർക്കിളിൽ വന്ന് മീറ്റ് ചെയ്യുന്ന ആ പോയിൻറ്റും അതുപോലെ ഇവിടെ സർക്കിളിൽ വന്ന് മീറ്റ് ചെയ്യുന്ന ഈ പോയിൻറ്റ് ഇതിനെ തമ്മിൽ യോജിപ്പിക്കുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്താൽ മതി, ഇനി അടുത്ത പോയിൻറ്റ് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി, കോമ്പസ് എടുത്ത് ഈ സെയിം പോയിൻറ്റിന് ഇവിടുന്ന് ഒരു ആർക്ക് കട്ട് ചെയ്യുക, അതുപോലെ ഈ ഭാഗത്തുനിന്നും കട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ടും കൂടെ മീറ്റ് ചെയ്ത ആ പോയിൻറ്റിൽ നമ്മൾ കൊണ്ടുപോവുക, പോയിൻറ്റ്സിനെ തമ്മിൽ കൂട്ടിമുട്ടിക്കുക, ഇങ്ങറ്റത്തുനിന്ന് അതിനെ മീറ്റ് ചെയ്യിപ്പിക്കുക, അതുപോലെ ഇവിടുന്ന് ഇതിനെയും മീറ്റ് ചെയ്യിക്കുക. ഓക്കെ, അപ്പോൾ ഈ കിട്ടിയതാണ് നമ്മുടെ 50 സ്ക്വയർ സെൻറ്റിമീറ്റർ ഏരിയ ഉള്ള സ്ക്വയർ. ഓക്കെ, അപ്പം ഞാൻ വരയ്ക്കുന്നതിൽ ചിലപ്പം എന്താ കറക്റ്റ് ആക്യുറേറ്റ് അളവ് വന്നില്ലെങ്കിൽ നിങ്ങൾ എടുക്കുമ്പോൾ കറക്റ്റായിട്ട് തന്നെ അളവ് കറക്റ്റായിട്ട് എടുത്ത് വരയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇനി അടുത്ത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എത്രയാണ്? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് 12.5 സ്ക്വയർ സെൻറ്റിമീറ്ററിലുള്ള ഏരിയയുള്ള 12.5 സ്ക്വയർ സെൻറ്റിമീറ്റർ ഏരിയയുള്ള ഒരു സ്ക്വയർ നമുക്ക് വരയ്ക്കണം. അപ്പോൾ അതും ആദ്യം എന്ത് ചെയ്യണം, ഇതിൻ്റെ ഹാഫ് എടുക്കണം. ഹാഫ് ഓഫ് 12.5 സ്ക്വയർ സെൻറ്റിമീറ്റർ എടുക്കുക. അതെന്ന് പറഞ്ഞാൽ എത്രയാണ്? 12.5 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് 12.5. അപ്പോൾ 12.5 ഡിവൈഡ് ബൈ 2 എന്ന് വെച്ചാൽ പോയിൻറ്റ് സംഖ്യ വന്നാൽ ഡിവൈഡ് ചെയ്തെന്ന് എങ്ങനെയാണെന്ന് പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാണ്? 12.5 ഡിവൈഡ് ബൈ 2 മുകളിലും താഴെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും? നേരത്തെ ക്ലാസ്സിലൊക്കെ പഠിച്ചതാണ്. പോയിൻറ്റിന് ശേഷം ഒരു ഡിജിറ്റ് ആയതുകൊണ്ട് നമുക്ക് എത്ര എഴുതാം? 10 അല്ലേ? പോയിൻറ്റിന് ശേഷം 2 ഡിജിറ്റ് ആയിരുന്നെങ്കിൽ 100, പോയിൻറ്റിന് ശേഷം 3 ഡിജിറ്റ് ആയിരുന്നെങ്കിൽ 1000. അപ്പോൾ ഇവിടെ പോയിൻറ്റിന് ശേഷം ഒരു ഡിജിറ്റ് ആയതുകൊണ്ട് മുകളിലും താഴെ നമുക്ക് 10 കൊണ്ട് എന്താണ് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ഇൻറ്റു 10 ഡിവൈഡ് ബൈ 10 എന്ന് എഴുതും. അപ്പോൾ പോയിൻറ്റ് മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതെന്ത് ചെയ്യും? 12.5 ഇൻറ്റു 10 എന്താവും? പോയിൻറ്റ് ഇല്ലാതെ എഴുതുക ഈ സംഖ്യ. അപ്പോൾ 125 എന്ന് എഴുതാം. 2 ഇൻറ്റു 10 എന്തായി മാറും? 20 ആയിട്ട് മാറും. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? അത് നമുക്ക് 125 ഡിവൈഡ് ബൈ 20 ചെയ്യാം. ഓക്കെ, അപ്പോൾ എങ്ങനെ ചെയ്യാം? വെട്ടി ചെയ്യുന്നവർക്ക് വെട്ടി ചെയ്യാം, അല്ലാത്തവർക്ക് എന്ത് ചെയ്യാം? അത് ഡിവൈഡ് ചെയ്യാം. 125 ഡിവൈഡ് ബൈ 20 എന്ന് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് 125 ഡിവൈഡ് ബൈ 20 ചെയ്യാം. അപ്പോൾ 125 ഡിവൈഡ് ബൈ 20 ഇൻറ്റു എത്ര ചെയ്യുമ്പോഴാണ് 100 കിട്ടുന്നത്? 20 ഇൻറ്റു 5 ചെയ്ത് നോക്കാം. 0 5 2 10 100 കിട്ടി. അപ്പോൾ 20 ഇൻറ്റു 6 ചെയ്ത് നോക്കി. 0 6 2 12 120 കിട്ടും അല്ലേ? അപ്പോൾ 20 ഇൻറ്റു 7 ചെയ്യുമ്പോഴോ 0 1 2 14 140. അപ്പോൾ 140 നമുക്ക് വേണ്ട, നമുക്ക് ഇവിടെ ഇല്ല, 125 ഉള്ളൂ. അപ്പോൾ 20 ഇൻറ്റു 6, അപ്പോൾ 620 120 എന്ന് എഴുതാം. ബാക്കി എന്ത് ചെയ്യും? 5 എന്ന് കിട്ടും. 5 മൈനസ് 0 5 എന്ന് കിട്ടും. ബാക്കി 0 എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇവിടെ 5 പോകത്തില്ല, നമ്മൾ എന്ത് ചെയ്യും? ഒരു പോയിൻ്റ് ഇടും, എന്നിട്ടൊരു 0 ഇറക്കും. അപ്പോൾ 50. 50 എത്ര പ്രാവശ്യമാണ് 20 കൊണ്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത്? 20 ഇൻറ്റു 2 ചെയ്യുമ്പോഴത്തേക്ക് 0 2 2 4 40 ആണ് കിട്ടുക. അപ്പോൾ 20 ഇൻറ്റു 3 ചെയ്ത് നോക്ക്. 0 3 2 6 60. 60 ഉണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് എന്താണ് 20 ഇൻറ്റു 2 ഇൻറ്റു 20 എത്രയാ? 40 എന്ന് എഴുതാം. 0 5 4 1. വീണ്ടും 10 ആണ്. 10 20യുടെ ടേബിൾ പറയുമ്പോൾ 10 കിട്ടത്തില്ല, നമുക്ക് വീണ്ടും ഒരു 0 ഇറക്കാം. അപ്പോൾ എത്രയാണ്? 100 കിട്ടും. 100 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 20 ഇൻറ്റു 5 ചെയ്യുമ്പോൾ 100 കിട്ടും. അപ്പോൾ 5 20 100 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടും? 6.25 സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അപ്പോൾ 6.25 സ്ക്വയർ സെൻറ്റിമീറ്ററുള്ള ഒരു ചെറിയ ഏരിയയുള്ള ഒരു ചെറിയ സ്ക്വയർ വരയ്ക്കണം. എന്നിട്ട് അതിൻ്റെ ഡയഗണൽ എടുത്ത് നമുക്ക് വലിയ സ്ക്വയർ വരയ്ക്കുമ്പോൾ അത് കിട്ടുന്നതായിരിക്കും 12.5. നേരത്തെ പറഞ്ഞ പോലെ രീതിയിൽ വരയ്ക്കുമ്പോൾ 12.5 സ്ക്വയർ സെൻറ്റിമീറ്ററിലുള്ള ഏരിയ ഉള്ള ഒരു സ്ക്വയർ കിട്ടും. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇനി എന്താ, ഇത് ഹാഫ് കിട്ടിയതേ ഉള്ളൂ. ഇനി നമുക്ക് ആ ചെറിയ സ്ക്വയർ വരയ്ക്കണമെങ്കിൽ സൈഡ് വേണം. അപ്പോൾ സൈഡ് കണ്ടുപിടിക്കണ്ടേ? അപ്പോൾ സൈഡ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുക? സൈഡ് ഇസിക്വൽ ടു റൂട്ട് എടുക്കണം നമുക്കിവിടെ. റൂട്ട് ഓഫ് 6.25. ഓക്കെ, ഇത് നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ പഠിച്ചതാണ്. 6.25 എത്രയാണ്? നമ്മൾ നേരത്തെ പഠിച്ചതാണ്. നമുക്ക് നോക്കാം. എന്താ? 625. 625 ഏതാണ്? 25 ഇൻറ്റു 25 ആണ് അല്ലേ? 25 ഇൻറ്റു 25 അല്ലേ? 5 5 25. 5 2 ശിഷ്ടം 5 2 10 12. 5 2 10 0 1 ശിഷ്ടം 2 2 4 1 5 അല്ലേ? 5 2 5 1 6 625 കിട്ടുന്നത്. അപ്പോൾ 625 എന്ന് വെച്ചാൽ 25 ഇൻറ്റു 25 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് 6.25 എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം നമുക്കപ്പോൾ? നമ്മൾ നേരത്തെ മുമ്പത്തെ ചാപ്റ്ററിലൊക്കെ പഠിച്ചതാണ്. അപ്പോൾ ഇവിടെ എന്താണ്? പോയിൻറ്റിന് ശേഷം 2 ഡിജിറ്റ് ആയതുകൊണ്ട് ഈ 25 ഇൻറ്റു 25 നമുക്ക് എങ്ങനെ എഴുതാം? 2.5 ഇൻറ്റു 2.5 എന്ന് എഴുതാം അല്ലേ? അപ്പോൾ എങ്ങനെ എഴുതും? പോയിൻറ്റിന് ഇവ തമ്മിൽ ഗുണിച്ചാൽ 625 നിന്ന് കിട്ടും. അതിനെ
പോയിൻറ്റിന് ശേഷം ഒരു ഡിജിറ്റ് 2 ഡിജിറ്റ്, അപ്പോൾ 2 ഡിജിറ്റ് സ്ഥാനം മാറ്റിയാൽ നമുക്ക് 6.25 എന്ന് കിട്ടും. ഇത് നമ്മൾ നേരത്തെ പഠിച്ചതാണ്, ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, √6.25 എന്ന് വെച്ചാൽ എത്ര ആൻസർ? 2.5 സെൻറ്റിമീറ്റർ ആണ്. എത്രയാണ്? 2.5 സെൻറ്റിമീറ്റർ. ഇത് നമ്മൾ തൊട്ട് മുമ്പിലുള്ള ക്വസ്റ്റ്യൻ പഠിച്ചായിരുന്നു, അതിൽ ഞാൻ നന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളതൊന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ അതെടുത്ത് നോക്കിയാൽ മതി. ഓക്കെ, ഇത് നമ്മൾ എന്ത് ചെയ്യണം, സ്കെയിൽ എടുക്കുക, 6.25 വരയ്ക്കാം. ഓക്കെ, 6.25 അല്ല 2.5 കിട്ടണം. അപ്പോൾ നമുക്ക് സ്കെയിൽ എടുക്കുക, 2.5, ഇതാ 1 2 കഴിഞ്ഞ് 2.5 എന്ന് പറയുമ്പോൾ ഇവിടെ ആയിട്ട് വരും. ഓക്കെ, ഇവിടെയും ഇതാ ഇവിടെയും മാർക്ക് ചെയ്തിട്ട് ഇവയെ തമ്മിൽ വരയ്ക്കുക. അപ്പോൾ നമുക്കിത് 2.5 സെൻറ്റിമീറ്റർ കിട്ടി. ഇനി എന്ത് ചെയ്യും, 2.5 സെൻറ്റിമീറ്റർ കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും നേരത്തെ ചെയ്ത പോലെ 90 ഡിഗ്രി വെച്ചിട്ട് നമുക്ക് ഈ 2.5 സെൻറ്റിമീറ്റർ ഉള്ള ഒരു സ്ക്വയർ വരയ്ക്കണം. അപ്പോൾ നമുക്ക് കണക്കുകളൊക്കെ കൃത്യമായിട്ട് കിട്ടാൻ, അല്ലെങ്കിൽ ആംഗിൾ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ 90 ഡിഗ്രിയൊക്കെ എടുത്ത് അങ്ങനെ ഒരു പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് 90 ഡിഗ്രിയൊക്കെ എടുത്ത് അടയാളപ്പെടുത്തി അങ്ങനെ വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇതിന് നിങ്ങൾ നീട്ടി വരച്ചിട്ട് 2.5 എടുക്കുക. ഞാൻ ഇവിടെ നിന്ന് ഇതിലിങ്ങനെ തമ്മിൽ ബന്ധിപ്പിച്ച് യോജിപ്പിച്ച് വെച്ചിട്ട് ഒരു 10 മുതൽ ഇതാ ഇവിടെ വരുമ്പോൾ 9 വരുമ്പോൾ 1 2 അടുത്ത് 2.5 എടുക്കുക. ഓക്കെ, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് സ്കെയിലൊക്കെ വെച്ച് അതിന് നീട്ടി വരച്ചു അങ്ങനെയൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതാ ഈ 2 പോയിൻറ്റുകളെ യോജിപ്പിച്ച് വെച്ചിട്ട് ഈ 12 ഇവിടെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇവ തമ്മിൽ യോജിപ്പിച്ചിട്ട് 12 മുതൽ 11 വരെ വരുമ്പോൾ ഒരു യൂണിറ്റ് അല്ലേ, അടുത്ത് 10 വരെ വരുമ്പോൾ 2 യൂണിറ്റ്, അടുത്ത് ഈ 0.5 വരെ വരുമ്പോൾ 2.5 ആവും. ഓക്കെ, അപ്പം ഞാൻ അത്രയും മാത്രമേ വരയ്ക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു 2.5 ആയി. പക്ഷേ ഇത് തമ്മിൽ ഒരേ രേഖയിൽ വെച്ച് ബന്ധിപ്പിച്ചിട്ടാണ് ഞാൻ വരയ്ക്കുന്നത്. ഓക്കെ, ഇല്ലയെന്നുള്ളവർക്ക്, നിങ്ങൾക്കിത് ഞാൻ ഈസി ആക്കാൻ വേണ്ടി വരച്ചത്, ഇല്ലയെന്നുള്ളവർക്ക് നേരെ നീട്ടി അങ്ങ് വരച്ചിട്ട് സ്കെയിലെടുത്ത് 2.5 ഇങ്ങനെ അളന്നങ്ങ് വരച്ചാൽ മതി. ഓക്കെ, ആ കിട്ടിയ ലൈനിൽ 2.5 മാർക്ക് ചെയ്താൽ മതി. ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം, ഇതാ ഈ 2 ലൈനും തമ്മിൽ യോജിപ്പിക്കുക. ഇവിടെ ഞാൻ 11 വെച്ചിട്ടുണ്ട്, കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ 11 എന്ന് പറഞ്ഞ പോയിൻ്റ് മുതൽ ഇവിടെ നമുക്ക് എത്രയാണ് വേണ്ട, 2.5. അപ്പോൾ 11 മുതൽ 10 വരെ ആകുമ്പോൾ 1 യൂണിറ്റായി അല്ലേ, 1 യൂണിറ്റ്. അടുത്ത് 9 വരെ ആകുമ്പോൾ 2 യൂണിറ്റ്, അടുത്ത് 9 കഴിഞ്ഞ് അടുത്ത് ഒരു 5 ആകുമ്പോൾ 2.5. അപ്പോൾ എന്താ 2.5 ഇവിടെ ആയിട്ട് വരും. അത് ഇതിനെ തമ്മിൽ യോജിപ്പിച്ച് വെച്ചിട്ടാണ്. ഓക്കെ, എന്നിട്ട് ഞാനിങ്ങനെ വരച്ചു. ഇതാണ് നമുക്ക് കിട്ടിയ സ്ക്വയർ. ഓക്കെ, ഇനി എന്താ ചെയ്യുന്നത്, ഇതിൻ്റെ ഡയഗണൽ എടുക്കും നേരത്തെ ചെയ്ത പോലെ. അപ്പോൾ ഇത് നമുക്ക് കിട്ടിയത് എത്രയാണ്, 6.25 സ്ക്വയർ സെൻറ്റിമീറ്റർ ഏരിയ ഉള്ള ഒരു സ്ക്വയറാണ് കിട്ടിയത്. ഇനി നമ്മൾ ഇതിൻ്റെ ഡയഗണൽ എടുക്കും. ഡയഗണൽ കോമ്പസിൽ അളന്നിട്ട് ഓക്കെ അവിടെ നിന്ന് എന്ത് ചെയ്യും, ആർക്ക് വരയ്ക്കും, ഒരു സർക്കിളിൻ്റെ കുറച്ച് ഭാഗം വരച്ചു. ഓക്കെ, ഇനി എന്ത് ചെയ്തു, നേരത്തെയൊക്കെ ചെയ്ത പോലെ ഇവയെ തമ്മിൽ യോജിപ്പിച്ച് വരച്ചു. ഓക്കെ, ഈ സ്ക്വയറിൻ്റെ ഈ സൈഡിനെ കുറച്ചുകൂടെ ആ സർക്കിളിൻ്റെ അവിടെ വന്ന് മുട്ടുന്ന രീതിയിൽ വരച്ചു. അതുപോലെ ഇവിടെയും ഇതിന് നേരെ വെച്ചിട്ട് ദാ ഇതുപോലെ ഈ സർക്കിളിൽ, ഞാനിപ്പോൾ വരച്ച സർക്കിളിൻ്റെ ആ ഒരു ഭാഗത്ത് കൊണ്ട് മുട്ടിപ്പിച്ചു. ഓക്കെ, ഇനി അടുത്തത് വരയ്ക്കാൻ എന്ത് ചെയ്താൽ മതി, ഇത്രയും തന്നെ. നേരത്തെ നിങ്ങൾ കോമ്പസ് അളന്ന് അത് തന്നെ ആയിരിക്കും. ഇത്രയും എടുത്ത് ഇവിടെ നിന്ന് മാർക്ക് ചെയ്തു, അടുത്ത് അതുപോലെ ഇവിടെ നിന്ന് ഒന്ന് മാർക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇവ തമ്മിൽ കൂട്ടിമുട്ടുന്ന പോയിൻറ്റിനെ ഒന്ന് യോജിപ്പിച്ചു കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ എത്രയാ 12.5 സ്ക്വയർ സെൻറ്റിമീറ്റർ ഏരിയ ഉള്ള സ്ക്വയർ. ഓക്കെ, ഇനി അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ട് 24 1/2 സ്ക്വയർ സെൻറ്റിമീറ്റർ. അപ്പോൾ ഇതിന് നമ്മൾ എന്ത് ചെയ്യണം, മാറ്റണം. ഇതെങ്ങനെ മാറ്റാം, 24 1/2 എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം 24 + 1/2 എന്നാണ്. ഓക്കെ, അപ്പോൾ 24 പ്ലസ് എത്രയാ, 1/2 എന്ന് വെച്ചാൽ എത്രയാണ്, നമ്മൾ നേരത്തെ മുമ്പത്തെ പ്രോബ്ലംസിലൊക്കെ നോക്കിയാൽ മതി, അവിടെ പഠിച്ചു. 1/2 എന്ന് വെച്ചാൽ 0.5 ആണ്. അപ്പോൾ നമുക്ക് 24 1/2നെ നമുക്ക് 24.5 എന്ന് എഴുതാം. ഓക്കെ, 24.5 സ്ക്വയർ സെൻറ്റിമീറ്ററിന് മാറ്റി എഴുതാം നമുക്ക് എളുപ്പത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി എന്ത് ചെയ്യും, ഹാഫ് ഓഫ് 24.5 സ്ക്വയർ സെൻറ്റിമീറ്റർ എടുക്കും നേരത്തെ ചെയ്തത്. അപ്പോൾ 24.5 / 2 എന്ന് ചെയ്യും. അപ്പോൾ ഇവിടെയും പോയിൻ്റ് ഉണ്ട്, പോയിൻ്റ് മാറ്റിയാലും നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് പോയിൻറ്റിന് ശേഷം ഒരു ഡിജിറ്റ് ആയതുകൊണ്ട് മുകളിലും താഴെയും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇത് പോയിൻ്റ് ഇല്ലാതെ കിട്ടും. 245 / 20 എന്ന് കിട്ടും. ഇനി നമ്മൾ ഈ 245നെ ഡിവൈഡ് ചെയ്യണം. 245 / 20 ചെയ്യാം. അപ്പോൾ എത്ര കിട്ടും,
ഒരു 20 20 കിട്ടും അല്ലേ. ബാക്കി എത്ര ശിഷ്ടം കിട്ടും? 4 കിട്ടും, 5 കിട്ടും. അപ്പോൾ 1 20 20 2 20 40 എന്ന് കിട്ടും അല്ലേ. 40 കിട്ടി, ബാക്കി 5 ശിഷ്ടം വന്നു, ബാക്കിയില്ല. നമ്മൾ പോയിൻ്റ് ഇട്ട് 0 ഇറക്കി. ഓക്കെ, 0 ഇറക്കി. വീണ്ടും 2 20 40, വീണ്ടും എത്രയായും 1 ശിഷ്ടം കിട്ടും അല്ലേ. 5 4 പോയാൽ 1, 0 നിന്ന് 0 പോയാൽ 0, 5 4 പോയാൽ 1, അപ്പോൾ 10. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഒരു 0 താഴെ ഇറക്കും. അപ്പോൾ എത്രയാണ്? 5 20 100 പഠിച്ചു. 5 20 100 പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? ആൻസർ 12.25 സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് വരയ്ക്കേണ്ട ചെറിയ സ്ക്വയറിൻ്റെ ഏരിയ 12.25 സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. ഇനി അതിൻ്റെ നമുക്ക് ആ സ്ക്വയർ വരയ്ക്കണമെങ്കിൽ നമുക്ക് അതിൻ്റെ സൈഡ് അറിയണം. അപ്പോൾ സൈഡ് എങ്ങനെ കണ്ടുപിടിക്കും? സൈഡ് ഇസ് ഈക്വൽ ടു എത്രയാണ്? ഇതിൻ്റെ റൂട്ട് എടുത്താൽ മതി, 12.25. ഓക്കെ, അപ്പോൾ 12.25 എന്ന് വെച്ചാൽ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? 1225 റൂട്ട് കാണണം. 1225 നമ്മൾ നേരത്തെ ഞാൻ ക്വസ്റ്റ്യനിലൊക്കെ പറഞ്ഞു, അവസാനം 25 ആണെങ്കിൽ ഇത് 5 × 5, അപ്പോൾ 5-ൻ്റെയാണ് 25. ഓക്കെ, അപ്പോൾ അവസാനത്തെ കിട്ടി 5 ആണെന്ന്. അപ്പോൾ ഇനി നമ്മൾ 5 5 25, അപ്പോൾ 5 ആവില്ല. അത് കഴിഞ്ഞ് പിന്നെ 5 അവസാനിക്കുന്ന അടുത്ത സംഖ്യ ഏതാ? 15. 15-ൻ്റെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. 15-ൻ്റെ എന്തായാലും 1225 ആവില്ല. പിന്നെ 25 അടുത്ത് വരുന്ന 5 അവസാനിക്കുന്ന അടുത്ത ലെറ്റർ ഏതാ? 25 നമ്മൾ നേരത്തെ പഠിച്ചു, 625 അല്ലേ. അപ്പോൾ അതുമല്ല. അടുത്ത് നമുക്കപ്പോൾ 35 നോക്കാം. 35 അപ്പോൾ നമുക്ക് നോക്കാം 35 × 35 നോക്കാം. ഓക്കെ, 5 5 25, 5 2 ശിഷ്ടം, 5 3 15, 16 17. ഓക്കെ, 5 15, 5 1 ശിഷ്ടം, 3 3 9 1 10. ഓക്കെ, അപ്പോൾ 5 5 5 10 12 2 1 ശിഷ്ടം, 1 1 2 1225 കിട്ടിയില്ലേ. അപ്പോൾ 35 × 35 ആണ് 1225. അപ്പോൾ 12.25 എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്കെങ്ങനെ എഴുതാം? പോയിൻ്റ് കഴിഞ്ഞ് 2 ഡിജിറ്റ് കിട്ടുന്ന രീതിയിൽ. അപ്പോൾ നമുക്കെങ്ങനെ എഴുതാം? 3.5 × 3.5 എന്ന് എഴുതിക്കൂടെ? ഓക്കെ, അപ്പോൾ 3.5-ൻ്റെ നമുക്ക് റൂട്ടിന് ശേഷം, അതായത് റൂട്ട് 12.25 എന്ന് വെച്ചാൽ റൂട്ട് ഓഫ് 3.5 × 3.5 എന്ന് എഴുതാം. അപ്പോൾ റൂട്ടിന് പുറത്ത് വരുമ്പോൾ നമുക്ക് 2 എണ്ണം ഉണ്ടെങ്കിൽ 1 എഴുതുള്ളൂ. അപ്പോൾ ആൻസർ എത്ര കിട്ടും? 3.5. അപ്പോൾ റൂട്ട് 12.25 എന്ന് വെച്ചാൽ 3.5 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വരയ്ക്കേണ്ടത്? 3.5 സെൻറ്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു ലെങ്ത് വരയ്ക്കണം. ആദ്യം എങ്ങനെ വരയ്ക്കും? 1 2 3, ഇവിടെ 3.5 ഇവിടെ ആയിട്ട് വരും. ഓക്കെ, ഇവിടെയും ഈ പോയിന്റിൽ വെക്കുക, ഇവിടെ നിന്ന് ഇങ്ങനെ വരയ്ക്കുക. ഓക്കെ, അപ്പോൾ 3.5 കിട്ടി, 3.5 സെൻറ്റിമീറ്റർ കിട്ടി. ഇനി വീണ്ടും എഗെയിൻ നേരത്തെ പ്രോസസ്സ് തന്നെ. എന്താ ചെയ്യുക? പ്രൊട്രാക്ടർ എടുക്കുക, ഇവിടെ ഒരു 90 ഡിഗ്രി മാർക്ക് ചെയ്യുക. അതുപോലെ ഈ അറ്റത്തുനിന്നും ഈ ലൈനിൻ്റെ പുറത്തുകൂടെ വെച്ച് കറക്റ്റായിട്ട് വെച്ച്, അതായത് നമ്മൾ ഈ പ്രൊട്രാക്ടർ വയ്ക്കുമ്പോൾ എന്താണ്, ഈ നമ്മൾ വരച്ച ആ ലൈനിൻ്റെ തൊട്ട് മുകളിലായിരിക്കണം ഇത് വരുന്നത്. അപ്പോൾ അത് മറഞ്ഞിരിക്കുന്ന രീതിയിൽ, ഈ ലൈൻ കാരണം നമ്മൾ വരച്ച വര മറഞ്ഞിരിക്കണം. എന്നിട്ട് 90 ഡിഗ്രി മാർക്ക് ചെയ്തു. ഓക്കെ, അത് കഴിഞ്ഞ് എത്രയാണ് നമുക്ക് വേണ്ട? 3.5. അല്ലെങ്കിൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ കൺഫ്യൂഷൻ ആണെങ്കിൽ നിങ്ങളിതിവിടെ എന്ത് ചെയ്യണം? ഇവയെ തമ്മിൽ യോജിപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യണം? അങ്ങ് നീട്ടി അങ്ങ് റഫായിട്ട് വരയ്ക്കുക. അതുപോലെ ഇവിടെയും എന്താണ്? നീട്ടി അങ്ങ് വരയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? നമുക്ക് വേണ്ടത് 3.5 ആണ്. അപ്പോൾ സ്കെയിൽ എടുത്തിട്ട് 3.5 എന്ന് പറയുമ്പോൾ ഏകദേശം ഇവിടെ വരും അല്ലേ. അപ്പോൾ അവ തമ്മിൽ വെച്ചിട്ട് 3.5 ഇവിടെ മാർക്ക് ചെയ്യുക. അതുപോലെ ഇവിടെയും 3.5 മാർക്ക് ചെയ്യുക, അത് തമ്മിൽ യോജിപ്പിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ആവശ്യമുള്ള സ്ക്വയർ, ചെറിയ സ്ക്വയർ. ഓക്കെ, ബാക്കിയുള്ള ഭാഗങ്ങൾ റബ്ബ് ചെയ്താൽ മതി. അപ്പോൾ ഇതെത്രയാണ്? ഇത് നമുക്ക് ഹാഫ് എടുത്തപ്പോൾ കിട്ടിയതാണ്. 12.25 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇതിൻ്റെ ഡയഗണൽ എടുക്കും. ഇതിൻ്റെ ഡയഗണൽ എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ വരും. ഓക്കെ, ഇത് മുതൽ ഇങ്ങനെ വരയ്ക്കുക. എന്നിട്ട് ഈ എൻസുകൾ തമ്മിൽ നീട്ടി വരയ്ക്കുക. ഈ എൻഡിനെ അങ്ങ് കുറച്ചുകൂടെ അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുക. അതുപോലെ ഇവിടെയും ഇത് ചേർത്ത് വച്ചിട്ട് ഈ ലൈനിൻ്റെ മുകളിൽ ഇതിന് നേരെ എന്ത് ചെയ്യുക? ഇവിടെ ചേർത്ത് വരയ്ക്കുക. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? കോമ്പസ് എടുത്ത് ഈ ഡയഗണൽ ലെങ്ത് തന്നെ ഈ അറ്റത്തുനിന്ന് കട്ട് ചെയ്യുക, ആർക്ക് കട്ട് ചെയ്യുക. അതുപോലെ ഇവിടെ നിന്നും എന്ത് ചെയ്യണം? ആർക്ക് കട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അവ തമ്മിൽ കൂടിച്ചേർന്ന് ആ പോയിൻറ്റുകൾ തമ്മിൽ യോജിപ്പിക്കുക. ഓക്കെ, ഞാൻ ഇത്തിരി വരയ്ക്കാനൊക്കെ പെർഫെക്ഷൻ കുറവായത് കാരണം നിങ്ങളത് നന്നായിട്ട് പെർഫെക്റ്റായിട്ട് വരച്ചോളാം.
ഓക്കെ, ഇങ്ങനെയായിരിക്കും കിട്ടുന്നത്. ഇതാണ് നമ്മുടെ റിക്വയർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്ന 24 1/2 സ്ക്വയർ സെൻറ്റിമീറ്റർ ഏരിയ ഉള്ള സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ആ ക്വസ്റ്റ്യൻസ്. 152 പേജ് നമ്പർ 152 അത്രയും ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായി പേജ് നമ്പർ 157 കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നൗ ട്രൈ ദീസ് പ്രോബ്ലംസ് എന്ന് പറഞ്ഞ് ഡ്രോ സ്ക്വയേഴ്സ് ഓഫ് ഏരിയാസ് ഗിവൻ ബിലോ. അപ്പോൾ ഇതാ നോക്കിക്കോ, ഡ്രോ സ്ക്വയേഴ്സ് ഓഫ് ഏരിയാസ് ഗിവൻ ബിലോ. താഴെ തന്നിരിക്കുന്ന എന്താ ഇത്രയും ഏരിയയുള്ള ആ സ്ക്വയർ വരയ്ക്കാനാണ് പറയുന്നത്. ഡ്രോ സ്ക്വയേഴ്സ് ഓഫ് ഏരിയാസ്. ഓക്കെ, അപ്പോൾ സ്ക്വയറിൻ്റെ ഏരിയ തന്നിട്ടുണ്ട്, നമ്മൾ ആ സ്ക്വയർ വരയ്ക്കണം. ഓക്കെ, അപ്പോൾ അടുത്ത് നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഡ്രോ സ്ക്വയേഴ്സ് ഓഫ് ഏരിയസ്. അപ്പോൾ ഏരിയ തന്നിട്ടുണ്ട്. ഒന്നാമത്തെ ഏരിയ എന്ന് പറഞ്ഞാൽ 17 സ്ക്വയർ സെൻറ്റിമീറ്റർ. 17 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ് ഉള്ള ഒരു ഏരിയ ഉള്ള ഒരു സ്ക്വയർ വരയ്ക്കാനാണ് പറയുന്നത്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ അടുത്ത് വേറൊരു രീതിയിൽ വരയ്ക്കാനാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് എന്താണ്, നമ്മുടെ ട്രയാങ്കിൾ തന്നിട്ട് അതിന് കുറച്ച് ബേസ് പാർട്ടുണ്ട്. അത് നമ്മൾ ഇവിടെ ടെക്സ്റ്റിൽ നേരത്തെ ഒന്ന് കുറച്ച് കാര്യം അറിഞ്ഞാൽ മതി. ഇപ്പോൾ ഇവിടെ കണ്ടോ, ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ട്രയാങ്കിൾ, അപ്പോൾ ഈ ട്രയാങ്കിളിൽ ഇതാണ് ഒരു ട്രയാങ്കിളിൻ്റെ ഇതാ ഈ രണ്ട് സൈഡും എന്താണ്, പെർപെൻഡിക്കുലർ സൈഡ്സ് ആണ്. അത് 90 ഡിഗ്രി വരുന്നത്. ഓക്കെ, ഇത് രണ്ട് പെർപെൻഡിക്കുലർ സൈഡ്സും ഉണ്ട്. ഇതിവിടെ എന്താ, ഈ തന്നിരിക്കുന്നില്ല ഒരു ട്രയാങ്കിളിലെ വലിയ സൈഡ് നമ്മൾ പറയുന്ന പേരാണ് ഹൈപ്പോട്ടനസ്. ഓക്കെ, അപ്പോൾ കർണം, മലയാളത്തിൽ കർണം എന്ന് പറയും. അപ്പോൾ ഈ കർണത്തിൽ ഇപ്പോൾ ഈ ട്രയാങ്കിളിലെ 3 സൈഡിലും വെച്ച് നമ്മൾ എന്താണ് സ്ക്വയർ വരച്ചാൽ ആ സ്ക്വയറിലെ ഈ പെർപെൻഡിക്കുലർ സൈഡിൽ കിട്ടുന്ന സ്ക്വയർ, അതായത് പെർപെൻഡിക്കുലർ സൈഡ് എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി വരുന്നത്. അപ്പോൾ ഇതൊരു പെർപെൻഡിക്കുലർ സൈഡാണ്, ഇതൊരു പെർപെൻഡിക്കുലർ സൈഡാണ്. അപ്പോൾ ഈ പെർപെൻഡിക്കുലർ സൈഡിൽ വരുന്ന ആ സ്ക്വയറിൻ്റെ ആ സ്ക്വയറിൻ്റെ ഏരിയയുടെ സം എന്ന് വെച്ചാൽ ഇതിൻ്റെയും സം. ഇവിടെ ഇപ്പോൾ 9 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ്. ഈ ചെറിയ സ്ക്വയറിൻ്റെ ഏരിയ എന്ന് വെച്ചാൽ 9 ആണ്. ഇവിടെ എന്ന് വെച്ചാൽ എത്രയാണ്, 25 അതിൻ്റെ ഏരിയ. അപ്പോൾ 25 9 കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്, 34 അല്ലേ. അതായത് അപ്പോൾ അതാണ് നമ്മുടെ ഈ ഹൈപ്പോട്ടനസ്, തേർഡ് സൈഡ്, ഈ വലിയ സൈഡിൽ നിന്ന് വരയ്ക്കാവുന്ന സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഈ രണ്ട് പെർപെൻഡിക്കുലർ സൈഡിൽ നിന്ന് വരയ്ക്കുന്ന സ്ക്വയേഴ്സിൻ്റെ ഏരിയയുടെ സമ്മായിരിക്കും. ഓക്കെ, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ദ ഏരിയ ഓഫ് ദ സ്ക്വയർ ഓൺ ദ ഹൈപ്പോട്ടനസ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ. റൈറ്റ് ട്രയാങ്കിൾ ആയിരിക്കണം. റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, 90 ഡിഗ്രി ആംഗിൾ ഉള്ളതാണ് റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞത്. അപ്പോൾ ദ ഏരിയ ഓഫ് ദ സ്ക്വയർ ഓൺ ദ ഹൈപ്പോട്ടനസ്. അപ്പോൾ ഹൈപ്പോട്ടനസ്, ഇതാണ് ഹൈപ്പോട്ടനസ്. നമുക്ക് ഇനി ഇതിനകത്ത് കുറച്ച് പൈതഗോറസ് തിയറം ഒക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ ഇത് ഹൈപ്പോട്ടനസ്, അതറിയണമെങ്കിൽ നമുക്കറിയാം. ഒരു റൈറ്റ് ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ ഇത് ഹൈപ്പോട്ടനസ് ആണ്. ഇത് രണ്ടും പെർപെൻഡിക്കുലർ സൈഡാണ്. നമ്മൾ നോക്കുമ്പോൾ ഇത് ബേസ്, ഇത് ആൾട്ടിറ്റ്യൂഡ്, അതിൻ്റെ ഉയരത്തിന് ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയാം. ഇത് ബേസ് എന്ന് പറയും, ഇത് ഹൈപ്പോട്ടനസ് എന്ന് പറയാം. അപ്പോൾ ഈ ഹൈപ്പോട്ടനസിലുണ്ടാവുന്ന ഈ സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു ദ സം ഓഫ് ദ ഏരിയാസ്. അത് തുല്യമാണ്. ദ സം ഓഫ് ദ ഏരിയാസ്, ഏതൊക്കെ ഏരിയയുടെ തുകയാണ്, ഏതൊക്കെ ഏരിയയുടെയാണ്, ഓഫ് ദ സ്ക്വയേഴ്സ് ഓൺ ദ പെർപെൻഡിക്കുലർ സൈഡ്. ഈ പെർപെൻഡിക്കുലർ സൈഡിൽ ആ സൈഡ് ഉണ്ടാക്കുന്ന ഈ ഏരിയകളുടെ തുകയാണ് ഈ ഹൈപ്പോട്ടനസിലുള്ള സ്ക്വയറിൻ്റെ ഏരിയ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുന്നേ. പിന്നെ പൈതഗോറസ് തിയറവും മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എന്താണ്, ഡ്രോ സ്ക്വയേഴ്സ് ഓഫ് ഏരിയാസ് ഗിവൻ ബിലോ എന്ന് പറഞ്ഞ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 17 സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന്. അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ഈ 17നെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതണം. അതായത് ഒരു റെക്റ്റാങ്കിൾ വരുമ്പോൾ നമുക്ക് ഈ ഹൈപ്പോട്ടനസ് ആണ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ ഈ രണ്ട് പെർപെൻഡിക്കുലർ സൈഡുകളുടെ സമ്മുകൾ തമ്മിൽ കൂട്ടിയാൽ മതി. ഓക്കെ, അപ്പം 5 സ്ക്വയറിൻ്റെ സം. അപ്പോൾ 17 സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പം എന്താ മനസ്സിലാക്കേണ്ടത്, നമുക്ക് 17 സ്ക്വയർ സെൻറ്റിമീറ്ററിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഓക്കെ, എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം നമുക്ക്, 17 16+1 എന്ന് എഴുതിയ 17 തന്നെയല്ലേ. അതിനെ നമുക്ക് ആദ്യം സ്പ്ലിറ്റ് ചെയ്യാം. 16+1 എന്തിനാ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ, ചുമ്മാ സ്പ്ലിറ്റ് ചെയ്യാനല്ല, അതിൻ്റെ ഒരു സ്ക്വയർ വാല്യൂ കിട്ടാൻ വേണ്ടി. അപ്പോൾ 16 എന്ന് പറഞ്ഞാൽ എത്രേൻ്റെ സ്ക്വയറാണ്, 4ൻ്റെ സ്ക്വയർ അല്ലേ. 4 സ്ക്വയർ, 4 4 16, 4ൻ്റെ സ്ക്വയറാണ് 16. അടുത്ത് 1 എന്ന് പറഞ്ഞാൽ എന്താണ്, 1ൻ്റെ സ്ക്വയർ തന്നെ അല്ലേ. അപ്പോൾ 4 സ്ക്വയർ + 1 സ്ക്വയറാണ് 17 എന്ന് പറഞ്ഞത്. 17 സ്ക്വയർ സെൻറ്റിമീറ്റർ എന്നാണ് ഉള്ളത്. 17 നമുക്ക് എങ്ങനെയൊക്കെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം, 16+1 എന്ന് എഴുതാം. അത് ശരിയല്ലേ.
അപ്പോൾ 16 എന്ന് പറഞ്ഞാൽ ഏതിൻ്റെ സ്ക്വയറാണ്? 4ൻ്റെ സ്ക്വയർ പ്ലസ് 1ൻ്റെ സ്ക്വയർ. അപ്പോൾ പൈതഗോറസ് തിയറം അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഇനി വരയ്ക്കാം. പൈതഗോറസ് തിയറം അനുസരിച്ച് വരയ്ക്കുമ്പോൾ ഇതെങ്ങനെ വരയ്ക്കണം? ആദ്യം 1 സെൻറ്റിമീറ്റർ എടുത്ത് ഇവിടെ വരയ്ക്കുക. അപ്പോൾ നമുക്ക് 17 സ്ക്വയർ സെൻറ്റിമീറ്റർ ഏരിയ ഉള്ളതാണ് കിട്ടേണ്ടത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 1 ഇവിടെ എടുത്ത് വരയ്ക്കാം. 1 ഞാൻ ഇവിടെ വരച്ചു. ഓക്കെ, ഇതാണ് 1 സെൻറ്റിമീറ്റർ എന്ന് വെച്ചു. ഓക്കെ, 1 സെൻറ്റിമീറ്റർ ഇവിടെ 1 സെൻറ്റിമീറ്റർ വരച്ചു. 1 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇനി അടുത്ത് എന്ത് ചെയ്യണം? ഈ 4 എടുക്കണം. അടുത്ത സൈഡ് 4 എടുത്ത് നമുക്ക് എന്താ 4 അതായത് പെർപെൻഡിക്കുലർ സൈഡുകളുടെ സ്ക്വയറിൻ്റെ സമ്മാണ് ഹൈപ്പോട്ടനസിൻ്റെ അവിടെ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നമുക്ക് ഇത് 1 സെൻറ്റിമീറ്റർ ആയിട്ട് എടുത്ത് അടുത്തത് പെർപെൻഡിക്കുലർ സൈഡാണ് 4 സ്ക്വയർ. അപ്പോൾ പെർപെൻഡിക്കുലർ സൈഡ് എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി വരുന്നതാണ്. അപ്പോൾ നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് 90 ഡിഗ്രി ഇവിടെ മാർക്ക് ചെയ്യുക. എന്നിട്ട് അവിടെ വേണം, ജസ്റ്റ് വേണമെങ്കിൽ നമുക്കൊരു റഫായിട്ട് ഇവയെ കൂട്ടി വരയ്ക്കാം. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യും? നമ്മൾ എത്രയാണ്? 4 ആണ് വേണ്ടത് അല്ലേ? അപ്പം 4 എടുക്കുക. 1 2 3 4 ഇവിടെ വരുന്നു. 4 അടയാളപ്പെടുത്തുക ഇവിടെ വരും. ഇതാണ് 4 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തുക. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവയെ തമ്മിൽ കൂട്ടി മുട്ടിക്കുക. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള എന്താണ്? ട്രയാങ്കിൾ കിട്ടിക്കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ആവശ്യമുള്ള ട്രയാങ്കിൾ. ഓക്കെ, ഇനി ഇവിടെ നോക്കുക. ഇവ തമ്മിലുള്ള പ്ലസ് വരുവാണെങ്കിൽ അതായത് ഈ ഹൈപ്പോട്ടനസിൻ്റെ ഇവിടെ നിന്ന് വേണം നമുക്ക് ആവശ്യമുള്ള സ്ക്വയർ വരയ്ക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇവിടെ നിന്ന് അതായത് 17 ഹൈപ്പോട്ടനസ് ഇവിടെ 1 സെൻറ്റിമീറ്റർ, ഇവിടെ 4 സെൻറ്റിമീറ്റർ. അപ്പോൾ 1 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ ആണ് 17 എന്ന് പറയുന്നത് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് 17. അപ്പോൾ ഇനി ഈ അളവ് ലെങ്ത് വെച്ച് നമുക്കൊരു സ്ക്വയർ വരച്ചാൽ മതി. നമുക്ക് എന്ത് കിട്ടും? ഈ 17 സ്ക്വയർ സെൻറ്റിമീറ്റർ ഏരിയയുള്ള ഒരു സ്ക്വയർ കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? നേരെ എന്ത് ചെയ്യണം? ഇവിടെ നിന്നാണ് സ്ക്വയർ വരയ്ക്കുക. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ ഒരു ഹൈപ്പോട്ടനസിൻ്റെ ഇവിടെ കൊണ്ടുവന്ന് അറ്റത്തും ഇവിടെ നിന്ന് നമുക്ക് എത്രയാണ്? 90 ഡിഗ്രി മാർക്ക് ചെയ്യണം. അതേ ലൈൻ ആ ലൈനിൻ്റെ പുറത്തൂടെ വെച്ച് ആ ലൈനിൻ്റെ പുറത്തൂടെ വയ്ക്കുക. മാറിയൊന്നും പോവാതെ നമ്മൾ അറ്റത്തുനിന്ന് 90 ഡിഗ്രി ഇവിടെ മാർക്ക് ചെയ്യുക. ഓക്കെ, അതുപോലെ എന്ത് ചെയ്യണം? അടുത്ത് അറ്റത്ത് വരിക. അറ്റത്ത് വെച്ചിട്ട് അതും അവിടെ നിന്ന് 90 ഡിഗ്രി മാർക്ക് ചെയ്യുക. നമുക്ക് വേണമെങ്കിൽ റഫായിട്ട് നീട്ടി വരയ്ക്കാം. എന്നിട്ടങ്ങ് നീട്ടി വരയ്ക്കാം. ബാക്കിയ ഭാഗം മാച്ച് കളഞ്ഞാൽ മതി. ഇനി ഇവിടെ വരുമ്പോൾ ഇവിടെയും 90 ഡിഗ്രി ഓക്കെ വരയ്ക്കാം. ഇനി എത്രയാണ് വേണ്ടത്? നമുക്ക് കോമ്പസ് എടുക്കാം. നമ്മുടെ അളവ് എത്രയാണ്? ഇത്രയാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഈ ഹൈപ്പോട്ടനസിൻ്റെ അളവ് എടുക്കുക. എന്നിട്ട് അത് ഇവിടെ വെച്ച് കട്ട് ചെയ്യുക. പിന്നെ ഇതുപോലെ ഈ അറ്റം കൊണ്ടുവന്ന് ഇവിടെ വെച്ച് കട്ട് ചെയ്യുക. ഓക്കെ, ഇനി ഇത് രണ്ടും മീറ്റ് ചെയ്ത ആ പോയിൻറ്റുകൾ, ഈ രണ്ട് ലൈനും മീറ്റ് ചെയ്ത ആ പോയിൻറ്റുകൾ തമ്മിൽ ഇവിടെ വെച്ച് ചേർത്ത് വരയ്ക്കുമ്പോൾ ഇതാണ് നമുക്ക് ആവശ്യമുള്ള. ബാക്കി ഭാഗം അങ്ങ് റബ്ബ് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ ഇതാണ് നമ്മുടെ ആവശ്യമായിട്ടുണ്ടായിരുന്ന. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ വരച്ചെന്നേ ഉള്ളൂ, ഇത് കറക്റ്റായിട്ട് വരും. ഇതാണ് നമ്മുടെ ആവശ്യമായിട്ടുള്ള 17 സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ക്ലിയർ. ബാക്കിയുള്ള ഈ ഭാഗം അങ്ങ് റബ്ബ് ചെയ്താൽ മതി. ഇങ്ങനെയാണ് ഇത് വരയ്ക്കുന്നത്. അതായത് നമ്മൾ വേറൊന്നും ചെയ്യേണ്ട, ഈ 17നെ ഒരു സ്ക്വയർ ടേമിലാക്കി അതിനെ സമ്മാക്കി സ്ക്വയർ ടേമിൻ്റെ സമ്മിൽ കിട്ടുന്ന രീതിയിൽ അതിനെ സ്പ്ലിറ്റ് ചെയ്യുക. എന്നിട്ട് സൈഡ് വെച്ച് ആ സൈഡുകൾ വെച്ചിട്ട് നമുക്കൊരു ട്രയാങ്കിൾ വരയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടാത്ത ഭാഗം, അതായത് ഹൈപ്പോട്ടനസ് ഇവിടെ 1ഉം 4ഉം തന്നിട്ടുണ്ട്. അപ്പോൾ ഈ വലിയ സൈഡ് ഇവിടെ നിന്നാണ് നമ്മൾ തുടങ്ങേണ്ടത്. പ്ലസ് വന്നാൽ നമുക്ക് ഈ പ്ലസ്സിലാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് ഈ ഹൈപ്പോട്ടനസിൻ്റെ അവിടെ വെച്ച് വേണം, ഹൈപ്പോട്ടനസിൻ്റെ ആ സൈഡിൽ വെച്ച് വേണം സ്ക്വയർ വരയ്ക്കാൻ. ഓക്കെ, നമുക്ക് അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. 18 സ്ക്വയർ സെൻറ്റിമീറ്റർ 18 സ്ക്വയർ സെൻറ്റിമീറ്റർ വരയ്ക്കാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് 18 എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? 18 നമുക്ക് എങ്ങനെയൊക്കെ നിങ്ങൾ മനസ്സിൽ വരും, 18 എങ്ങനെയൊക്കെ എഴുതാം. അതായത് ഒരു സ്ക്വയർ ടേമിൽ കിട്ടണം. ഇപ്പോൾ നേരത്തെ നമുക്കിപ്പോൾ എത്ര 16 + 1 എന്ന് എഴുതിയപ്പോൾ 4ൻ്റെ സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ എന്ന് കിട്ടി. അപ്പോൾ അതുപോലെ നമ്മൾ ഈ 18നെ സ്പ്ലിറ്റ് ചെയ്യുമ്പം ആ സ്പ്ലിറ്റ് ചെയ്യുന്ന നമ്പർ ഏതിൻ്റെയെങ്കിലും സ്ക്വയർ ആയിട്ട് വരണം. അതിൻ്റെ സ്ക്വയർ കിട്ടണം അങ്ങനത്തെ ഉള്ള ടൈമിൽ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ എഴുതാം.
18 നമുക്ക് 9 + 9 എഴുതി കൂടെ? 1 9 2 9 18 അല്ലേ? അപ്പോൾ 9 എന്ന് പറഞ്ഞാൽ ഏതിൻ്റെ സ്ക്വയറാണ്? 3ൻ്റെ സ്ക്വയർ, 3 സ്ക്വയറാണ് അല്ലേ? അപ്പോൾ നമുക്ക് 18 നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. 18 നമുക്ക് 9 + 9 എന്ന് എഴുതിയ തെറ്റുണ്ടോ? ഇല്ല. 9 + 9 എന്ന് വെച്ചാൽ 18 ആണ്. അതിന് നമുക്ക് എങ്ങനെ എഴുതാം? അതിനെ 9 ഏതിൻ്റെ സ്ക്വയറാണ്? 3 സ്ക്വയർ, 3 സ്ക്വയർ + 3 സ്ക്വയർ എന്ന് എഴുതാം. തെറ്റില്ല. ഓക്കെ, അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മുടെ ട്രയാങ്കിൾ വരയ്ക്കേണ്ട സൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒന്നും നോക്കണ്ട. ഓക്കെ, സ്കെയിൽ എടുക്കുക. 3 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ ഇവിടെ നിന്ന് 3 സെൻറ്റിമീറ്റർ വരയ്ക്കുക. അതുപോലെ പെർപെൻഡിക്കുലർ സൈഡുകളാണ്. പ്ലസ് വന്നു കഴിഞ്ഞു അല്ലേ? പ്ലസ് വന്നാൽ ആ പെർപെൻഡിക്കുലർ സൈഡുകളുടെ സ്ക്വയറിൻ്റെ സം എന്നാണ്. ഓക്കെ, അപ്പോൾ ഇത് അടുത്തത് ഒരു പെർപെൻഡിക്കുലർ സൈഡാണ്. അപ്പോൾ ഇവിടെ നമ്മൾ വീണ്ടും 3 വെച്ച് അത് വരയ്ക്കുന്നതിന് മുമ്പ് നമുക്ക് കറക്റ്റായിട്ട് ആക്യുറേറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? 90 ഡിഗ്രി എടുക്കാം. 90 ഡിഗ്രി. ഓക്കെ, 90 ഡിഗ്രി എടുത്തിട്ട് നമുക്കൊരു 3 സെൻറ്റിമീറ്റർ എടുക്കണം. വേണമെങ്കിൽ ജസ്റ്റ് എന്താണ് ഒരു ഫൈനായിട്ടൊന്ന് വരച്ചിട്ട് അതിൽ നമുക്ക് 3 സെൻറ്റിമീറ്റർ അളയപ്പെടുത്തുക. ഇവിടെ നമ്മൾ എഴുതുക 3 സെൻറ്റിമീറ്ററാണ് ഇവിടെ കിട്ടിയിരുന്നത്. അതുപോലെ ഇവിടെയും 3 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇതാണ് 3 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത്. ഇനി എന്ത് ചെയ്യും? നമുക്ക് കിട്ടിയ പോയിൻ്റ് എത്രയായിരിക്കും? ഇനി ഇതിനെ തമ്മിൽ യോജിപ്പിച്ചാൽ നമുക്ക് കിട്ടും എത്രയാണ്? ഇതാണ് നമുക്ക് നമ്മുടെ ഹൈപ്പോട്ടനസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലെങ്തിലാണ് നമുക്ക് അവിടെ സ്ക്വയർ വരയ്ക്കേണ്ടത്. ഓക്കെ, അതിനെങ്ങനെ ചെയ്യും? അപ്പോൾ നമുക്ക് വീണ്ടും എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ അവിടെ നിന്ന് ഈ അറ്റത്തു നിന്ന് നമുക്ക് എന്ത് ചെയ്യണം? 90 ഡിഗ്രി രണ്ട് അറ്റത്തു നിന്നും ഇതിൽ ഈ ലൈനിൻ്റെ മുകളിൽ, അതായത് നമ്മുടെ ഈ പ്രൊട്രാക്ടറിലെ ഈ ലൈൻ എന്ന് പറയുന്നത് ഈ ഇവിടെ ഈ ഹൈപ്പോട്ടനസിൻ്റെ ലൈനിൻ്റെ മുകളിൽ അതുപോലെ വരണം. അപ്പോൾ ഇങ്ങനെ എന്താ, നമുക്ക് ഇങ്ങനെ വെച്ചാലൊന്നും വരില്ല. ഇതിനൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തിരിച്ച് വെച്ച് കൊടുക്കും. അപ്പോൾ ഇവിടെ വരും. ഇവിടെ നിന്ന് അറ്റത്തുനിന്ന് ഈ ഒരു ഭാഗം ഇവിടെ കൊണ്ടുവയ്ക്കുക. അപ്പോൾ നമുക്ക് വേണ്ടത് 90 ഡിഗ്രിയാണ്. 90 ഡിഗ്രി ഇവിടെ മാർക്ക് ചെയ്തു. ഓക്കെ, അതുപോലെ അറ്റത്തുനിന്നും ചെയ്യണം. അറ്റത്തുനിന്ന് വെക്കുമ്പോൾ ഈ ഭാഗം ഈ ലൈനിൻ്റെ മുകളിൽ വരണം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും? ഇവിടെ വരുമ്പം ഇവിടെ 90 ഡിഗ്രി കിട്ടി. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് വേണമെങ്കിൽ റഫായിട്ട് എന്ത് ചെയ്യാം? ആദ്യം റഫായിട്ട് ഈ 90 ഡിഗ്രി നമ്മൾ മാർക്ക് ചെയ്ത പോയിൻറ്റിനെയും ഇതും കൂടെ ഒന്ന് വരച്ച് ചേർത്ത് കൊടുക്കുക. അതുപോലെ ഇവിടെയും ഈ 90 ഡിഗ്രി മീറ്റ് ചെയ്ത പോയിൻറ്റും ഈ ഒരു പോയിൻറ്റ് കോർണറും കൂടെ വരച്ച് വെക്കുക. എന്നിട്ട് അവിടെ എന്താ ചെയ്യേണ്ടത്? അവിടെ നമുക്ക് ഈ ഒരു ലെങ്താണ് വേണ്ട, അതിവിടെ കട്ട് ചെയ്യുക. അതുപോലെ ഈ ഭാഗത്ത് ഈ കോർണറിൽ വെച്ച് ഇവിടെയും കട്ട് ചെയ്യുക. എന്നിട്ട് ഇതിനെ തമ്മിൽ യോജിപ്പിച്ചാൽ മതി. നമ്മുടെ റിക്വയർഡ് സ്ക്വയർ കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, ഇതാണ് എത്രയാ? 18 സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത് നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എത്രയാണ് തന്നിട്ടുള്ളത്? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ 19 സ്ക്വയർ സെൻറ്റിമീറ്റർ എന്നാണ്. അപ്പോൾ നമുക്ക് 19 എങ്ങനെ എഴുതാം? 19 നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് ഒരു സ്ക്വയർ കിട്ടുന്ന ടൈമിലാക്കാം. നമുക്ക് 100ൽ നിന്ന് 81 കുറച്ച് നോക്കാം. 100ൽ നിന്ന് 81 കുറച്ച് നോക്കുക. 100 - 81. 81 എന്ന് പറയുമ്പോൾ 0ൽ നിന്ന് 1 പോയാൽ 9 അല്ല, ഇവിടെ നിന്ന് ഇല്ല, 0 എന്നല്ല, ഇവിടെ നമ്മൾ കടമെടുത്തു. അപ്പോൾ ഇവിടെ 10 ആവും. 10 ൽ 1 9, ഇവിടെ 9 ആവും. 9 ൽ 8 1, ഇവിടെ 0. ഇതാണ് അങ്ങോട്ട് കൊടുത്തത്. അപ്പോൾ നമുക്ക് 19 കിട്ടും അല്ലേ? അപ്പോൾ ഇതിന് നമുക്ക് എന്താണ്? 10 സ്ക്വയർ. 100 നമുക്ക് 10 സ്ക്വയർ എന്ന് എഴുതാം. 81 9 സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ കിട്ടിക്കഴിഞ്ഞില്ലേ? സൈഡുകൾ കിട്ടി 10ഉം 9ഉം. പക്ഷെ നമ്മൾ നേരത്തെ കേസിലെല്ലാം പഠിച്ചപ്പോൾ എന്തായിരുന്നു? പ്ലസ് ആണ് വന്നത്. ഇവിടെ എന്താണ്? മൈനസ് ആണ് വന്നത്. നടുക്ക് മൈനസ് ആണ് വന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇതാണ് അവിടെ ഹൈപ്പോട്ടനസ്, അതായത് വലിയ സൈഡിൽ നിന്ന് നമ്മൾ ഒരു പെർപെൻഡിക്കുലർ സൈഡിനെ കുറയ്ക്കുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ മൈനസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വരച്ചതിൽ നിന്നും ഒരു ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് ഫിഗറിന്. അത് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ഇതാണ് അപ്പോൾ മൈനസ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ വലിയ സൈഡിൽ നിന്നാണ് ചെറിയ സൈഡ് കുറക്കുക. അപ്പോൾ ഇവിടെ കിടക്കുന്നത് വലിയ സൈഡാണ്. അപ്പോൾ ഏറ്റവും വലിയ സൈഡ് എന്ന് പറഞ്ഞാൽ ഹൈപ്പോട്ടനസ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഹൈപ്പോട്ടനസ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഇതവിടെ ഒരു പെർപെൻഡിക്കുലർ സൈഡാണ് ഈ കുറച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ 9 എവിടെ എടുക്കാം? ഓക്കെ, ഞാനിവിടെ 9 ഇവിടെ എടുക്കുക. ഇത് 9 സെൻറ്റിമീറ്റർ വരച്ചു. ഓക്കെ, പിന്നെ തന്നിട്ടുള്ള ഇത് നമ്മൾ പറഞ്ഞു മൈനസ് കണ്ടു കഴിഞ്ഞാൽ, പ്ലസ് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കണം രണ്ടും പെർപെൻഡിക്കുലർ സൈഡ് തന്നെ, ഇവിടുത്തെ സൈഡും വേണം. പക്ഷേ ഇവിടെ മൈനസ് കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്
ഇതാണ് അവിടുത്തെ പെർപെൻഡിക്കുലർ സൈഡ്, ഇത് ഹൈപ്പോട്ടനസ്. ഹൈപ്പോട്ടനസ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ വരയ്ക്കൂലേ, വലിയ സൈഡ് ഒരു സ്ലാൻഡഡ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ പെർപെൻഡിക്കുലർ സൈഡ് അല്ല, അപ്പോൾ മനസ്സിലാക്കണം. അപ്പം നമുക്ക് പെർപെൻഡിക്കുലർ സൈഡ് അറിയാമോ? ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പെർപെൻഡിക്കുലർ സൈഡിൻ്റെ അളവ് അറിയാത്തതുകൊണ്ട് ചുമ്മാ അങ്ങ് നമ്മൾ അസ്യൂം ചെയ്ത് അങ്ങ് ഒരു 90 ഡിഗ്രിയിൽ വെച്ച് 90 ഡിഗ്രി എടുക്കുക. ഇതിൻ്റെ 90 ഡിഗ്രി എന്ന് പറയുമ്പോൾ എവിടെയാണ്? ഇതാണ് 90 ഡിഗ്രി അല്ലേ. 90 ഡിഗ്രിയിൽ വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒരു റഫ് ലൈൻ വരയ്ക്കുക. റഫ് ലൈൻ അങ്ങ് ജസ്റ്റ് ഒന്ന് വരയ്ക്കുക. ഓക്കെ, റഫ് ലൈൻ വരച്ചു. അപ്പോൾ നമുക്ക് ഇനി എന്തറിയാം? 10 അറിയാം അല്ലേ. അപ്പോൾ 10 നമുക്കറിയാം. ഇവിടെ ഹൈപ്പോട്ടനസ് അറിയാം 10 ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? 10 എന്ന് പറഞ്ഞ് നമ്മൾ അളവെടുക്കുക. സ്കെയിലെടുത്ത് നമ്മൾ 10ൽ വെച്ച് കോമ്പസ് എടുത്ത് 10 എടുക്കുക. ഓക്കെ, 10 എടുത്തിട്ട് നമ്മളിവിടെ മാർക്ക് ചെയ്യുക. ഈ ലൈനിൽ നമുക്കിതറിയാമല്ലോ, ഇത് 10 ആണെന്ന്. അപ്പോൾ ഈ മൈനസ് വന്നാലാണ് നിങ്ങൾ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഈ 10 എടുത്തിട്ട് നമ്മൾ ഈ നേരെ വരച്ച ലൈനിലൊന്ന് കോമ്പസ് വെച്ച് കട്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ കിട്ടും. എന്നിട്ട് ഈ കട്ട് ചെയ്ത ഇതിനെ നമ്മൾ ഈ പോയിൻറ്റുമായിട്ട് യോജിപ്പിക്കുക. ഇവിടെയും ഈ രണ്ടും കൂടെ ഇൻ്റർസെക്റ്റ് ചെയ്ത കൂട്ടിമുട്ടിയ ആ പോയിൻറ്റും കൂടെ ചേർത്ത് ഇത് തമ്മിൽ യോജിപ്പിക്കുക. ഓക്കെ, അപ്പോൾ ഇതവിടെ 10 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, ഇത് പെർപെൻഡിക്കുലർ സൈഡ്. ഓക്കെ, ഇനി നമ്മളെ ഏരിയ അല്ലേ, നമുക്ക് 19 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ 19 സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് വെച്ചാൽ എവിടെ വരും? ഈ ഭാഗത്തൊന്നിൽ പെർപെൻഡിക്കുലർ സൈഡിൻ്റെ ഇവിടെ വരും. നമുക്കിവിടെ വരയ്ക്കാം. ഇവിടെ എങ്ങനെ വരയ്ക്കാം? ഇവിടെ നോക്കുക, 90 ഡിഗ്രിയിൽ ഈ അങ്ങ് അറ്റത്തെ പോയിൻ്റ് ആദ്യം ഇവിടെ നിന്ന് 90 ഡിഗ്രി, ഇവിടെ നിന്ന് 90 ഡിഗ്രിയിൽ പോയിൻ്റ് ഇടുക. ഓക്കെ, അതുപോലെ ഈ അറ്റത്തെ സൈഡ് ഇവിടെ നിന്നും എന്ത് ചെയ്യണം? ഇവിടെ നിന്നും 90 ഡിഗ്രിയിൽ പോയിൻ്റ് ഇടുക. ഓക്കെ, എന്നിട്ട് നമുക്ക് എത്രയാണ് നമ്മുടെ അളവ്? ഇതായിരിക്കും നമ്മുടെ അളവ്. ഓക്കെ, അപ്പോൾ കോമ്പസ് എടുക്കുക, അളക്കുക. ഓക്കെ, അതിനു മുന്നേ നമ്മൾ റഫായിട്ട് എന്ത് ചെയ്യാം? ഈ 90 ഡിഗ്രി ഇതും അങ്ങ് നീട്ടി അങ്ങ് വരയ്ക്കുക. ഓക്കെ, ഇവിടെ പോകുന്നുണ്ട്. അതുപോലെ ഇവിടെ നിന്ന് ഈ 90 ഡിഗ്രി മീറ്റ് ചെയ്യുന്ന ആ പോയിൻ്റിൽ കൂടെ വരയ്ക്കുക. എന്നിട്ട് നമുക്ക് കോമ്പസ് എടുത്ത് ഇവിടെ വരയ്ക്കുക. ഇവിടെ ഈ ഒരു ലെങ്ത് എടുക്കുക, അതെടുത്ത് ഈ പോയിന്റിൽ വെച്ച് ഈ ലൈനിലൊരു കട്ട് കൊടുക്കുക, ഈ പോയിന്റിൽ വെച്ച് ഇവിടെ ഒരു കട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആ പോയിൻറ്റ്സ് രണ്ട് ലൈനിലെയും കൂട്ടിമുട്ടി ആ പോയിൻറ്റ്സിനെ തമ്മിൽ യോജിപ്പിച്ച് കൊടുക്കുക. ഓക്കെ, ഇതാണ് അപ്പോൾ നമുക്ക് കിട്ടിയ റിക്വയർഡ് സ്ക്വയർ. ഇതാണ് നമ്മുടെ 19 സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമുക്ക് നേരെ തിരിച്ചും വരയ്ക്കാം. എന്ന് വെച്ചാൽ 90 സെൻറ്റിമീറ്റർ ഇവിടെ എടുത്ത് ഈ അറ്റത്തുനിന്ന്, അതായത് ഈ അറ്റത്തുനിന്ന് ഇങ്ങനെ മുകളിലോട്ട് വരച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് അപ്പോൾ ഇവിടെ നമുക്ക് സ്ക്വയർ കിട്ടുന്ന രീതിയിൽ അങ്ങനെയും വരയ്ക്കാം. ഓക്കെ, നമുക്ക് രണ്ട് രീതിയിലും ഏതാണ് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത് അത് ചെയ്യാം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ആൻസർ. എന്നിട്ട് ഈ ബാക്കിയുള്ള ഭാഗമൊക്കെ അങ്ങ് റബ്ബ് ചെയ്ത് കളഞ്ഞാൽ മതി. ഓക്കെ, ക്ലിയർ? ഇനി അടുത്ത് അതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇൻ ദ പിക്ചർ ബിലോ, താഴെ തന്നിരിക്കുന്ന പിക്ചറിൽ ചിത്രത്തിൽ ഡോട്ട്സ് ആർ മാർക്ക്ഡ് 1 സെൻറ്റിമീറ്റർ അപ്പാർട്ട്. അതായത് നമുക്കൊരു താഴെ ചിത്രം തന്നിട്ടുണ്ട്, അതിൽ ഓരോ ഡോട്ട് ഉണ്ട്. ഇതിലിപ്പോൾ ശരിക്കും ഈ ടെക്സ്റ്റിൽ വരച്ച് വെച്ചേക്കുക, ശരിക്കും ഇത് വരയ്ക്കാതിരിക്കുമായിരുന്നു. ഓക്കെ, ആ ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. എന്താ ഇങ്ങനെയായിരിക്കും ഫിഗർ കിട്ടുന്നത്, ക്വസ്റ്റ്യനിൽ കിട്ടുന്നത്. ക്വസ്റ്റ്യനിൽ ഇത് മാർക്ക് ചെയ്തിട്ടില്ല. ഓക്കെ, ഇനി ആൻസർ ചെയ്യുമ്പോഴാണ് നമ്മളിങ്ങനെ ഫിഗർ വരയ്ക്കേണ്ടത്. അപ്പോൾ ഇൻ ദ പിക്ചർ ബിലോ, താഴെ തന്നിരിക്കുന്ന ചിത്രത്തിൽ ഡോട്ട്സ് ആർ മാർക്ക്ഡ് 1 സെൻറ്റിമീറ്റർ അപ്പാർട്ട്. അപ്പോൾ എന്താണ് ഡോട്ട്സ് ആർ മാർക്ക്? അപ്പോൾ ഈ ഡോട്ടുകൾ, ഈ ഓരോ ഡോട്ടും ആർ മാർക്ക്ഡ് 1 സെൻറ്റിമീറ്റർ അപ്പാർട്ട്. അതായത് ഈ ഡോട്ട് കഴിഞ്ഞ് ഇവിടെ നിന്ന് 1 സെൻറ്റിമീറ്റർ. അപ്പോൾ അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അവ തമ്മിലുള്ള അകലം എന്ന് വെച്ചാൽ 1 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇത് മുതൽ ഇതുവരെ 1 സെൻറ്റിമീറ്റർ, ഇവിടെ നിന്ന് ഇവിടെ 1 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണെങ്കിൽ 1 സെൻറ്റിമീറ്റർ, 1 സെൻറ്റിമീറ്റർ, 1 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇവിടെ നിന്ന് ഇത്രയെന്ന് പറയുമ്പോൾ ഇവിടുത്തെ 1 സെൻറ്റിമീറ്റർ പ്ലസ് ഇവിടുത്തെ 1 സെൻറ്റിമീറ്റർ 2 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ ഈ ഡോട്ടുകൾക്കിടയിലുള്ള ഓരോ യൂണിറ്റും എന്ന് പറഞ്ഞാൽ 1 സെൻറ്റിമീറ്റർ ആണ്. ഹൊറിസോണ്ടലി ആൻഡ് വെർട്ടിക്കലി. അത് ഹൊറിസോണ്ടലി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയും എത്രയാണ്? 1 സെൻറ്റിമീറ്റർ അപ്പാർട്ട്, 1 സെൻറ്റിമീറ്റർ അകലത്തിലാണ് ഇരിക്കുന്നത്. ആൻഡ് സം ഓഫ് ദീസ് ആർ ജോയിൻ ടു മേക്ക് സ്ക്വയേഴ്സ്. അപ്പോൾ ഇതിൽ ചിലത് എന്ത് ചെയ്തു അത് തന്നിട്ടുണ്ട് നമുക്ക്. അതിൽ ഈ ചില പോയിൻറ്റ്സുകൾ തമ്മിൽ നമ്മൾ എന്ത് ചെയ്തു, പിന്നെ ജോയിൻ ചെയ്ത് സ്ക്വയേഴ്സ്, ഇതാ ഒരു സ്ക്വയർ കിട്ടി, ഇതാ ഒരു സ്ക്വയർ ഉണ്ട്, ഇതാ ഒരു സ്ക്വയർ, ഇതാ ഒരു സ്ക്വയർ, അങ്ങനെ സ്ക്വയേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി പറയാണ് കാൽക്കുലേറ്റ് ദെയർ ഏരിയാസ്. അപ്പോൾ എന്താ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? അതിൻ്റെ ഏരിയ എന്തെന്നാണ് നമ്മൾ കണ്ടുപിടിക്കുക. അപ്പോൾ ഏരിയ ഓഫ് എ സ്ക്വയർ, അപ്പോൾ സ്ക്വയറിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താണ്? നമ്മൾ ഫസ്റ്റ് പഠിച്ചു, സൈഡ് ഇൻറ്റു സൈഡ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി?
ഓക്കെ, അപ്പോൾ ഏരിയ ഓഫ് സ്ക്വയർ നമ്മൾ പഠിച്ചത് സൈഡ് ഇൻറ്റു സൈഡ് എന്ന്. പക്ഷേ ഇവിടെ സൈഡ് തന്നിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് സ്ക്വയറിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക? നമ്മളിപ്പോൾ തൊട്ട് മുന്നേ ചെയ്ത മെത്തേഡിൽ ഒരു എന്താണ് ട്രയാങ്കിൾ വെച്ച് ചെയ്യാം അല്ലേ? ട്രയാങ്കിൾ വെച്ച് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ഈ ഫസ്റ്റ് സ്ക്വയർ, ഇതാണ് ഫസ്റ്റ് സ്ക്വയർ തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഫസ്റ്റ് സ്ക്വയറിൽ നമ്മൾ ഈ ഭാഗം ഏതെങ്കിലും ഒരു ഭാഗം എടുക്കുക, ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കുക. അപ്പോൾ ഇവിടെ നോക്ക്, ഇതാ ഇവിടെ നിന്ന് ഇവിടെ ഒരു ഡോട്ടും, അപ്പോൾ ഇവിടെ നിന്ന് ഇവിടെ ഡോട്ട് ചെയ്തു, ഇവിടെയും ഡോട്ട് ചെയ്തു, ഇതും കൂടെ വന്നാൽ നമ്മൾ ഈ രണ്ട് സൈഡുകൾ എങ്ങനെയെന്ന് വെച്ചാൽ എക്സ്റ്റെൻഡ് ചെയ്യണം. ഈ സ്ക്വയറിൻ്റെ രണ്ട് സൈഡുകൾ തമ്മിൽ എക്സ്റ്റെൻഡ് ചെയ്യുക. ഈ സൈഡ് നമ്മളിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങോട്ടെന്ന് വെച്ചാൽ നീട്ടുക. അപ്പോൾ ഇതിങ്ങോട്ട് നീട്ടുമ്പോൾ ഈ സൈഡിന് നേര്, അപ്പോൾ ഈ സൈഡ് നമ്മൾ മുകളിലോട്ട് നീട്ടി ഈ സൈഡിന് മുകളിലോട്ട് നീട്ടുമ്പോൾ ഇവിടെ ഒരു പോയിന്റിൽ വന്ന് എത്തും. അപ്പോൾ നമുക്കിങ്ങനെ ഒരു ഫോം കിട്ടും. ഇതെന്ന് പറഞ്ഞാൽ എന്തായി ട്രയാങ്കിളായി അല്ലേ? അപ്പോൾ ട്രയാങ്കിൾ കണ്ടുപിടിച്ച് നമ്മൾ നേരത്തെയൊക്കെ ഫിഗർ കണ്ടുപിടിച്ച പോലെ അല്ലേ? ഏരിയ തന്നിരുന്നു, അതായത് എവിടെ ഇതിൻ്റെ സ്ക്വയർ പ്ലസ് ഇതിൻ്റെ സ്ക്വയറാണ് ഇവിടുത്തെ ഏരിയ അല്ലേ? നേരത്തെ നോക്കി, ഈ 3 കിട്ടിയ 3ൻ്റെ സ്ക്വയർ പ്ലസ് 3ൻ്റെ സ്ക്വയറാണ് ഈ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ നമുക്ക് ഇവിടുത്തെ എത്ര യൂണിറ്റ് ആയിട്ട് എടുക്കാം? ഇവിടെ നമുക്കറിയാം ഒരു പോയിന്റിൽ നിന്ന് ഒരു ഡോട്ടിൽ നിന്ന് ഇതുവരെ 1 യൂണിറ്റ്. അപ്പോൾ 1 ഇവിടെ എത്രയാണ്? 1 യൂണിറ്റ്, ഇവിടെ 2, 3. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? 3 സെൻറ്റിമീറ്റർ എന്ന് എഴുതാം. ഓക്കെ, ഇനി അടുത്ത് ഇവിടെ എത്ര എഴുതാം? ഇവിടെ 1, ഇവിടെ നിന്ന് ഇതുവരെ 1, 2. അപ്പോൾ ഇവിടെ എത്ര എഴുതാം? 2 സെൻറ്റിമീറ്റർ എന്ന് എഴുതാം. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ പ്ലസ് ഇതിൻ്റെ സ്ക്വയർ ചെയ്താൽ പോരെ? ഇതിൻ്റെ ഏരിയ കിട്ടത്തില്ലേ? ഓക്കെ, അങ്ങനെ നമുക്ക് ചെയ്യാം. അപ്പോൾ അതെങ്ങനെ എഴുതാം? നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം സ്ക്വയർ 1 എന്ന് എഴുതാം. സ്ക്വയർ 1 എന്ന് പറയുമ്പോൾ അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ എന്താണ്? ഏരിയ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ നമ്മൾ ആ ഡോട്ട് ചെയ്ത ആ പോയിൻറ്റ്സ് ഏതാണ്? ഇവിടെ ഇത് 1, 2, 3 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ എന്ന് ചെയ്യാം. 3ൻ്റെ സ്ക്വയർ എത്രയാണ്? 9 പ്ലസ് 2 സ്ക്വയർ എത്രയാണ്? 4. 9 1 10, 10 3 13. അപ്പോൾ എത്രയാണ്? 13 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് ഒന്നാമത്തെ സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് ഈ ചെറിയ സ്ക്വയറിന് ഇത് 1 ആയിട്ട് എടുത്തു, ഇത് രണ്ടാമത്തെ ആയിട്ട് എടുത്തു. അപ്പോൾ സ്ക്വയർ 2 എങ്ങനെ എഴുതാം? സ്ക്വയർ 2ൻ്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഇവിടെ നോക്കിക്കേ, ഇത് ഇവിടെ ഇപ്പോൾ ഈ പോയിന്റിനെയും തമ്മിൽ യോജിപ്പിക്കുക. അപ്പോൾ ഇവിടെ നിന്ന് 1 സെൻറ്റിമീറ്റർ അല്ലേ? 1 സെൻറ്റിമീറ്റർ അപ്പാർട്ട്. ഇവിടെയും ഒരു പോയിന്റിൽ നിന്ന് അടുത്തൊരു പോയിൻ്റേ ഉള്ളൂ. അപ്പോൾ 1 സെൻറ്റിമീറ്റർ. അപ്പോൾ എത്രയാണ്? ഇതിൻ്റെയും സ്ക്വയർ എടുത്താൽ മതി, ഇവിടത്തുള്ള ഏരിയ കിട്ടും. അപ്പോൾ ഏരിയ ഈസ് ഈക്വൽ ടു 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ എന്ന്. അപ്പോൾ 1ൻ്റെ സ്ക്വയർ എത്രയാണ്? 1 പ്ലസ് 1ൻ്റെ സ്ക്വയർ 1 വിച്ച് ഇസ് ഈക്വൽ ടു 2 സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഏരിയ കിട്ടി. ഇനി അടുത്ത് നമുക്ക് സ്ക്വയർ 3 ഏതെടുക്കാം? ഞാനിപ്പോൾ ഇത് 3 ആയിട്ട് എടുക്കുക. അടുത്ത് ഇതിന് നമ്മൾ 3 ആയിട്ട് എടുക്കുക. 3 ആയിട്ട് എടുക്കുമ്പോൾ ഈ പോയിന്റിനെ യോജിപ്പിച്ചപ്പോൾ ഇവിടെ 1 സെൻറ്റിമീറ്ററായി. ഇവിടെ എത്രയായി? 1, 2 സെൻറ്റിമീറ്ററായി. അപ്പോൾ ഇതിൻ്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പോൾ സ്ക്വയർ 3 ഏരിയ ഈക്വൽ ടു 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ അല്ലേ? അപ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു 1 സ്ക്വയർ 1 പ്ലസ് 2ൻ്റെ സ്ക്വയർ 4 ആണ്. 4 പ്ലസ് 1 5 സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് എഴുതാം. ഇനി അടുത്ത സ്ക്വയർ ഏതാണ്? ഇതെടുക്കുവാണ് ഞാൻ. അപ്പോൾ ഇതെടുക്കുമ്പോൾ എങ്ങനെയാണ്? നമുക്ക് ഇവിടെ യോജിപ്പിച്ചു. അപ്പോൾ ഇവിടെ നിന്ന് എത്രയാണ്? 1, 2. അപ്പോൾ മൊത്തം ഇവിടെ 2 സെൻറ്റിമീറ്റർ. ഇവിടെ എത്രയാണ്? ഇവിടെ 1, 2, 3, 4 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അപ്പോൾ അവിടുത്തെ ഏരിയ എങ്ങനെയാണ്? അപ്പോൾ സ്ക്വയർ ഇതാണ് ഞാൻ 4ാമത്തെ സ്ക്വയർ ആയിട്ട് എടുത്തത്. അപ്പോൾ സ്ക്വയർ 4 ഏരിയ ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? ഇത് എത്രയാണ്? 2 സ്ക്വയർ അല്ലേ? 2 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ എന്ന് എഴുതാം. 2 സ്ക്വയർ എത്രയാണ്? 2ൻ്റെ സ്ക്വയർ 2നെ 2 പ്രാവശ്യം ഗുണിക്കുക. ഓക്കെ, ഏരിയ ഇസ് ഈക്വൽ ടു 2 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ. അപ്പോൾ 2 സ്ക്വയർ എന്ന് വെച്ചാൽ 2നെ 2 പ്രാവശ്യം ഗുണിക്കുക. 2 സ്ക്വയർ എത്രയാണ്? 4 പ്ലസ് 4ൻ്റെ സ്ക്വയർ എത്രയാണ്? 4 4 16. 16 4 എത്രയാണ്? 16 4 20 അല്ലേ? 6 4 10. അപ്പോൾ 10 20 സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അപ്പോൾ 20 സ്ക്വയർ സെൻറ്റിമീറ്റർ എന്നുള്ളതാണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, അപ്പോൾ ഇത്രയാകുമ്പം രണ്ടാമത്തെ ക്വസ്റ്റ്യനും മനസ്സിലാവും. ക്ലിയർ? ഇനി നമ്മൾ പേജ് നമ്പർ 159 പോവാം. ഓക്കെ, അവിടെ നൗ ട്രൈ ദീസ് പ്രോബ്ലംസ് എന്ന് പറഞ്ഞ് കുറച്ച് പ്രോബ്ലംസ് തന്നിട്ടുണ്ട്. അപ്പോൾ ആ പ്രോബ്ലംസ് ഒക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഓക്കെ, ഒരു ബേസ് ഐഡിയ വേണം. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നോക്കിക്കോ, ഇത് ഞാൻ വരച്ചിരിക്കുന്ന ഒരു ട്രയാങ്കിളാണ്. ഓക്കെ, ട്രയാങ്കിളാണ്. ഈ ട്രയാങ്കിളിന് എന്താണ്? ട്രയാങ്കിൾ ഇവിടെ എത്രയായിരിക്കും? 90 ഡിഗ്രി അല്ലേ? അപ്പോൾ ഈ പെർപെൻഡിക്കുലർ, അതായത് ഈ 90 ഡിഗ്രിയിൽ ഇങ്ങനെ വരുന്ന ഇതാണ് ഈ 2 സൈഡുകളാണ്. ഇത് പെർപെൻഡിക്കുലർ 90 ഡിഗ്രി ഉണ്ടാക്കുന്നത് അല്ലേ? അപ്പോൾ ഇത് രണ്ടും, അപ്പോൾ ഇത് പെർപെൻഡിക്കുലർ സൈഡ്സ് ആണ് 90 ഡിഗ്രി ഉണ്ടാക്കുന്നത്. ഓക്കെ,
ഇതൊരു പെർപെൻഡിക്കുലർ സൈഡാണ് ഒരു ട്രയാങ്കിളിൻ്റെ, ഇതും ഒരു പെർപെൻഡിക്കുലർ സൈഡാണ്. ഓക്കെ, ഇനി ഇങ്ങനെ സ്ലാൻഡഡ് ആയിട്ട് ചരിഞ്ഞൊരു സൈഡ് കിടക്കുന്നുണ്ട്, അത് 90 ഡിഗ്രി ആംഗിൾ ആയിരിക്കുമോ? അല്ല. അപ്പോൾ നമുക്ക് ഇനി ട്രയാങ്കിൾ അറിഞ്ഞിരിക്കേണ്ട 3 കാര്യങ്ങളാണ്. ഇതാണ് ഹൈപ്പോട്ടനസ് എന്ന് പറയുന്നത്. നമ്മുടെ ഒരു ട്രയാങ്കിളിൽ ഈ സ്ലാൻഡഡ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന വലിയ സൈഡായിരിക്കും ഹൈപ്പോട്ടനസ് എന്ന് പറയുന്നത്. ഇതെന്താണ്? ബേസ് ആണ്. ഓക്കെ, ഇതാണ് ഹൈപ്പോട്ടനസും ഇത് ബേസ്. ഇത് ഇങ്ങനെ സ്ലാൻഡഡ് ആയിട്ട് കിടക്കുന്നത് ഹൈപ്പോട്ടനസ് ആണ്, അത് ഏറ്റവും ലാർജസ്റ്റ് സൈഡായിരിക്കും. ഇത് ബേസ്, ഇത് ആൾട്ടിറ്റ്യൂഡ്. ഒരു ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ ട്രയാങ്കിൾ ഇങ്ങനെയുള്ള ഈ ട്രയാങ്കിളിൽ ഇത് ഹൈപ്പോട്ടനസ്, ഇത് ബേസ്, ആൾട്ടിറ്റ്യൂഡ്. ഓക്കെ, ഇത്രയും കാര്യം അറിയാലോ. അപ്പോൾ നമുക്ക് ഇനി ഈ ഹൈപ്പോട്ടനസ് ഒക്കെ കണ്ടുപിടിക്കാൻ ഇനി ഒരു പൈതഗോറസ് തിയറം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഓക്കെ, പൈതഗോറസ് തിയറം അനുസരിച്ച് ഈ ഹൈപ്പോട്ടനസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഹൈപ്പോട്ടനസ് കണ്ടുപിടിക്കാനും ആൾട്ടിറ്റ്യൂഡ് കണ്ടുപിടിക്കാനും ബേസ് കണ്ടുപിടിക്കാനും ഒക്കെ ഒരു എളുപ്പ വഴിയുണ്ട്. അപ്പോൾ നമുക്ക് ഹൈപ്പോട്ടനസ് സ്ക്വയർ, പൈതഗോറസ് തിയറം അനുസരിച്ച് ഹൈപ്പോട്ടനസ് സ്ക്വയർ കണ്ടുപിടിക്കാൻ ഈ ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ചെയ്താൽ മതി. ഓക്കെ, സം ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ പ്ലസ് ഇതിൻ്റെ സ്ക്വയറാണ് ഈ സ്ക്വയർ. വലിയ സൈഡിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഈ 2 പെർപെൻഡിക്കുലർ സൈഡിൻ്റെ സ്ക്വയറിൻ്റെ സം ആയിരിക്കും. അപ്പോൾ ഹൈപ്പോട്ടനസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഹൈപ്പോട്ടനസ് സ്ക്വയർ അല്ല വേണ്ട, ഹൈപ്പോട്ടനസ് മാത്രമാണ് കണ്ടുപിടിക്കാണ്ടെങ്കിൽ എങ്ങനെ എഴുതാം? ഹൈപ്പോട്ടനസ് ഇസ് ഈക്വൽ ടു ഈ സ്ക്വയർ പുറത്ത് പോകുമ്പോൾ റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയറിന് എഴുതാം. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ ഹൈപ്പോട്ടനസ് കണ്ടുപിടിക്കുക, ഇത് രണ്ടും കൂട്ടും. ഇനി അടുത്ത് നമുക്ക് ബേസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ബേസ് കണ്ടുപിടിക്കുക, അപ്പോൾ ഈ പെർപെൻഡിക്കുലർ സൈഡ്സ് ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നമ്മൾ ഈ വലിയ സൈഡിൽ നിന്ന് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്, വലിയ സൈഡിൻ്റെ സ്ക്വയറിൽ നിന്ന്. അപ്പോൾ എനിക്കിപ്പോൾ ഈ ബേസിൻ്റെ സ്ക്വയറാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഈ ഹൈപ്പോട്ടനസ് സ്ക്വയർ വലിയ സ്ക്വയറിൽ നിന്ന് എന്താണ് ഈ പെർപെൻഡിക്കുലർ സൈഡ്, മറ്റേ പെർപെൻഡിക്കുലർ സൈഡ് ആൾട്ടിറ്റ്യൂഡിൻ്റെ സ്ക്വയർ അങ്ങ് കുറച്ചാൽ മതി. അപ്പോൾ ഇവിടെ ഇതാ നോക്കിക്കോ, അടുത്ത് ബേസിൻ്റെ സ്ക്വയറാണ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ ഹൈപ്പോട്ടനസ് സ്ക്വയർ മൈനസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ, ഹൈപ്പോട്ടനസ് സ്ക്വയർ മൈനസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഓക്കെ, അപ്പോൾ ബേസ് എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? ബേസ് കണ്ടുപിടിക്കാൻ റൂട്ട് ഓഫ് ഈ ഹൈപ്പോട്ടനസ് സ്ക്വയർ, അപ്പോൾ ഇതിന് ഈ സ്ക്വയർ പുറത്ത് പോയി ഇവിടെ റൂട്ടായും, സ്ക്വയർ സമത്തിനപ്പുറത്ത് പോകുമ്പോൾ റൂട്ടാവും, ബാക്കി അതുപോലെ എഴുതി ഹൈപ്പോട്ടനസ് സ്ക്വയർ മൈനസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഓക്കെ, ഇനി അടുത്ത് പറയുന്നതാണ് ആൾട്ടിറ്റ്യൂഡ്. അപ്പോൾ ആൾട്ടിറ്റ്യൂഡിൻ്റെ സ്ക്വയറാണ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ ഈ ഹൈപ്പോട്ടനസ് സ്ക്വയർ അതായത് ഈ പെർപെൻഡിക്കുലർ സൈഡുകളുടെ സ്ക്വയറാണ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ ഈ ഹൈപ്പോട്ടനസ് സ്ക്വയറിൽ നിന്ന് അങ്ങ് മൈനസ് ചെയ്താൽ മതി. ഏത് പെർപെൻഡിക്കുലർ സൈഡാണ് തന്നിട്ടുള്ളത് മൈനസ് ചെയ്യുക. ഇല്ല, നമുക്ക് ഹൈപ്പോട്ടനസ് വലിയ സൈഡിൻ്റെ സ്ക്വയറാണ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ ഈ 2 സ്ക്വയറുകളും ബേസിൻ്റെ സ്ക്വയറും 2 പെർപെൻഡിക്കുലർ സൈഡുകളുടെ സ്ക്വയറുകൾ തമ്മിൽ ആഡ് ചെയ്താൽ മതി, സം ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ബേസും കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ആൾട്ടിറ്റ്യൂഡാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ആൾട്ടിറ്റ്യൂഡിൻ്റെ സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്താണ്? ഹൈപ്പോട്ടനസ് സ്ക്വയർ മൈനസ് ഈ പെർപെൻഡിക്കുലർ സൈഡ്. ഓക്കെ, ഹൈപ്പോട്ടനസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയറിന് എഴുതാം. അപ്പോൾ നമുക്ക് വെറും ആൾട്ടിറ്റ്യൂഡ് മാത്രം, സ്ക്വയറിൻ്റെ ടൈമിലല്ല, അല്ലാതെ ആൾട്ടിറ്റ്യൂഡാണ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? റൂട്ട് ഓഫ് ഹൈപ്പോട്ടനസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ, അതായത് ഈ സ്ക്വയർ ഇപ്പുറത്ത് വരുമ്പോൾ റൂട്ട് എടുക്കും. ഓക്കെ, ഇത്രയും കാര്യം നമുക്ക് അറിയായിരുന്ന നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് എളുപ്പത്തിൽ ആൻസർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് തന്നിരിക്കുന്നത്? ദ ലെങ്ത് ഓഫ് 2 സൈഡ്സ് ഓഫ് സം റൈറ്റ് ട്രയാങ്കിൾസ്. അപ്പോൾ റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി ആംഗിൾ, ഒരു ആംഗിൾ എത്രയാണ്? നമ്മൾ 90 ഡിഗ്രി വരും. അപ്പോൾ റൈറ്റ് ട്രയാങ്കിൾ എന്ന് എന്താണ്? റൈറ്റ് ട്രയാങ്കിൾ. അപ്പോൾ 90 ഡിഗ്രി ആംഗിൾ വരുന്ന ഒരു ട്രയാങ്കിൾ, ആ ട്രയാങ്കിളിൻ്റെ 2 സൈഡുകൾ തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് ദ തേർഡ് സൈഡ്. അപ്പോൾ 2 സൈഡ് തന്നിരിക്കും, ചിലപ്പോൾ ഇതുമായിരിക്കും തരുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ സൈഡ് കണ്ടുപിടിക്കാം. ചിലപ്പോൾ ഇതുമാണ് തന്നിരിക്കുന്നതെങ്കിൽ ഈ സൈഡ് കണ്ടുപിടിക്കാം. ചിലപ്പോൾ ഇതാണ് തന്നിരിക്കുന്നതെങ്കിൽ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, അല്ല ഇതാണ് തന്നിരിക്കുന്നതെങ്കിൽ ഇത് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ 2 സൈഡ് തരും, മൂന്നാമത്തെ സൈഡ് കണ്ടുപിടിക്കുക എന്നാണ് നമ്മുടെ ജോലി. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? പെർപെൻഡിക്കുലർ സൈഡ്സ് എന്ന് പറഞ്ഞാൽ ഈ 90 ഡിഗ്രി മേക്ക് ചെയ്യുന്ന ഈ ആംഗിൾസ്. അപ്പോൾ ഈ ആംഗിളും ഈ സൈഡും പെർപെൻഡിക്കുലർ സൈഡ്സ് തന്നിട്ടുണ്ട് 6 സെൻറ്റിമീറ്ററും 8 സെൻറ്റിമീറ്ററും. അത് അപ്പോൾ ഇവിടെയാവാം. അപ്പോൾ 6 സെൻറ്റിമീറ്ററും 8 സെൻറ്റിമീറ്ററും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തേർഡ് സൈഡ് ഏതായിരിക്കും? ഹൈപ്പോട്ടനസ് ആണ് കണ്ടുപിടിക്കേണ്ടത്, അല്ലേ? അപ്പോൾ ഇവിടെയും തന്നിട്ടുണ്ടെങ്കിൽ ഹൈപ്പോട്ടനസ് കണ്ടുപിടിക്കാം. ഹൈപ്പോട്ടനസ് കണ്ടുപിടിക്കാൻ നമ്മൾ പൈതഗോറസ് തിയറം വെച്ച് എന്താണ് ചെയ്യേണ്ടത്? റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് പെർപെൻഡിക്കുലർ സൈഡ്സ് തന്നിട്ടുണ്ട്. ഇത് ഞാനിങ്ങനെ എഴുതിയിരിക്കുന്നത് പെർപെൻഡിക്കുലർ എന്നാണ്. പെർപെൻഡിക്കുലർ സൈഡ്സ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് അങ്ങ് എഴുതിയാൽ മതി. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? പെർപെൻഡിക്കുലർ സൈഡ്സ്.
പെർപെൻഡിക്കുലർ സൈഡ്സ് എത്രയൊക്കെയാണ് 6 സെൻറ്റിമീറ്റർ ആൻഡ് 8 സെൻറ്റിമീറ്റർ. ഓക്കെ, പെർപെൻഡിക്കുലർ സൈഡ്സ് തന്നിട്ടുണ്ട് 6 സെൻറ്റിമീറ്റർ 8 സെൻറ്റിമീറ്ററും. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ ഇതും തന്നിട്ടുണ്ട് ഇതും തന്നിട്ടുണ്ട്. അപ്പോൾ ഹൈപ്പോട്ടനസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? റൂട്ട് എടുക്കുക. ഇതിൻ്റെ ഈ പെർപെൻഡിക്കുലർ സൈഡുകളുടെ സ്ക്വയറിൻ്റെ സമ്മിൻ്റെ റൂട്ട് എടുക്കുക. അപ്പോൾ എങ്ങനെ എഴുതാം? അപ്പോൾ നമുക്ക് ഏതാ കണ്ടുപിടിക്കേണ്ട? ഹൈപ്പോട്ടനസ് ആണ് ഇവിടെ കിട്ടേണ്ടത് അല്ലേ? ഹൈപ്പോട്ടനസ് എന്ന് പറഞ്ഞാൽ ഈസിക്കൽ ടു റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണ്. അപ്പോൾ നമുക്കിത് രണ്ടും പെർപെൻഡിക്കുലർ സൈഡാണ്. നമുക്ക് തിരിച്ചും മറിച്ചും വന്നാൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്തെഴുതും? റൂട്ട് ഓഫ് 6 സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ 6ൻ്റെ സ്ക്വയർ എത്ര? റൂട്ട് ഓഫ് 6ൻ്റെ സ്ക്വയർ എത്രയാണ്? 36 പ്ലസ് 8ൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ 8നെ 2 പ്രാവശ്യം ഗുണിക്കുക. 6ൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ 6നെ 2 പ്രാവശ്യം ഗുണിക്കുക. അപ്പോൾ 8നെ 2 പ്രാവശ്യം ഗുണിക്കുക എന്ന് വെച്ചാൽ 8 × 8 എന്നാണ്. 8 എത്രയാണ്? 64. ഓക്കെ, ഇനി ഇത് നമ്മൾ റൂട്ട് നോക്കാം. അപ്പം 64 പ്ലസ് 36. ഓക്കെ, 6 4 10 0 1 ശിഷ്ടം 6 7 8 9 1 10. അപ്പോൾ എത്ര കിട്ടും? 100 കിട്ടി. ഓക്കെ, ഇനി ഇതിൻ്റെ റൂട്ടിന് പുറത്തെടുക്കാൻ എങ്ങനെയാണ്? ഈ റൂട്ടെന്ന് വെച്ചാൽ നമുക്കറിയാം റൂട്ടിനകത്ത് 2 0 ആണെങ്കിൽ പുറത്ത് വരുമ്പോൾ എത്രയാണ്? 1 0 ആവും. പിന്നെ 1ൻ്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ റൂട്ട് 1 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? 1 തന്നെയാണ്. അപ്പോൾ ആൻസർ എത്ര കിട്ടും? 10 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അപ്പോൾ ഒന്നാമത്തെ ആൻസർ 10 സെൻറ്റിമീറ്റർ എന്നുള്ളതാണ് കറക്റ്റായ ആൻസർ. ഓക്കെ, ഇനി രണ്ടാമത്തെ സൈഡ് പറയാണ് പെർപെൻഡിക്കുലർ സൈഡ്സ് 9 സെൻറ്റിമീറ്ററും 12 സെൻറ്റിമീറ്ററും. അപ്പോൾ പെർപെൻഡിക്കുലർ സൈഡ് തന്നിട്ടുണ്ട്. പെർപെൻഡിക്കുലർ സൈഡ്സ് തന്നിട്ടുണ്ട് 9 സെൻറ്റിമീറ്ററും പിന്നെ എത്രയാണ്? 12 സെൻറ്റിമീറ്ററുമാണ്. അപ്പോൾ വീണ്ടും പെർപെൻഡിക്കുലർ സൈഡ്സ് ഇത് രണ്ടുമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഹൈപ്പോട്ടനസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഹൈപ്പോട്ടനസ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്താൽ ഇതിൻ്റെ സ്ക്വയർ പ്ലസ് ഇതിൻ്റെ സ്ക്വയർ ചെയ്യുക, എന്നിട്ട് അതിൻ്റെ റൂട്ട് എടുക്കുക. അപ്പോൾ എങ്ങനെയായിരിക്കും നമുക്ക് ഹൈപ്പോട്ടനസ് കണ്ടുപിടിക്കാം അല്ലേ? ഹൈപ്പോട്ടനസ് എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ, അതായത് ഈ പെർപെൻഡിക്കുലർ സൈഡുകളുടെ സ്ക്വയറിൻ്റെ സം എടുക്കുക. അപ്പോൾ എന്താണ്? 9 സ്ക്വയർ പ്ലസ് 12 സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ 9 സ്ക്വയർ എന്ന് വെച്ചാൽ 9നെ 2 പ്രാവശ്യം ഗുണിക്കുക. 9 9 81 പ്ലസ് 12ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 12നെ 2 പ്രാവശ്യം ഗുണിക്കുക. അതായത് 12 × 12 എത്രയാണ്? 144. ഓക്കെ, ഇനി എൻ്റെ റൂട്ട് എടുക്കുക. അപ്പോൾ ആ റൂട്ട് നോക്കുക, ഇതിനകത്ത് സം ചെയ്യുക. അപ്പോൾ 81 പ്ലസ് 144 എന്ന് പറഞ്ഞാൽ 4 1 5 8 2 10 12 2 1 ശിഷ്ടം 1 2 225 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ റൂട്ടിന് പുറത്ത് വരുമ്പോൾ എങ്ങനെയായിരിക്കും? നമുക്കറിയാം 25 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5ൻ്റെ റൂട്ടാണ് അല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത് 15 ചെയ്ത് നോക്കാം. അപ്പോൾ 5 5 5 25. അടുത്ത് 5ൽ അവസാനിക്കുന്ന ആ ക്രമത്തിൽ വരുമ്പോൾ 5ൽ അവസാനിക്കുന്ന സംഖ്യ 15. 15 × 15 ചെയ്ത് നോക്കുക. 5 5 25 5 2 ശിഷ്ടം 5 2 7 1 5 5 1 1 5 5 5 10 12 2 1 ശിഷ്ടം 1 2 225. അപ്പോൾ 225ൻ്റെ റൂട്ട് അല്ലെങ്കിൽ നിങ്ങൾ കാണാതെ പഠിച്ചു വെച്ചോളം. റൂട്ട് 225 എന്ന് വെച്ചാൽ 15 ആണ്. എത്രയാണ്? 15 സെൻറ്റിമീറ്റർ ആണ് ഇവിടുത്തെ ആൻസർ. ഓക്കെ, ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യനും പെർപെൻഡിക്കുലർ സൈഡ്സ് എന്ന് വെച്ചാൽ ഇത് രണ്ടും അല്ലേ? അപ്പോൾ ഈ പെർപെൻഡിക്കുലർ സൈഡ്സ് 7 സെൻറ്റിമീറ്ററും 24 സെൻറ്റിമീറ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഹൈപ്പോട്ടനസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഹൈപ്പോട്ടനസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഏറ്റവും വലിയ സൈഡാണെങ്കിൽ ഇതിൻ്റെ സ്ക്വയർ പ്ലസ് ഇതിൻ്റെ സ്ക്വയർ എന്നിട്ട് അതിൻ്റെ റൂട്ട് എടുക്കുക. നമ്മൾ നേരത്തെ പഠിച്ചു. അപ്പോൾ ഹൈപ്പോട്ടനസ് ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഹൈപ്പോട്ടനസ് എങ്ങനെ എഴുതാം? ഈക്വൽ ടു റൂട്ട് ഓഫ് എന്താണ്? ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഇതാണ് ആൾട്ടിറ്റ്യൂഡ്, ഇത് ബേസ്. ഓക്കെ, സ്ക്വയർ ചെയ്യാം. അപ്പോൾ നമുക്ക് അതായത് നമ്മുടെ ഈ 2 പെർപെൻഡിക്കുലർ സൈഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പെർപെൻഡിക്കുലർ സൈഡ്സ് ഏതൊക്കെയാണ്? റൂട്ട് ഓഫ് 7 സ്ക്വയർ പ്ലസ് 24 സ്ക്വയർ എന്ന് എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് 7 സ്ക്വയർ 7ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 7ന് 2 പ്രാവശ്യം 7 49. 24ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്രയാണ്? 24 × 24 എന്നാണ്. 4 4 16 6 1 ശിഷ്ടം 4 2 8 1 9 4 2 8 2 2 4. ഓക്കെ, 6 2 18 7 1 ശിഷ്ടം 4 1 5. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് 576 കിട്ടി. ഇനി ഇത് രണ്ടും കൂടെ കൂട്ടുക. 576 + 49 എന്ന് പറയുമ്പോൾ 9 10 15 5 1 ശിഷ്ടം
7 1 8 8 2 10 12 2 1 ശിഷ്ടം 5 1 6 ഓക്കെ 625 എന്ന് കിട്ടും. ഓക്കെ റൂട്ട് ഓഫ് 625 നമ്മൾ നേരത്തെ ചെയ്തായിരുന്നു. റൂട്ട് ഓഫ് 625 നേരത്തെ പഠിച്ചായിരുന്നു. 625 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 25-ൻ്റെയാണ്. അപ്പോൾ ഹൈപ്പോട്ടനസ് എന്ന് പറഞ്ഞാൽ 25 സെൻറ്റിമീറ്റർ ആയിരിക്കും അവിടുത്തെ ആൻസർ. ഓക്കെ ഇനി അത് ഓർമ്മയില്ലാത്തവർ ചെയ്തു നോക്കുക. 5 എന്ന് പറയുമ്പോൾ ലാസ്റ്റത്തെ ഈ 2 ഡിജിറ്റ് നോക്കുമ്പോൾ 25 എന്ന് പറയുമ്പോൾ ഏതിൻ്റെ സ്ക്വയറാണ്? 5-ൻ്റെ സ്ക്വയറാണ് അല്ലേ? അപ്പോൾ എന്നിട്ട് നമ്മൾ 5-ൻ്റെ സ്ക്വയറാണ് 25. അപ്പോൾ 5 അവസാനിക്കുന്ന വേറെ അടുത്ത നമ്പർ 15 നോക്കുക. 15 × 15 എന്ന് പറയുമ്പോൾ 225 അപ്പോൾ അതല്ല. അത് കഴിഞ്ഞ് 5-ൽ അവസാനിക്കുന്ന നമ്പർ ഏതാണ്? 25 ചെയ്ത് നോക്കുക. അപ്പോൾ 625 എന്ന് കിട്ടും. ഓക്കെ അപ്പോൾ 25 × 25 ചെയ്യുമ്പോൾ 625 ആണ്. അപ്പോൾ റൂട്ടിന് പുറത്ത് വരുമ്പോൾ 25 സെൻറ്റിമീറ്റർ. ഓക്കെ അപ്പോൾ തേർഡ് സൈഡ് എന്ന് പറയുമ്പോൾ 25 സെൻറ്റിമീറ്റർ നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം. തേർഡ് സൈഡ് എന്നല്ലേ ഇവിടെ ചോദിച്ചിരിക്കുക. അപ്പോൾ തേർഡ് സൈഡ് = 25 സെൻറ്റിമീറ്റർ എന്ന് എഴുതാം. ഓക്കെ ഇനി നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നാലാമത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ എന്താണ്? പെർപെൻഡിക്കുലർ സൈഡ്സ് 14 സെൻറ്റിമീറ്ററും 48 സെൻറ്റിമീറ്റർ. അപ്പം വീണ്ടും പെർപെൻഡിക്കുലർ സൈഡ്സ് തന്നെയാണ് തന്നിട്ടുള്ളത്. ഇതും തന്നിട്ടുണ്ട് അല്ലേ? നമുക്ക് ഏതാ കണ്ടുപിടിക്കേണ്ടത്? ഹൈപ്പോട്ടനസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അത് എത്ര പെർപെൻഡിക്കുലർ സൈഡ്സ് തന്നിട്ടുണ്ട്? 14 സെൻറ്റിമീറ്ററും പിന്നെ 48 സെൻറ്റിമീറ്ററും തന്നിട്ടുണ്ട്. ഓക്കെ അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ തേർഡ് സൈഡ് ഹൈപ്പോട്ടനസ്. നമുക്ക് വേണമെങ്കിൽ തേർഡ് സൈഡ് എന്ന് എഴുതാം. തേർഡ് സൈഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? തേർഡ് സൈഡ് പഠിച്ചു. റൂട്ട് ഓഫ് ഈ പെർപെൻഡിക്കുലർ സൈഡ്സിൻ്റെ സ്ക്വയറിൻ്റെ സം. ഓക്കെ അപ്പോൾ പെർപെൻഡിക്കുലർ സൈഡ്സ് ഏതൊക്കെയാണ്? 14 സ്ക്വയർ പ്ലസ് 48 സ്ക്വയർ. റൂട്ട് ഓഫ് 14 സ്ക്വയർ പ്ലസ് 48 സ്ക്വയർ ആണ്. അപ്പോൾ 14 സ്ക്വയർ എന്ന് പറയുമ്പോൾ 14 × 40 14 × 40. ഓക്കെ 4 4 16 6 1 ശിഷ്ടം. ഓക്കെ 4 4 16 6 1 ശിഷ്ടം 4 1 5. ഓക്കെ 1 4 4 1 1 6 5 4 9 196. ഓക്കെ 14-ൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ 196. ഓക്കെ പ്ലസ് 48-ൻ്റെ സ്ക്വയർ അപ്പോൾ 48 × 48. ഓക്കെ 8 8 64 4 6 ശിഷ്ടം 8 2 13 4 32 32 6 38. ഓക്കെ ഇനി അടുത്ത് 1 8 2 13 4 32 2 3 ശിഷ്ടം 4 4 16 17 18 19. ഓക്കെ അപ്പം 4 8 2 8 9 10 0 1 ശിഷ്ടം 9 10 13 3 1 ശിഷ്ടം 1 1 2. ഓക്കെ 2304 എന്ന് കിട്ടും. അപ്പോൾ ഇവ തമ്മിൽ കൂട്ടുമ്പോൾ 2304 പ്ലസ് 196 എന്ന് പറയുമ്പോൾ 6 4 10 0 1 ശിഷ്ടം 9 1 10 0 1 ശിഷ്ടം 3 1 4 1 5. ഓക്കെ അടുത്തിവിടെ എത്ര? 2500 എന്ന് കിട്ടും. ഇനി ഇതിൻ്റെ റൂട്ടാണ് എടുക്കേണ്ടത്. അപ്പം നമുക്കറിയാം നേരത്തെ ഞാൻ പറഞ്ഞു റൂട്ടിനകത്ത് 2 0 വന്നാൽ പുറത്ത് വരുമ്പോൾ 1 0. പിന്നെ 25 എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഏതിൻ്റെ റൂട്ടാണ്? 5. ഓക്കെ അപ്പോൾ അവിടുത്തെ ആൻസർ 50 സെൻറ്റിമീറ്റർ ആണ് ഇവിടുത്തെ ആൻസർ. ഓക്കെ ഇനി അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഹൈപ്പോട്ടനസ് 17 സെൻറ്റിമീറ്ററും. അപ്പോൾ ഇനി എന്താണ് തന്നിരിക്കുന്നത്? ഒരു ട്രയാങ്കിളിൻ്റെ ഒരു എന്താണ് 90 ഡിഗ്രിയുള്ള ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടനസ് ഇവിടെ തന്നിട്ടുണ്ട് 17 സെൻറ്റിമീറ്ററും. പിന്നെന്താ അനദർ സൈഡ്. അപ്പോൾ അത് പെർപെൻഡിക്കുലർ സൈഡിൽ ഇതോ ആവാം. അത് എത്രയാണ് തന്നിട്ടുള്ളത്? 15 സെൻറ്റിമീറ്ററുമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതോ ആവാം ഏതോ ഒന്ന് 15 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളടുത്ത് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മൾ അടുത്ത ഒരു പെർപെൻഡിക്കുലർ സൈഡാണ് എടുക്കേണ്ടത്. അപ്പോൾ അടുത്ത പെർപെൻഡിക്കുലർ സൈഡ് കാണാൻ നമുക്ക് എന്താ വലിയ സൈഡ് ഹൈപ്പോട്ടനസ് എന്ന് കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചു എന്താ ഹൈപ്പോട്ടനസ് സ്ക്വയർ മൈനസ് ഒരു പെർപെൻഡിക്കുലർ സൈഡിൻ്റെ സ്ക്വയറാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? തേർഡ് സൈഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? തേർഡ് സൈഡ് = റൂട്ട് ഓഫ് ഹൈപ്പോട്ടനസ് സ്ക്വയർ. അതായത് എത്രയാണ്? 17-ൻ്റെ സ്ക്വയർ. ആ വലിയ സ്ക്വയറിന് മൈനസ് എത്രയാണ്? 15 സ്ക്വയർ ചെയ്തത്. അപ്പോൾ റൂട്ട് ഓഫ് 17 സ്ക്വയർ എന്ന് വെച്ചാൽ 17 × 17. 17 × 17 എന്ന് പറയുമ്പോൾ 7 × 7 49. 9 4 ശിഷ്ടം 1 7 7 8 9 10 11 അല്ലേ? അടുത്ത് 1 7 1 1 9 7 1 8 1 2 289. 289 മൈനസ് 15-ൻ്റെ സ്ക്വയർ. 15 എത്രയാണ്? നമ്മൾ നേരത്തെ പഠിച്ചു 225 അല്ലേ? അപ്പോൾ അല്ലേ 225 വന്നപ്പോൾ നമ്മൾ 15 എടുത്തു. അപ്പോൾ 15-ൻ്റെ സ്ക്വയർ എത്രയായിരിക്കും? 225. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 289 മൈനസ് 225 ചെയ്യണം. 9 5 എത്രയാണ്? 4. 8 2 പോയാൽ എത്രയാണ്? 6. അപ്പോൾ 64 ഏതിൻ്റെ റൂട്ടാണ്? 64 എന്ന് വെച്ചാൽ 8 8 64 അല്ലേ? അപ്പോൾ 8 സെൻറ്റിമീറ്റർ ആണ് അവിടുത്തെ തേർഡ് സൈഡ് എന്ന് പറയുന്നത് 8 സെൻറ്റിമീറ്റർ ആണ് ആൻസർ. ഓക്കെ
ഓക്കെ, ഇനി അടുത്ത ആറാമത്തെ ക്വസ്റ്റ്യനും സെയിം തന്നെയാണ് പറഞ്ഞത്. ഹൈപ്പോട്നസ് പറഞ്ഞിട്ടുണ്ട് 34 സെൻറ്റിമീറ്റർ, ഹൈപ്പോട്നസ് 34 സെൻറ്റിമീറ്ററും പിന്നെ അനദർ സൈഡ്. അപ്പോൾ ഇവിടെ ഹൈപ്പോട്നസ് വന്നിട്ടുണ്ട് 34ഉം ഇനി അത് ഏതോ ഒരു പെർപെൻഡിക്കുലർ സൈഡ് 30 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അനദർ സൈഡ് എത്രയാണ്? 30 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ തേർഡ് സൈഡ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ ഹൈപ്പോട്നസ് തന്നിട്ടുണ്ടെങ്കിൽ ആ ഹൈപ്പോട്നസിൻ്റെ സ്ക്വയറെ മൈനസ് ഒരു പെർപെൻഡിക്കുലർ സൈഡിൻ്റെ സ്ക്വയർ കുറച്ചിട്ട് അതിൻ്റെ റൂട്ട് എടുക്കണം. അപ്പോൾ എങ്ങനെ കിട്ടും? തേർഡ് സൈഡ് നമുക്ക് എങ്ങനെ എഴുതാം? ഹൈപ്പോട്നസ് 34 സ്ക്വയർ മൈനസ് 30 സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ 34 സ്ക്വയർ എന്ന് വെച്ചാൽ 34 × 34 ചെയ്യാം. ഓക്കെ, 4 4 16 6 1 ശിഷ്ടം 4 12 1 13 4 12 2 1 ശിഷ്ടം 3 3 9 1 10. ഓക്കെ, അപ്പോൾ 6 5 1 1 1156 മൈനസ് 30യുടെ സ്ക്വയർ. 30യുടെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്രയാണ്? 30 × 30 ആണ്. ഓക്കെ, അപ്പം നമുക്ക് 30യുടെ സ്ക്വയർ കണ്ടുപിടിക്കാൻ എളുപ്പമുണ്ട് അല്ലേ? സ്ക്വയർ 0യുടെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 2 0, 3ൻ്റെ സ്ക്വയർ എത്ര? 3 3 9. ഓക്കെ, അപ്പോൾ √1156 മൈനസ് 900 ആണ് ചെയ്യേണ്ടത്. അപ്പോൾ 6 ന് 0 പോയാൽ 6, 5 ന് 0 പോയാൽ 5, 11 ന് 9 പോയാൽ 10 11 അല്ലേ 2. അപ്പോൾ 256 ആണ് വരുന്നത്. അത് ഏതിൻ്റെ റൂട്ടാണെന്ന് നോക്കണം. ഓക്കെ, 256 എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് മറ്റേ രീതിയിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ചെയ്യാം. നമുക്കറിയാം 225 ഒക്കെ ഒരു 15 ആയിരുന്നു അല്ലേ? 225 15 ആയിരുന്നു. അപ്പോൾ നമുക്കൊരു 16 ചെയ്ത് നോക്കാം. 16 എത്രയാണ്? 16 × 16 ചെയ്യുമ്പോൾ എത്രയാണ്? 6 6 36, 6 3 ശിഷ്ടം അല്ലേ? 6 7 8 9. ഓക്കെ, 6 1 6 9 10 5 1 ശിഷ്ടം 1 2 256. അപ്പോൾ 256 √256 എന്ന് പറഞ്ഞാൽ എത്രയാണ് കിട്ടുന്നത്? 16ൻ്റെ റൂട്ടാണ് 256 എന്ന് പറഞ്ഞാൽ. അപ്പോൾ തേർഡ് സൈഡ് എത്ര കിട്ടും? 16 സെൻറ്റിമീറ്ററിന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ആ ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് നിങ്ങൾ വീണ്ടും ചെയ്തു നോക്കുക. ഓക്കെ, ഇനി നമുക്ക് പേജ് നമ്പർ 160. പേജ് നമ്പർ 160ൽ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 2 പില്ലേഴ്സ് ഓഫ് ഹൈറ്റ്സ്. അപ്പോൾ 2 പില്ലേഴ്സ്, 2 തൂണുകളുണ്ട്. ഓക്കെ, 2 തൂണുകളുണ്ട്. ഹൈറ്റ് 2 meters ആൻഡ് 5 meters. അപ്പോൾ ഒന്നിൻ്റെ ഹൈറ്റ് 2 മീറ്ററും മറ്റത് 5 മീറ്ററും തന്നിട്ടുണ്ട്. മീറ്റേഴ്സ് സ്റ്റാൻഡ് 4 meters അപ്പാർട്ട്. അപ്പോൾ അവ രണ്ടും നിൽക്കുന്നത് 4 മീറ്റർ അപ്പാർട്ട് അകലത്തിലാണ്. അപ്പോൾ 4 meters അപ്പാർട്ട് അകലത്തിൽ ഒരു അകലത്തിലാണ് ഈ 2 പില്ലറും നിൽക്കുന്നത്. എന്നിട്ട് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ പിക്ചറും തന്നിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് ചോദിക്കാം വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദെയർ ടോപ്സ്. അപ്പോൾ ഇതിൻ്റെ ടോപ്പുകൾ തമ്മിലുള്ള ഈ ഡിസ്റ്റൻസ് എത്രയെന്നാണ് ചോദിക്കുന്നത്. അതായത് ഇവിടെ ഇത് എത്രയെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ മനസ്സിലായാലോ? 2 പില്ലറുണ്ട്, 2 മീറ്ററും 5 മീറ്ററിൻ്റെയും. എന്നിട്ട് എന്താണ് അവ തമ്മിലുള്ള ആ പില്ലറുകൾ വെച്ചിരിക്കുന്ന അവ തമ്മിലുള്ള ഒരു അകലം എന്ന് പറഞ്ഞാൽ 4 മീറ്റർ ആണ്. എന്നിട്ട് പറയുകയാണ് അതിൻ്റെ ടോപ്പ് എൻഡുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്, ദൂരം എത്രയായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കിതെങ്ങനെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും? നമുക്കിതിനെ ഒന്നുകൂടെ റീഡ്രോ ചെയ്യാം. ഒന്നുകൂടെ ഈ ഫിഗർ വരച്ച് നമുക്ക് ഇവിടെ കൂടെ ഒരു അസംഷൻ ലൈൻ കൊടുക്കാം. ഇതാ ഇവിടെ കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ ഒരു ട്രയാങ്കിൾ കിട്ടും അല്ലേ? ഒരു ട്രയാങ്കിൾ കിട്ടി. അപ്പോൾ നമുക്ക് ഈ ട്രയാങ്കിളിൻ്റെ ഇതാണ് ബേസ്, ഇത് ആൾട്ടിറ്റ്യൂഡ്, ഇത് ഹൈപ്പോട്നസ് ആയി അല്ലേ? ബേസ്, ആൾട്ടിറ്റ്യൂഡ്, ഹൈപ്പോട്നസ് ആയി. ഓക്കെ, അപ്പോൾ ഈ ബേസ് എന്ന് പറഞ്ഞാൽ ഈ അകലത്തിൽ നിന്ന് മാറ്റം വരുമോ? ഈ 4 മീറ്റർ തന്നെ ആയിരിക്കും ഇവിടെ വരുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? 4 മീറ്റർ എന്ന് എഴുതാം. ഓക്കെ, ഇനി ഈ ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമുക്കറിയാം എന്താ ഇത്രയും 2 ആണ്. അപ്പോൾ ഇതുവരെ എന്തായിരിക്കും? 2 തന്നെ ആയിരിക്കും അല്ലേ? അപ്പോൾ ഈ ആൾട്ടിറ്റ്യൂഡ് എത്രയായിരിക്കും? മൊത്തം ഇത്രയാണ് 5. ഓക്കെ, ഇത്രയും 5ൽ ഇത്രയും ഭാഗം 2. അപ്പോൾ ബാക്കി ഇത്രയെന്ന് പറഞ്ഞാൽ ഈ 5ൽ നിന്ന് 2 പോയാൽ എത്രയാണ്? 3 സെൻറ്റിമീറ്റർ ആയിരിക്കും അല്ലേ? മനസ്സിലായോ? അപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടി? ബേസ് കിട്ടി, എത്രയാണ്? 4 മീറ്റർ കിട്ടി. ഇനി ആൾട്ടിറ്റ്യൂഡ് കിട്ടും. ആൾട്ടിറ്റ്യൂഡ് എത്ര കിട്ടും? ഈ 5 മൊത്തം 5 ആണ്. ആ 5ൽ നിന്ന് ഈ 2 പോവും. അപ്പോൾ 5 - 2 ചെയ്യുമ്പോൾ 3 മീറ്റർ ആണ്. 3 മീറ്ററിന് കിട്ടും. അപ്പോൾ നമുക്കിനി എന്താ കണ്ടുപിടിക്കേണ്ടത്? ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ എന്താണ്? ഒരു ട്രയാങ്കിൾ എടുക്കുമ്പോൾ അപ്പോൾ ഇന്ന ട്രയാങ്കിൾ, ഈ ട്രയാങ്കിളിന് എന്താണ്? ഹൈപ്പോട്നസ് കണ്ടുപിടിച്ചാൽ പോരെ? അപ്പോൾ ഹൈപ്പോട്നസ് കണ്ടുപിടിക്കാൻ എന്താണ്? ഹൈപ്പോട്നസ് ആണ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഈ വലിയ സൈഡാണ് കണ്ടുപിടിക്കണമെങ്കിൽ ഈ 2 പെർപെൻഡിക്കുലർ സൈഡുകളുടെ സ്ക്വയറിൻ്റെ സമ്മിൻ്റെ റൂട്ട് എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഹൈപ്പോട്നസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? എന്താണ്? ബേസ് സ്ക്വയർ പ്ലസ്
ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ അല്ലേ. ബേസ് എന്ന് പറഞ്ഞപ്പോൾ റൂട്ട് ഓഫ് ബേസ് എന്ന് പറഞ്ഞാൽ 4 സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് എത്രയാണ് 3 സ്ക്വയർ. അപ്പോൾ 4ൻ്റെ സ്ക്വയർ എത്രയാണ് 4 4 16, 3ൻ്റെ സ്ക്വയർ 3 3 9. അപ്പോൾ 16 പ്ലസ് 9 എന്ന് പറഞ്ഞാൽ എത്രയാണ് 25. റൂട്ട് 25 എത്രയാണ് 5 സെൻറ്റിമീറ്റർ. 5ൻ്റെ സ്ക്വയറാണ് എത്ര 25 അല്ലേ. അപ്പോൾ റൂട്ട് 25 5 ആണ്. അപ്പോൾ ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ് 5 മീറ്റർ ആണ്. 5 മീറ്റർ എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് എങ്ങനെ ആൻസർ വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദെയർ ടോപ്സ് എന്നല്ലേ. അപ്പോൾ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദെയർ ടോപ്സ് ഈസ് 5 മീറ്റർ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ എങ്ങനെ എഴുതാം ആൻസർ ക്വസ്റ്റ്യനിൽ തന്നെ അവസാനമുണ്ട് ദ ഡിസ്റ്റൻസ്, അത് എഴുതാം. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദെയർ ടോപ്സ് ഈസ് 5 മീറ്റർ. ഓക്കെ, അല്ലെങ്കിൽ എങ്ങനെ എഴുതാം ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദെയർ ടോപ്സ് ഈക്വൽ ടു 5 മീറ്റർ എന്ന് ഇങ്ങനെ എഴുതാം. ഓക്കെ, അപ്പോൾ ഇതാണ് ആൻസർ. അപ്പോൾ നമ്മളൊരു എന്താണ് ട്രയാങ്കിൾ ഫോം ചെയ്ത് ഹൈപ്പോട്ടനസ് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, ഇനി അടുത്ത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ ലെങ്ത് ഓഫ്. അപ്പോൾ പിക്ചറൊക്കെ തന്നിട്ടുണ്ട്, ഒരു പിക്ചറൊക്കെ ഇങ്ങനെ തന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ വരയ്ക്കുന്ന ആക്യുറേറ്റ് ആയിരിക്കില്ല, പക്ഷേ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ടത്. ഓക്കെ, ഇവിടെയും 13 സെൻറ്റിമീറ്റർ, ഇവിടെയും 13 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്, ഇവിടെ 12 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. ഓക്കെ, എത്രയാണ് 12 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 90 ഡിഗ്രി ആണെന്നാണ് കാണിക്കുന്നത്. ഓക്കെ, എന്താ ചോദിക്കുന്നത് ഫൈൻഡ് കണ്ടെത്തുക ദ ലെങ്ത് ഓഫ് ദ ബോട്ടം സൈഡ്. ബോട്ടം സൈഡ് എന്ന് വെച്ചാൽ ഏറ്റവും താഴത്തത് ഈ സൈഡാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ബോട്ടം സൈഡ്. അപ്പോൾ ഈ ബോട്ടം സൈഡിൻ്റെ ഈ ടോട്ടൽ ലെങ്ത് ഓഫ് ദ ട്രയാങ്കിൾ ഡ്രോൺ ബിലോ. അപ്പോൾ ഈ താഴെ വരച്ചിരിക്കുന്ന ഈ ട്രയാങ്കിളിൻ്റെ ബോട്ടം സൈഡ് എന്ന് വെച്ചാൽ താഴത്തെ സൈഡ്. അപ്പോൾ ഈ ലെങ്ത് അതായത് നമ്മുടെ ബേസ് ടോട്ടൽ ബേസ് എത്രയെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എന്തറിയാം, നമുക്കിവിടെ അറിയാം. ഇവിടെ നോക്കൂ, ഇവിടെയും 13 സെൻറ്റിമീറ്റർ, ഇവിടെയും 13 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇവിടെയും 12 സെൻറ്റിമീറ്റർ, ഇവിടെ രണ്ടിനും കോമൺ ആയിട്ട് 12 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇതിൻ്റെ ഇവിടെ 2 ട്രയാങ്കിളുണ്ട്, ഈ ഒരു ട്രയാങ്കിളും ഉണ്ട്, ഈ ഒരു ട്രയാങ്കിളും ഉണ്ട്. അപ്പോൾ ഈ ഒരു ട്രയാങ്കിളിൻ്റെ ബേസ്, അപ്പോൾ ഇതിൻ്റെ ബേസും ഈ ട്രയാങ്കിളിൻ്റെ ബേസും തുല്യമായിരിക്കും. കാരണം ഇവിടുത്തെ സൈഡുകൾ തുല്യമല്ലേ. അപ്പോൾ 13 സെൻറ്റിമീറ്റർ 12 സെൻറ്റിമീറ്റർ, ഇവിടെയും 13 സെൻറ്റിമീറ്ററും 12 സെൻറ്റിമീറ്ററും. അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ ഈ സൈഡും ഈ ട്രയാങ്കിളിൻ്റെ ഈ സൈഡും തുല്യമായിരിക്കും. അപ്പോൾ നമുക്ക് ഒരു ട്രയാങ്കിൾ അറ്റ് എ ടൈം ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. അപ്പോൾ എന്താണ്, നമുക്കൊരു പേര് കൊടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ കൊടുത്തു ABCD എന്ന് കൊടുത്തു. ഓക്കെ, എന്നിട്ട് ട്രയാങ്കിൾ ABC എടുക്കുവാണ്. അപ്പോൾ ഇൻ ട്രയാങ്കിൾ ABCയിൽ എന്തൊക്കെ തന്നിട്ടുണ്ട്, ബേസാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, അല്ലേ. ഇവിടെ എന്താണ് ഇത് 90 ഡിഗ്രി ചെയ്യുന്നത് ആൾട്ടിറ്റ്യൂഡ്, ഉയരം. ആൾട്ടിറ്റ്യൂഡ് എന്ന് വെച്ചാൽ ഉയരം. ഓക്കെ, ബേസ് എന്ന് വെച്ചാൽ പാദം. അപ്പോൾ ആൾട്ടിറ്റ്യൂഡ് ഇസ് ഈക്വൽ ടു എത്ര തന്നിട്ടുണ്ട് 12 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. ഇത് ചരിഞ്ഞ് കിടക്കുന്ന സ്ലാൻഡഡ് ആയിട്ട് കിടക്കുന്ന വലിയ സൈഡാണ് നമ്മുടെ ഹൈപ്പോട്ടനസ്. അപ്പോൾ ഹൈപ്പോട്ടനസ് തന്നിട്ടുണ്ട് 13 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ നേരത്തെ നമ്മൾ പഠിച്ചില്ലേ 2 സൈഡ് തന്നിട്ട് അതിൻ്റെ മൂന്നാമത്തെ സൈഡ് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഇവിടെ ഹൈപ്പോട്ടനസും ഉണ്ട് ആൾട്ടിറ്റ്യൂഡും ഉണ്ട്. അപ്പോൾ ഇനി ഒരു പെർപെൻഡിക്കുലർ സൈഡാണ്, ഈ പെർപെൻഡിക്കുലർ സൈഡാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആ പെർപെൻഡിക്കുലർ സൈഡ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, റൂട്ട് ഓഫ് ഹൈപ്പോട്ടനസ് സ്ക്വയർ മൈനസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ അല്ലേ. അപ്പോൾ എങ്ങനെ എഴുതും, അപ്പോൾ ബേസ് B ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഹൈപ്പോട്ടനസ് സ്ക്വയർ എന്ന് പറയുമ്പോൾ 13 സ്ക്വയർ മൈനസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ 12 സ്ക്വയർ. ഓക്കെ, അപ്പോൾ എങ്ങനെ എഴുതാം 13 സ്ക്വയർ, 13 എന്ന് പറഞ്ഞാൽ എത്രയാണ് 13 × 13, 3 3 9, 3 1 3 1 9 6 1 അല്ലേ. അപ്പോൾ 169 റൂട്ട് ഓഫ് 169 മൈനസ് 12ൻ്റെ സ്ക്വയർ എത്ര 12 12 144. അപ്പോൾ 169 144 കുറച്ചാൽ മതി. 9 4 പോയാൽ 5, 6 4 പോയാൽ 2. ഓക്കെ, അപ്പോൾ എത്ര കിട്ടും, റൂട്ട് 25 എന്ന് കിട്ടും. റൂട്ട് 25 എത്രയാണ്, റൂട്ട് 25 എന്ന് വെച്ചാൽ 5ൻ്റെ സ്ക്വയറാണ്. ഓക്കെ, 5ൻ്റെ സ്ക്വയറാണ്. അപ്പോൾ അല്ലേ 5ൻ്റെ സ്ക്വയർ അല്ലേ. അപ്പോൾ റൂട്ടിന് പുറത്ത് വരുമ്പോൾ 5. അപ്പോൾ ബേസ് എന്ന് പറഞ്ഞാൽ 5 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ ഈ ഒരു ബേസ് 5 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ നമുക്ക് വേണ്ട എന്താണ്, ലെങ്ത് ഓഫ് ദ ബോട്ടം സൈഡ്. ലെങ്ത് ഓഫ് ദ ബോട്ടം സൈഡ് എന്ന് പറയുമ്പോൾ എത്രയാണോ ഉള്ളത് ഇതും കൂടെ ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ എന്ത് ചെയ്യണം, നമ്മൾ കൂട്ടണം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, ലെങ്ത് ഓഫ് ദ ബോട്ടം സൈഡ് ബോട്ടം സൈഡ് എന്ന് പറയുമ്പോൾ ബോട്ടം സൈഡ് ഇസ് ഈക്വൽ ടു ഇവിടുത്തെ 5 പ്ലസ് ഇവിടെ ഒരു 5 വരും അല്ലേ. ഇവിടെ 5 ആണെങ്കിൽ ഇവിടെ 5 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 5 + 5 ഇസ് ഈക്വൽ ടു 10
സെൻറ്റിമീറ്റർ. ഓക്കെ, 10 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 5ൻ്റെ സ്ക്വയർ എടുത്താൽ മതി. അല്ല, 5 × 2 എന്ന് ചെയ്താൽ 2 എണ്ണം അല്ലേ, 5ൻ്റെ സ്ക്വയർ അല്ല, സോറി, 5 × 2, 2 പ്രാവശ്യം 5 അല്ലേ, അപ്പോൾ 5 × 2 ചെയ്യുമ്പോൾ നമുക്ക് 10 കിട്ടും, അല്ലെങ്കിൽ 5 + 5 എന്ന് എഴുതിയാലും ശരിയാണ്. ഓക്കെ, ഇനി അടുത്ത 4ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ ദ പിക്ചേഴ്സ് ബിലോ, താഴെ 2 പിക്ചർ തന്നിട്ടുണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഇൻ ദ പിക്ചേഴ്സ് ബിലോ. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട് ഈ പിക്ചർ, ഞാനൊരു റഫായിട്ട് വരച്ചേ ഉള്ളൂ. അപ്പോൾ ഇൻ ദ പിക്ചേഴ്സ് ബിലോ, താഴെ തന്നിരിക്കുന്ന ചിത്രങ്ങളിൽ O ഈസ് ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ. അപ്പോൾ ഈ O എന്ന് പറഞ്ഞ സർക്കിളിൻ്റെ സെൻറ്ററാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഇവിടെ ആക്യുറേറ്റ് ആയിട്ടൊന്നും ഇല്ല, അപ്പോൾ പറയുവാണ് O എന്ന് പറഞ്ഞ ഈ സർക്കിളിൻ്റെ സെൻറ്ററാണ്. ഓക്കെ, ഇനി അടുത്ത്, അപ്പോൾ സെൻറ്റർ ഇത് എന്താണ്, റേഡിയസ് ആയിരിക്കും. സെൻറ്ററിൽ നിന്ന് പോകുന്ന ഈ സർക്കിളിൽ പോകുന്ന എന്താണ്, ഇത് റേഡിയസ് ആണ്. ഓക്കെ, സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് എന്താണ് സർക്കിളിൽ പോയി മുട്ടുന്നത്, അതാണ് നമ്മുടെ റേഡിയസ്. ഓക്കെ, അപ്പോൾ ഇതും റേഡിയസ്, ഇതും റേഡിയസ്. നമ്മൾ ഇവിടെ ഒരു വര വരയ്ക്കുവാണെങ്കിൽ ഇതും റേഡിയസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ എന്നിട്ട് പറയാണ് ABPQ, ABPQ, ഇതാ ABPQ എന്ന് പറയുന്നത് ആർ പോയിന്റ്സ് ഓൺ ദ സർക്കിൾ. അപ്പോൾ സർക്കിളിലെ പോയിന്റ്സ് ആണ്, അതല്ലേ, കണ്ടില്ലേ, സർക്കിളിൽ വന്ന് മുട്ടുന്ന പോയിന്റ്സ് ആണ് എയും ബിയും പിയും ക്യൂ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് ദ ലൈൻ AB. ഈ AB എന്ന് പറയുന്ന ലൈനിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്, ലെങ്ത് ഓഫ് AB, ലെങ്ത് ഓഫ് AB ഇത്രയും, ഇത് മുതൽ ഇതുവരെയുള്ളത് കണ്ടുപിടിക്കണം. ആൻഡ് ലെങ്ത് ഓഫ്, പിന്നെ എന്താ കണ്ടുപിടിക്കേണ്ടത്, PQ, ലെങ്ത് ഓഫ് PQ, ഇത് മുതൽ ഇതുവരെയുള്ള ലെങ്താണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ പിക്ചറിന് ഒന്നുകൂടെ റീഡ്രോ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ദാ ഇതിനിങ്ങനെ ഒന്ന് വരയ്ക്കണം. ഇതും സർക്കിളിൻ്റെ ദാ ഇവിടെ ഈ സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് സർക്കിളിൻ്റെ പോയിന്റിലോട്ട് പോകുന്ന വര തന്നെയല്ലേ ഇത്. അപ്പോൾ ഇതും എന്തായിരിക്കും, റേഡിയസ് ആണ്. ഓക്കെ, ഇത് റേഡിയസ് ആണ്, ഇതും റേഡിയസ് ആണ്, ഇത് റേഡിയസ് ആണ്, ഇതും റേഡിയസ് ആണ്. അതായത് സർക്കിളിൻ്റെ സെൻറ്ററായ ഓയിൽ നിന്ന് സർക്കിളിലോട്ട് വരയ്ക്കുന്നത്. അപ്പോൾ നമ്മളൊരു സർക്കിൾ എടുക്കുമ്പോൾ ഇത് സെൻറ്റർ ആണെങ്കിൽ ഇത് റേഡിയസ് അല്ലേ, ഇത് റേഡിയസ്, ഇത് റേഡിയസ്, ഇത് റേഡിയസ്, ഇതെല്ലാം റേഡിയസ് ആയിരിക്കും. സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് ആ സർക്കിളിൽ മുട്ടുന്ന ലൈൻസ് നമ്മൾ എന്താണ്, റേഡിയസ് എന്നാണ് പറയുന്നത്. അപ്പോൾ നോക്ക്, അപ്പോൾ ഇതും സെയിം ആണ്, ഇതും സെയിം ആണ് അല്ലേ. നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലത്തിലുള്ള പോലെ തന്നെ എന്താണ്, ഈ സൈഡും ഈ സൈഡും പിന്നെ ഈ നടുക്കുള്ളത് കോമൺ സൈഡ്, ഇതിന് തുല്യം. അപ്പോൾ ഇവിടുത്തെ സൈഡും തുല്യം. 4 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഓക്കെ, ഇവിടെ എത്രയായിരിക്കും, ഇവിടെ റേഡിയസ്, ഇവിടെ 5 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇവിടെയും 5 സെൻറ്റിമീറ്റർ ആയിരിക്കും അല്ലേ. അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെയും 5 സെൻറ്റിമീറ്ററും 4 സെൻറ്റിമീറ്റർ 2 സൈഡ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കണ്ടുപിടിക്കേണ്ട ഈ ഒരു സൈഡാണ്. അപ്പോൾ നമുക്ക് ഹൈപ്പോട്ടനസും തന്നിട്ടുണ്ട്, ഇതല്ലേ പെർപെൻഡിക്കുലർ സൈഡ്. ഓക്കെ, ഇതാണ് പെർപെൻഡിക്കുലർ സൈഡ്സ്. അപ്പോൾ എന്ത് ചെയ്താൽ മതി, നമുക്ക് ലെങ്ത് ഓഫ് AB കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, ഇതിൻ്റെ ഈ കുഞ്ഞ് ട്രയാങ്കിളിൻ്റെ ഈ ബേസ് കണ്ടുപിടിച്ചിട്ട് അതേ പ്ലസ് ഇത് ചെയ്താൽ മതി. ഓക്കെ, മനസ്സിലായല്ലേ. അതായത് നമുക്ക് ലെങ്ത് ഓഫ് ലൈൻ AB കണ്ടുപിടിക്കാൻ നമ്മൾ ആദ്യം ഈ ഒരു ട്രയാങ്കിൾ, അതായത് ഈ ട്രയാങ്കിളും തുല്യമാണ്. അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ ബേസ് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഇവിടെ ഹൈപ്പോട്ടനസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ട്രയാങ്കിൾ OA, ഇവിടെ ഒരു C കൂടെ കൊടുക്കുകയാണേ, OAC എടുക്കണം. OAC എന്ന് പറയുമ്പം ട്രയാങ്കിൾ OACയിൽ ഹൈപ്പോട്ടനസ് എത്രയാണ്, ഹൈപ്പോട്ടനസ് തന്നിട്ടുണ്ട് 5 സെൻറ്റിമീറ്റർ അല്ലേ. അടുത്തെന്താണ്, ആൾട്ടിറ്റ്യൂഡ്, ഇവിടെ ഒരു പെർപെൻഡിക്കുലർ സൈഡ് തന്നിട്ടുണ്ട്, എത്രയാണ്, 4 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് അതിനെ ആൾട്ടിറ്റ്യൂഡ് എന്ന് എടുക്കാം. ആൾട്ടിറ്റ്യൂഡ് = 4 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടതാണ് ബേസ്. അപ്പോൾ ബേസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, നമുക്കറിയാം ഹൈപ്പോട്ടനസ് തന്നിട്ടുണ്ടെങ്കിൽ വലിയ സൈഡാണ്. അപ്പോൾ അത് ഹൈപ്പോട്ടനസ് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്വയറിൽ നിന്ന് ഈ അടുത്ത പെർപെൻഡിക്കുലർ സൈഡ് കുറയ്ക്കണം. അപ്പോൾ ബേസ് കണ്ടുപിടിക്കാൻ എന്താ, ഹൈപ്പോട്ടനസ് എന്ന് പറയുമ്പോൾ 5ൻ്റെ സ്ക്വയർ മൈനസ് അടുത്ത സൈഡ് ഏതാണ്, 4. അപ്പോൾ 4 സ്ക്വയർ. അപ്പോൾ 5ൻ്റെ സ്ക്വയർ എത്രയാണ്, 25 മൈനസ് 4ൻ്റെ സ്ക്വയർ 16, 4 4 16. ഓക്കെ, 25ൽ നിന്ന് 16 കുറയ്ക്കണം. അപ്പോൾ 16 കഴിഞ്ഞ് അങ്ങ് കൂട്ടുക, 25 കിട്ടും. 16 കഴിഞ്ഞ് 17, 18, 19, 20, 21, 22, 23, 24, 25. അപ്പോൾ എത്രയാണ്, 9 കിട്ടി അല്ലേ. √9 കിട്ടി. √9 എന്ന് വെച്ചാൽ 3 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ ഇവിടെ 3 സെൻറ്റിമീറ്റർ കിട്ടി. നമുക്ക് എന്താ വേണ്ട, ലെങ്ത് ഓഫ് AB. അപ്പോൾ ഇവിടെ ഇത് മുതൽ ഇതുവരെ വേണം. അപ്പോൾ ലെങ്ത് ഓഫ് AB എന്ന് വെച്ചാൽ ഇവിടെ 3 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇവിടെയും 3 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ 3 + 3 ചെയ്താൽ പോരെ. അപ്പോൾ ലെങ്ത് ഓഫ് AB = 3 + 3 = 6 സെൻറ്റിമീറ്ററിന് കിട്ടും.
ഓക്കെ, ഇതുപോലെ സെയിം പ്രൊസീജിയർ നമ്മൾ അടുത്ത സർക്കിളിലും ചെയ്താൽ മതി. ഓക്കെ, അപ്പം ഞാനിത് അങ്ങ് റബ്ബ് ചെയ്യുവാണ്. അപ്പം അടുത്ത സർക്കിളിലും എന്താണ്, ഇത് സെൻറ്ററിൻ്റെ ഓയിന്ന്, ഇതാണ് സെൻറ്റർ, ഓയിന്ന് ഇവിടെ പോകുന്നുണ്ട്, ഇങ്ങനെ വരുന്നുണ്ട്. ഇതാ ഇവിടെ തന്നിട്ടുണ്ട്, ഇവിടെ എത്രയും തന്നിട്ടുണ്ട് 5 സെൻറ്റിമീറ്റർ, ഇവിടെ 5 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്, ഇവിടെ 3 സെൻറ്റിമീറ്ററും തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ട PQ, ഈ ലെങ്താണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഓയിന്ന് ഒരു ലൈൻ ഇങ്ങോട്ട് വരയ്ക്കാം. അപ്പോൾ എന്താ, സെൻറ്ററിൽ നിന്ന് സർക്കിളിലോട്ട് മുട്ടുന്നു. അപ്പോൾ റേഡിയസ്, ഇവിടുത്തെ റേഡിയസ് ഇത് എത്രയാണ്, സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് സർക്കിളിലോട്ട് പോകുന്നു. അപ്പോൾ ഇത് റേഡിയസ്, അപ്പോൾ ഇതും സെയിം ആണ്. അപ്പോൾ ഇവിടെ 5 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇവിടെയും 5 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കോമൺ ആയിട്ടുള്ള ഈ ട്രയാങ്കിളുടെ സൈഡാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ബേസ് തന്നെ ആയിരിക്കും ഇവിടുത്തെ ബേസ്. അപ്പോൾ നേരത്തെ പോലെ ബേസ് കണ്ടുപിടിക്കാം. ഇവിടെ എന്താണ് ബേസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ റൂട്ട് ഓഫ്, ഇതാണ് ഹൈപ്പോട്ടനസ്. അപ്പോൾ 5 സ്ക്വയർ മൈനസ് ഇത് ആൾട്ടിറ്റ്യൂഡ് 3 സ്ക്വയർ, 5 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ എന്ന് പറയുമ്പോൾ 25. 5 സ്ക്വയർ 25 മൈനസ് 3 സ്ക്വയർ എത്ര 9. അപ്പോൾ 25 മൈനസ് 9 ചെയ്യുക, 25 മൈനസ് 9 ചെയ്യുക. അപ്പോൾ 15, 9 കഴിഞ്ഞ് 10, 11, 12, 13, 14, 15, 6 കിട്ടും. ഇവിടെ എത്രയാണ് 1 ആവും. അപ്പോൾ 16 എന്ന് പറഞ്ഞാൽ റൂട്ട് 16 എന്ന് പറഞ്ഞാൽ 4ൻ്റെതാണ് റൂട്ട് 16 എന്ന് പറഞ്ഞത്. അപ്പോൾ ആൻസർ ഇവിടെ എത്ര കിട്ടും, 4 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇവിടുത്തെ ബേസ് 4 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. അപ്പോൾ ടോട്ടൽ ലെങ്ത് ഓഫ് PQ എങ്ങനെ എഴുതാം, ടോട്ടൽ ലെങ്ത് ഓഫ് PQ ഇസ് ഈക്വൽ ടു 4, ഇവിടെയും 4, ഇവിടെയും 4 സെൻറ്റിമീറ്റർ. അപ്പോൾ 4 + 4 എന്ന് പറയുമ്പോൾ 8 സെൻറ്റിമീറ്റർ എന്ന് എഴുതാം. അല്ലെങ്കിൽ 4 × 2, 4 2 പ്രാവശ്യം, 4 2 8 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ 7ാം ക്ലാസ്സിലെ സ്ക്വയേഴ്സ് ആൻഡ് റൈറ്റ് ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരേക്കും ദിസ് ഈസ് മീ ദീപ ജാവി സൈനിങ് ഓഫ്.